ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ ബിസ്മില്ലാഹി മാ ശാ അല്ലാഹു കാൻ വമാ ലം യശഅ ലം യകുൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ കൗനൈൻ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وأصحابه وأهل بيته كلهم أجمعين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق فقد قال تعالى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما وكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു ഔ കമാ ഖാല റസൂലുള്ളാഹി ഖദ് കുന്ത മൈതൻ വസിർത ഹയ്യാ വഅൻ ഖരീബിൻ തസീറു മൈതാ ودع بدار الفناء بيتا وابني بدار البقاء بيتا وعلى أمة سيدنا ومولانا محمد اللهم صل وسلم മഹത്തുക്കളായ ഉലമാക്കളെ, സാദാത്തുക്കളെ, മുതഅല്ലിമീങ്ങളെ, ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അബുദാബി സുന്നി സ്റ്റുഡന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷം ഇവിടെ സംഘടിപ്പിച്ച പരിപാടിയോടനുബന്ധിച്ച് ഞാൻ പങ്കെടുക്കുന്ന താൽക്കാലിക സമാപന ദിവസവും എൻ്റെ നടാടെയുള്ള UAE സന്ദർശനത്തിൻ്റെ താൽക്കാലിക സമാപന ദിവസവുമായ ഇന്നും നാം എവരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടിയ അല്ലാഹുവിനെ ഞാൻ വീണ്ടും വീണ്ടും സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ വലാ മഅരിഫത ഇല്ലാ മാ അൽഹംദനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. മഹത്തുക്കളെ, തുച്ഛമായൊരു സമയമാണ് നമുക്കുള്ളത്. ഇതിനുള്ളിൽ നിരവധി വിഷയങ്ങളെ സംബന്ധിച്ച് കേൾക്കുവാൻ നാട്ടിൽ പല വേദികളിൽ പങ്കെടുത്ത പലരും എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ചിലർ പറഞ്ഞു, ഉസ്താദെ, മരണാനന്തര ജീവിതത്തിന്റെ ഗാംഭീര്യവും ഖബറിന്റെ ശിക്ഷയും പരലോക ജീവിതത്തിനുമൊക്കെ ശാസ്ത്രീയ തെളിവുകൾ വെച്ച് സംസാരിക്കുന്ന വേളയങ്ങൾ കേട്ടിട്ടുണ്ട്, അതിന്നിവിടെ പറയണം. വേറെ ചിലർ പറഞ്ഞു, ദിക്റിന്റെ മഹത്വം പറയണം, അത് പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, അതിവിടെ പറയണം. മറ്റു ചിലരിങ്ങനെ ടെലഫോണിലും നേരിട്ടുമൊക്കെ ഈ സാധു പല വേദികളിൽ നാട്ടിൽ പ്രസംഗിച്ച വിഷയങ്ങൾ ശ്രവിച്ചവർ പലരും ഓരോ വിഷയങ്ങളും കേൾക്കണം എന്ന് പറയും. ആകെയുള്ള സമയം ഇനി 1-1.5 മണിക്കൂർ പരമാവധി. ഞാൻ ഇംഗ്ലീഷുകാർ പറയുമല്ലോ, ഐ വാസ് പുട്ട് ഇൻ എ ഡിലെമ്മ. ഞാനൊരു വിഷമവൃത്തത്തിൻ്റെ ഉള്ളിലാണ്. ഞാൻ ഇതിൽ ഏത് പിടിച്ചാലും ശരി 2-3 മണിക്കൂറില്ലാതെ പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ നാട്ടിലെ ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടത്, അതുപോലെ ഈ പരിപാടിയുടെ സൂത്രധാരന്മാരിൽ മുഖ്യനും പരിപാടികൾ ദുബൈയിൽ ഓർഗനൈസ് ചെയ്ത ആ സംഘടനയുടെ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ ദുബൈയുടെ
പ്രസിഡന്റുമായ എൻ്റെ ആത്മസുഹൃത്ത് PT അബ്ദുറഹ്മാൻ സാഹിബും വന്നിട്ടുണ്ട്. അദ്ദേഹവും അതുപോലെ ഭൂരിപക്ഷം ആളുകളും ആവശ്യപ്പെട്ടത് ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ച് പ്രസംഗിക്കണമെന്നാണ്, എംബ്രിയോളജി. പിന്നെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വിവാദമായ വിഷയമാണ് ക്ലോണിംഗ്. അതിനെ സംബന്ധിച്ചും ഖുർആനിൽ ആയത്തുകളുണ്ട്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഈ ഓതിവെച്ച ഈ ആയത്തുകൾ എംബ്രിയോളജിയെ സംബന്ധിച്ചാണ്, ഭ്രൂണശാസ്ത്രത്തെ സംബന്ധിച്ചാണ്. അതിന്റെ തുടക്കവും അതിന്റെ മധ്യഭാഗവും ഒക്കെ വരുമ്പോൾ ക്ലോണിങ്ങിനെ സംബന്ധിച്ചും വരും. അപ്പൊ അതെല്ലാം കൂടി മിക്സ് ചെയ്തൊരൊറ്റ പണി അതേ ഇപ്പൊ നടക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ഭ്രൂണശാസ്ത്രം, എംബ്രിയോളജി ഞാൻ പ്രസംഗിക്കുന്ന സാധാരണ കേരളത്തിലെ നിരവധി വേദികളിൽ കേട്ടവർ പലരും ഇവിടെ ഉണ്ട്. കുറഞ്ഞതൊരു 3 ദിവസം എടുത്തിട്ടാണ് ഈ വിഷയം ഞാൻ വ്യാഖ്യാനിച്ച് തീർക്കുന്നത്. ഒരു ദിവസം പറഞ്ഞിട്ട് 1-ാം മാസത്തെ ഭ്രൂണത്തിന്റെ വളർച്ച പറഞ്ഞ് അവിടെ നിർത്തി അങ്ങ് പിരിയും. പിന്നെ 2ഉം 3ഉം അടുത്ത ദിവസം, പിന്നെ 4 അങ്ങനെ പോകുന്നു. അങ്ങനെ കണ്ണശ 2-3 മണിക്കൂർ എടുത്ത് പറയുന്ന ആ വിഷയം അതിദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തതിൽ ഖേദിക്കുന്നു. തുടർന്ന് എത്ര ദിവസം വേണേലും സംഘടിപ്പിക്കാൻ ഇതിന്റെ സംഘാടകർ ഇവിടെ തയ്യാറാണ്. അൽഹംദുലില്ലാ ഔഖാഫിന്റെ വിസ എനിക്ക് യഥാർത്ഥത്തിൽ 2 മാസത്തേക്കാണ്, 60 ദിവസത്തേക്ക് വിസയും തന്നിട്ടുണ്ട്. പക്ഷേ നാളെ രാത്രിയിൽ ഇതുപോലെയല്ല, ബഹറുൽ മുഹീത്ത് എന്ന് പറഞ്ഞാൽ ഒരു വമ്പിച്ച മനുഷ്യ മഹാസമുദ്രം ഇൻഷാ അല്ലാഹ് കടലുണ്ടിയിൽ ഈ സാധുവിനെ കാത്തിരിക്കും. വാഗ്ദത്തം പാലിക്കണമല്ലോ. അതുകൊണ്ട് ഇന്ന് രാത്രി പരിപാടി, നാളെയല്ല മറ്റന്നാൾ നാളെ രാത്രിയിലത്തെ ഫ്ലൈറ്റിൽ പോയാൽ 3-ാം തീയതി രാവിലെ നാട്ടിലിറങ്ങുമ്പോൾ എയർപോർട്ടിൽ കോഴിക്കോട് നിന്ന് വണ്ടിയുമായിട്ട് ഒന്ന് നിൽക്കാമെന്നാണ് കണ്ടീഷൻ. അപ്പൊ വീട്ടിലൊന്ന് ചെന്നിട്ട് പെട്ടി വെച്ചിട്ട് ഭാര്യയോട് അസ്സലാമു അലൈക്കും പറഞ്ഞ് പോകാനേ പറ്റൂന്ന് സാരം. കുട്ടികളോടൊന്ന് ചിരിച്ചു കളിക്കാൻ പോലും നേരമില്ലാന്ന് സാരം. വയസ്സായ ഉപ്പ ബെഡിൽ കിടക്കുന്നുണ്ട്. ഓടി ചെന്നിട്ട് ഞാൻ ദുബായിൽ നിന്ന് വന്ന് കടലുണ്ടി പോവുക, അസ്സലാമു അലൈക്കും പറയാനുള്ള നേരമേ എനിക്കുള്ളൂ. അൽഹംദുലില്ലാ, പടച്ചോൻ നമുക്ക് ആരോഗ്യത്തെയും ദീർഘായുഷിനെയും നൽകി ഇൽമും വർദ്ധിപ്പിച്ച് അവന്റെ ദീനിന് വേണ്ടി പാടുപെടാൻ തൗഫീഖ് നൽകുമാറാകും. അതുകൊണ്ട് നീട്ടാൻ നിർവാഹമില്ല എന്നാണ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അൽഹംദുലില്ലാ, വിഷയത്തിലേക്ക് ക്രോസ് ആയിട്ടും കിടക്കുകയാണ്. കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. മനുഷ്യന്റെ സൃഷ്ടി എങ്ങനെയാണ് എന്ന് അള്ളാഹു വിശദീകരിച്ചിരിക്കുന്നതാണ് ഈ ഖുർആന്റെ ആയത്ത്, ഈ ഓതിയ ആയത്തുകൾ. അതിൽ ഞാനൊരു ഹദീസ് പറഞ്ഞത് മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹ്. ഇത് ഒരു ഹദീസാണോ ഇല്ലേ എന്ന് സംശയമുണ്ടായിരുന്നു. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ അൽ മുൻഖദ് മിനൽ ളലാൽ എന്ന കിതാബ്, ആ കിതാബ് മുതാല ചെയ്യുമ്പോൾ അതിന്റെ മുഖദ്ദിമയിൽ ഇതൊരു ഹദീസായി തന്നെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഔക്കമാ ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞത്. മനുഷ്യന്റെ ശരീരത്തെ അറിയുന്നവൻ അവന്റെ റബ്ബിനെ അറിഞ്ഞു എന്നാണ്. നമ്മുടെ മനുഷ്യന്റെ എങ്ങനെയാണ് ഈ മനുഷ്യനെ പടച്ച് ഭൂമിയിലേക്ക് ആക്കിയതെന്ന് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ അല്ലാഹു തആല സവിസ്തരം പ്രതിപാദിക്കുകയാണ്. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയിൽ നിന്നാണ് ഒരു മനുഷ്യ കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ ഒരു പെൺകുഞ്ഞ് പ്രായപൂർത്തിയാകുന്നതിന്റെ മിനിമം പ്രായം, പെണ്ണായാലും ആണായാലും പ്രായപൂർത്തിയാകുന്നതിന്റെ മിനിമം പ്രായം ശാസ്ത്രം പറഞ്ഞത് എത്രയെന്നറിയുമോ? 12 വയസ്സാണ്. മെഡിക്കൽ സയൻസായി പറയുന്ന വൈദ്യശാസ്ത്രം, സിംറ്റംസ് ഓഫ് മെച്യൂരിറ്റി സ്റ്റാർട്ട്സ് ഫ്രം ദ ഏജ് ഓഫ് 12 എന്ന് വൈദ്യശാസ്ത്രത്തിന്റെ പുസ്തകങ്ങൾ എഴുതി. 12ാമത്തെ വയസ്സ് പൂർത്തീകരിച്ച് 13ാമത്തെ വയസ്സ് ആരംഭിക്കുമ്പോഴാണ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പ്രായപൂർത്തിയാകുന്നതിന്റെ ലക്ഷണങ്ങൾ തുടങ്ങുന്നതെന്നാണ്. പെൺകുട്ടികളുടെ ശരീരത്തിൽ ഈസ്ട്രോജനും ആൺകുട്ടികളുടെ ശരീരത്തിൽ ആൻഡ്രോജനും, ഈ 2 ഹോർമോണുകൾ പ്രവർത്തനം ആരംഭിക്കുന്ന 12 വയസ്സ് പൂർത്തിയാകുമ്പോൾ മുതലാണെന്ന് ശാസ്ത്രം പറഞ്ഞെങ്കിൽ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന്റെ മിനിമം പ്രായം 12 അല്ല 9 വയസ്സാണെന്ന് ഈ ലോകത്തിൽ ഒരേ ഒരു ഡോക്ടറെ പറഞ്ഞുള്ളൂ. അതാരാ? അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 9ാമത്തെ വയസ്സ് മുതൽ പെണ്ണിനെ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകനെ കരിതേച്ച് കാണിക്കാൻ വേണ്ടി, ആ വാദഗതികൾ ശരിയല്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പുസ്തകം എഴുതിയ കക്ഷികളുണ്ട്. സാക്ഷാൽ ഇടമൃഗവും കൂട്ടരും. അങ്ങനെ ഒരു മൃഗമുണ്ട്, കേട്ടിട്ടില്ലേ? ഇടമൃഗം. കഴുതയ്ക്കും ഗോവർ കഴുതയ്ക്കും ഇടയ്ക്കുള്ള ഒരു മൃഗമാണ്. അല്ല, ഹയാത്തുൽ ഹയവാനിൽ ഈ മൃഗത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ഇടമൃഗം എന്ന് പറയുന്ന മൃഗം. അവൻ എഴുതി വെച്ച് 9ാമത്തെ വയസ്സിൽ പെണ്ണ് പ്രായപൂർത്തിയാകാമെന്നത് മുഹമ്മദിന്റെ ജൽപ്പനമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനൊന്നും സംഭവിക്കൂല എന്ന് അവൻ എഴുതി, അല്ലേ? എന്നാൽ ഇപ്പൊ പത്രത്തിൽ വരിക, ഇത് 989 വന്നതാണ്. മുസ്ലിങ്ങളുടെ പത്രം ഒന്നുമല്ല, ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്ന പത്രവുമല്ല. ഇത് റവാഹു മനോരമയുടെ റിവായത്താണ്. ഒരു പെൺകുട്ടിയുടെ ചിത്രവുമായി 89 മനോരമയിൽ ഒരു ചിത്രവുമായി വന്നിരിക്കുകയാണ്. ഗർഭിണിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം കൊടുത്തിട്ട്, ബ്രസീൽ മരിയ എലയാൻ ജീസസ് മസ്കരാനസ് ലോകമറിയുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മയായി 9 വയസ്സിൽ.
ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലോക റെക്കോർഡുകൾ എഴുതി വെച്ചിരിക്കുന്ന കഥയായത്. 9ാമത്തെ വയസ്സിൽ ബ്രസീലുകാരിയായ മരിയ എലയാൻ ജീസസ് മസ്കരാരസ് പ്രായപൂർത്തിയായെന്ന് മാത്രമല്ല പ്രസവിക്കുകയും ചെയ്തു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതോ ശരി, മെഡിക്കൽ സയൻസ് പറഞ്ഞതോ ശരി. അപ്പൊ വൈദ്യശാസ്ത്രം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് പോകണം, അല്ലാതെ അള്ളാഹുവിന്റെ റസൂലും ഇസ്ലാമും വൈദ്യശാസ്ത്രത്തിലേക്കല്ല. ഇനിയും പലതും മെഡിക്കൽ സയൻസ് കണ്ടുപിടിക്കാനുള്ളത് പലതും കൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ പരാമർശിക്കാൻ നേരമില്ല. ഇത്തവണ വന്നപ്പോൾ നമ്മൾ ദുബൈയിൽ മുഴുവൻ സംസാരിച്ച വിഷയം ശാസ്ത്ര മുന്നേറ്റം ആത്മീയതയ്ക്ക് വിഘാതമോ എന്ന വിഷയം. അതിന്റെ തുടർച്ചയായി ഇവിടെയും പറയുന്നത്. ഇന്നലെ രാത്രി ഹയാത്താക്കുന്ന കഥയാ പറഞ്ഞെങ്കിൽ ഇന്ന് ശാസ്ത്രത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത കൊല്ലം വരണമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരാൻ അള്ളാഹു ഇടയാക്കുന്നെങ്കിൽ അന്ന് അതുല്യനായ പ്രവാചകനാണ് വിഷയം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇതൊക്കെ പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദിവസങ്ങൾ എടുത്താൽ സംസാരിച്ച തീരുമോ ഈ വിഷയങ്ങൾ? തീരുമോ? ഇല്ല, അവസാനിക്കില്ല. അപ്പൊ അതുകൊണ്ട് 9ാമത്തെ വയസ്സിൽ പെണ്ണ് പ്രായപൂർത്തിയാകും, അത് മുതൽ സൂക്ഷിച്ചോളാൻ പറഞ്ഞു. ഇരിക്കട്ടെ, ആ പ്രായപൂർത്തിയായ പെണ്ണിന്റെ ഉദരത്തിലാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ അള്ളാഹു പറയുന്നു, വലഖദ് ഖലഖ്നൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ തീൻ, മണ്ണിന്റെ സത്തയിൽ നിന്ന് മനുഷ്യനെ പടച്ചു എന്ന് പറഞ്ഞു. ഉടനെ BSc സുവോളജി പാസ്സായ ഒരു മുസ്ലിം യുവാവ് സർക്കാർ സർവീസിൽ ജോലിയുണ്ട്. അവൻ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അത്യാവശ്യം ഈമാനുണ്ട് എന്ന് നമുക്ക് തന്നെ കരുതാം. ആ ചെറുപ്പക്കാരൻ വന്ന് എന്നോട് ചോദിക്കുകയാണ്, ഉസ്താദേ, ക്ലോണിംഗ് എന്ന സമ്പ്രദായത്തിലൂടെ ഒരു മനുഷ്യ കുഞ്ഞു ജനിച്ചാൽ ആ കുഞ്ഞിനെ പടയ്ക്കുന്നത് ഒരു കോശത്തിൽ നിന്ന്, ഒരു സെല്ലിൽ നിന്നാണ്. അപ്പൊ സെല്ലിൽ നിന്ന് ഒരു കോശത്തിൽ നിന്ന് പടച്ചാൽ ഖുർആൻ പറയുന്നു മണ്ണിന്റെ സത്തയിൽ നിന്നാണ് പടയ്ക്കുന്നതെന്ന്. ഈ ആയത്ത് തിരുത്തേണ്ടി വരില്ലേ? ന്യായമായൊരു സംശയമാണ്. അങ്ങനെ ഒന്ന് പടച്ചാൽ ഈ ആയത്ത് തിരുത്തേണ്ടി വരില്ലേ എന്ന ന്യായമായ സംശയമായി യുവാവ് ചോദിച്ചപ്പോ വാസ്തവത്തിൽ അവനെ തിരിഞ്ഞ് തെരുവിളിക്കല്ല വേണ്ടുന്നത്, അവന് സംശയത്തിന് നിവാരണം ഉണ്ടാക്കി കൊടുക്കലാണ്. എടാ, നീ ഖുർആനെ ചോദ്യം ചെയ്യാൻ വന്നോടെ ആമക്കേന്ന് ചോദിച്ചെങ്കിൽ അവൻ അതോടുകൂടി വിട്ടു. അങ്ങനെ ഒരു കേസ് ഇടവായൊരു സംഭവം ഉണ്ടായതായിട്ട് ഒരിക്കൽ ഈ യുക്തിവാദികളുടെ ഒരു മാസികയുണ്ട്. എന്താണ്? പോരാളി. ഞാൻ അതൊക്കെ വായിക്കും. അല്ല, തേരാളി. പോരാളി അല്ല, തേരാളി. യുക്തിവാദികളുടെ എല്ലാ പുസ്തകങ്ങളും ഞാൻ വായിക്കും. A.T. കോവൂരിനെയും വായിക്കും. ഇംഗർസോൾ എന്ന് പറയുന്ന പഴയ യുക്തിവാദിയുടെ പുസ്തകം വായിക്കും. കാരണം അവൻ്റേത് വായിച്ചെങ്കിലേ ഇത് എങ്ങനെ കണ്ണിക്കാമെന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അത് വായിക്കുന്നത്. ആ വീക്കിലി ഒരു ചെറുപ്പക്കാരൻ എഴുതിയിരിക്കുക, ഇടവക്കാരൊരു ചെറുപ്പക്കാരൻ എഴുതിയിരിക്കുക, എനിക്ക് അല്പസ്വല്പ വിശ്വാസമൊക്കെ തോന്നി. ഞാനൊന്ന് നിസ്കരിക്കാൻ ചെന്നൊരു പള്ളിയിൽ ചെന്ന് അംഗശുദ്ധി വരുത്താൻ വേണ്ടി, അതായത് ഉളു ഉണ്ടാക്കാൻ വേണ്ടി കൈകാലുകൾ കഴുകിക്കൊണ്ടിരുന്നപ്പോൾ അടുത്ത് കണ്ട ഒരാള് എന്നെ കുറെ ചീത്ത പറഞ്ഞു. ഇങ്ങനെയാണോടാ ഉളു ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് എന്നെ കുറെ ചീത്ത പറഞ്ഞു. എനിക്കത് ആക്ഷേപമായി. അന്ന് ഞാൻ പള്ളിയിൽ നിന്നിറങ്ങി യുക്തിവാദി സംഘത്തിൽ ചേർന്നു. നീ തേരാളിയില ചെറുപ്പക്കാരൻ എഴുതിയിരിക്കുക. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മൾ കുറെ നിക്കാരക്കാര് പള്ളിയിൽ കയറിയിരിക്കും, ഞാൻ ഉൾപ്പെടെ. പള്ളിയിൽ കയറി ഇങ്ങനെ കുത്തിയിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അറിയില്ല ഒരു യുവാവ് ഒന്ന് നേർമാർഗത്തിൽ വരാൻ തീരുമാനിച്ചു. എന്താ കുഞ്ഞെ? എല്ലാവരും അതിനെ നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ദേവിയേത ഈ പ്രസംഗിക്കുന്നതിന് മുമ്പിലായിട്ട് ഇടങ്ങേറുകൾ ഉണ്ടാക്കി വിടാതിരിക്കും, ആരായാലും ശരി. അങ്ങനെ വിട്ടാൽ എനിക്കുള്ളൊരു കുഴപ്പമെന്ന് പറയാൻ, ജനങ്ങളുടെ ശ്രദ്ധ വാളിയാൽ ഞാൻ അപ്പോഴേ ടയർഡായിപ്പോ, എന്നെ കൊണ്ട് പിന്നെ പറ്റൂല. ഇതൊരു തലക്കനോ അഹങ്കാരോ ഒന്നുമല്ല. ജനം കോൺസെൻട്രേറ്റ് ചെയ്ത് എന്റെ അടുത്തേക്ക് ഇരുന്നില്ലെന്നുണ്ടെങ്കിൽ ശ്രദ്ധ വാളിയാൽ ഞാനും വാളും വിടും കേസ്. അതുപോലെ അതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെയുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്ന് അവിടെ ഇരിക്കുന്നതിന് തട ഇങ്ങോട്ട് വിടരുത്. ഇതിന്റെ മുമ്പിൽ കൂടെ ഒരു ഇത് തടസ്സങ്ങൾ ഉണ്ടാക്കി വെക്കരുത്. ഒരു ഈച്ച പറഞ്ഞാൽ എന്റെ ആ പിടുത്തം അത് നഷ്ടപ്പെട്ട പിന്നെ അത് റിക്കളക്ട് ചെയ്ത് കൊണ്ടുവരണം. ഈ വലിയ പ്രയാസമാണ്. പിന്നെ ഞാൻ ഒന്നേയും തുടങ്ങണം. അതാണ് ആ മൂഡ് നഷ്ടപ്പെടരുത്. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മൾ കുറെ നിസ്കാരക്കാര് പള്ളിയിലേക്ക് ഒരു കുട്ടി ആദ്യമായിട്ട് കയറി വന്നു. അവന് നിസ്കരിക്കാൻ അറിഞ്ഞൂടാ, ഒതുണ്ടാക്കാൻ അറിയില്ല, വസ്ത്രം ധരിക്കാൻ അറിയില്ല. അവനെ പരസ്യമായി ആക്ഷേപിക്കല്ല വേണ്ടുന്നത്. ഇങ്ങനെയാണോ അതുണ്ടാക്കുന്നത്, ഇങ്ങനെയാണോ തുണി എടുക്കുന്നത്, ഇങ്ങനെയാണോ നിസ്കരിക്കുന്നത്, അങ്ങനെയല്ല ചോദിക്കുക. അവനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറ്റി നിർത്തി ഉപദേശിച്ചു കൊടുക്കും. മോനെ ഇത് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ചെയ്യണം എന്നാ പറയണത് അല്ലേ? ഈ യുവാവ് BSc പാസ്സായ ചെറുപ്പക്കാരനാണ്. ആ സർക്കാർ ജോലിയുമുണ്ട്. അവനൊരു സംശയം. അവൻ ചോദ്യം ന്യായമായ സംശയമാണ്. ഒരു കോശത്തിൽ നിന്ന് ക്ലോൺ ചെയ്തൊരു കുഞ്ഞിനെ പടച്ചാൽ മണ്ണിന്റെ സത്തയിൽ നിന്ന് പടച്ചു എന്ന് ഖുർആൻ ആയത്ത് തിരുത്തണ്ടേ എന്ന് അവൻ ചോദിച്ച ആ ചോദ്യം ആപ്റ്റാണ്. അവനോട് ഞാൻ ഉടനെ മറുപടി പറഞ്ഞു, മോനെ അത് നീ ശരിക്ക് പഠിക്കാഞ്ഞിട്ട് ആ ചോദ്യം ഉന്നയിച്ചത്. മണ്ണിന്റെ സത്തയിൽ നിന്നല്ലാതെ ഒരു ക്ലോണിങ്ങും പടയ്ക്കാൻ സാധ്യമല്ല. കാരണം മനുഷ്യൻ, ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ കോശമെടുത്തിട്ടാണ് ക്ലോൺ ചെയ്യുന്നത്. മരിച്ച കോശം പോലും ക്ലോൺ ചെയ്യാൻ പറ്റൂല. കൃത്രിമമായ ഒരു കോശം പടയ്ക്കാനും പറ്റൂല. മരിച്ച കോശത്തിൽ നിന്ന് ക്ലോൺ ചെയ്യാൻ പറ്റൂല എന്ന് ഇയാൻ മിൽമുട്ട് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ തന്നെ പറഞ്ഞിരിക്കുക. ലോകത്തിൽ ആദ്യമായി ക്ലോണിംഗ് നടത്തി ഡോളി എന്ന ആട്ടിൻകുട്ടിയെ പടച്ച ആ ഇയാൻ മിൽമുട്ട് തന്നെ പറയുന്നതായി 17/98 കേരള കൗമുദിയിൽ പറയുന്നു. പുനർജന്മം നൽകാൻ മരിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് പുനർജന്മം നൽകാൻ ചില മാതാപിതാക്കൾ റോസ്ലിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ തന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന് കത്തയച്ചിരുന്നു. തങ്ങൾക്കതിന് കഴിയുകയില്ല എന്ന മറുപടിയാണ് നൽകിയത് വിൽമുട്ട് വെളിപ്പെടുത്തി. അപ്പൊ മരിച്ച കോശത്തെ ക്ലോൺ ചെയ്യാൻ സാധ്യമല്ല. ആ ഇയാൻ വിൽമുട്ട് ലോകത്തിൽ ആദ്യമായി ഡോളി എന്ന ആട്ടിൻകുട്ടിയെ ക്ലോണിങ്ങിലൂടെ പടച്ചു വെച്ച ഇയാൻ വിൽമുട്ട് പറയുകയാണ്, ജീവൻ എന്ന പ്രതിഭാസത്തിന്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുന്നു. ജീവൻ എന്താണെന്ന് പറയാൻ അയാൾക്ക് പോലും അറിയില്ല.
അയാൾ എങ്ങനെയാ പറയുന്നത്? ലദുന്യായ വിജ്ഞാനത്തിന്റെ കൂമ്പാരം വാരിക്കൊടുത്ത അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജീവൻ എന്താന്ന് പഠിപ്പിച്ചില്ല, റൂഹ് എന്താന്ന് അവിടെ പഠിപ്പിച്ചിട്ടില്ല. പിന്നല്ലേ ലദുന്യായ വിജ്ഞാനം അല്ലേ? മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് പാടിയില്ലേ, കമ്മിൽ ലദുന്നിയിൻ ഹവാഹു ഉലൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. എപ്പോഴാത്? ഹത്താലി ബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റുബം വവത്തവഹത ദനി തഖദ്ദിം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. ജിബ്രീൽ അലൈഹിസ്സലാമയോടൊപ്പം പോയി സിദ്റത്തുൽ മുൻതഹയിൽ ചെന്നപ്പോൾ ഇനി എനിക്കങ്ങോട്ട് പാസില്ല, ഇവിടെ നിർത്തി. അങ്ങോട്ട് കടന്നു പോകാൻ ജിബ്രീൽ അലൈഹിസ്സലാമക്ക് പിന്നെ പാസില്ല. അങ്ങ് മുന്നോട്ട് പോവുക. അള്ളാഹുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം യാത്രയാക്കി. ആ പോക്കിൽ ബഹറുന്നൂറും കടന്നിട്ട് കാബ ഖൗസൈനി ഔ അദ്നാ എന്ന് അള്ളാഹു പറഞ്ഞ അത്രയും അടുത്ത് അമ്പ് വില്ലിങ്ങനെ വളച്ചു കെട്ടിയിട്ട് അതിന്റെ സെന്ററിൽ അമ്പ് വയ്ക്കുമ്പോൾ ആ അമ്പ് കുത്തിയിരിക്കുന്ന ഭാഗവും വില്ല് കെട്ടിയിരിക്കുന്ന ഭാഗവും തമ്മിൽ എത്ര അകലമുണ്ടോ അത്രയും അടുത്ത് അള്ളാഹുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞെരുങ്ങി. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അടുത്തെത്തി. ആ സമയത്ത് അല്ലാഹു തആല കമ്മിൽ ലദുന്നിയിൻ ഹവാഹു ഉലൂമാ, ലദുന്നിയായ വിജ്ഞാനത്തിന്റെ എത്ര കൂമ്പാരമാ വാരിക്കൊടുത്തത്. ആ വിജ്ഞാനം വെച്ചുകൊണ്ട് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം അവിടുന്ന് പറഞ്ഞ 1000 കാര്യങ്ങൾ ഇന്ന് ശാസ്ത്രം സമ്മതിക്കല്ലേ. ഒരു കൊല്ലമേ ആയുള്ളൂ. 14/12/97 മാതൃഭൂമി പത്രത്തിൽ ഒരു സാറ്റലൈറ്റ് കണ്ടുപിടിച്ച കാര്യം. ബഹിരാകാശത്തിൽ 365 ദിവസം പര്യവേഷണം നടത്തിയ, ഒരാണ്ട് മുഴുവൻ പര്യവേഷണം നടത്തിയ ഒരു ഉപഗ്രഹം, ഒരു ബഹിരാകാശ പേടകം കണ്ടെത്തിയ ഒരു കാര്യം മാതൃഭൂമി പത്രത്തിൽ പറയുക. ഒരു ദിവസം കുറഞ്ഞത് 1800ഓളം ഇടിവെട്ടെങ്കിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇടിമിന്നൽ, ഇടിവെട്ട് അന്തരീക്ഷത്തിൽ ഒഴിഞ്ഞ ഒറ്റ ദിവസവും ബാക്കിയില്ല. 1800ഓളം ഇടിമിന്നൽ ഒരു ദിവസം അന്തരീക്ഷത്തിൽ ഉണ്ടാകുമെങ്കിൽ കാർമേഘം ഉണ്ടാകണം. കാർമേഘമില്ലാതെ ഇടിമിന്നലില്ലല്ലോ. ഇടിമിന്നലും കാർമേഘവും ഉണ്ടെങ്കിൽ മഴ നിശ്ചയമായിട്ടുണ്ടാകണം. ഇടിയോടൊപ്പം മഴയുണ്ടെന്നാണ്. സോക്രട്ടീസും പ്ലേറ്റോയുമായി എന്തോ വലിയ കാര്യം സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ സോക്രട്ടീസിന്റെ ഭാര്യ അങ്ങോട്ട് എന്ന് എന്താണ് അടുക്കളക്കാര്യം പറഞ്ഞു. പെണ്ണുങ്ങളല്ലേ ലിറ്റിൽ മൈൻഡ്സ്, ലിറ്റിൽ തിങ്സ് പ്ലീസസ് ലിറ്റിൽ മൈൻഡ്സ്. ചെറിയ മനസ്സുകളാണ്, അവർക്ക് അടുക്കളയും ഭർത്താവും അങ്ങനെയുള്ള ചെറിയ കാര്യമുള്ളൂ. അപ്പണ്ടി എന്ന് ഏതാണ്ട് ഒരു അടുക്കളക്കാര്യം പറഞ്ഞു. സോക്രട്ടീസ് ഉണ്ടോ അത് ശ്രദ്ധിക്കുന്നു. അവരിങ്ങനെ ചർച്ചയിൽ മുഴുകിയിരിക്കാം. കുറെ നേരം പറഞ്ഞിട്ട് ഇയാൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോ ഭാര്യയ്ക്ക് ദേഷ്യം പിടിച്ചിട്ട് എന്തെന്നറിയാവും, ഓടിച്ചത് സോക്രട്ടീസിന്റെ മുതുകത്തിൽ 2 ഇടി അങ്ങോട്ട് പാസാക്കി. നമ്മളെങ്ങാനും ആയിരുന്നെങ്കിലോ ഇടി ഇട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോഴേ ബദർ, ഉഹദ്, ഖന്തക്ക്, ഹുനൈൻ എല്ലാം അവിടെ അടക്കും. അപ്പൊ തന്നെ പെണ്ണിന് ഖബറും കളക്കേണ്ടി വരും അല്ലേ? ചിന്തകനായിരിക്കുന്ന സോക്രട്ടീസ് അവിടെ ഇരുന്ന് ചിരിക്കായത്. ചിരിച്ചിട്ട് പ്ലേറ്റോയോട് പറഞ്ഞെടോ അവക്ക് വിവരമില്ല, അതുകൊണ്ടല്ലേ എന്നെ ഇടിച്ചതെന്ന്. അങ്ങനെ ആ സോക്രട്ടീസ് ചിന്തിച്ചത്. കുറെ കഴിഞ്ഞപ്പോ ഇവൾ അടുക്കളയ്ക്ക് ആവശ്യത്തിന് വെള്ളം കോരാൻ പോയി ഒരു കുടം നിറയെ വെള്ളവുമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അപ്പോഴും ഇവര് ചർച്ചയില്ല. അവൾ ചെന്ന് പിന്നെ വേദാണ്ട് കാര്യം പറഞ്ഞു. ഇവര് മൈൻഡ് ചെയ്യുന്നില്ല. പെണ്ണിന് ദേഷ്യം കയറിട്ട് ആ കോട്ടവും വെള്ളവും എടുത്തിട്ട് സോക്രട്ടീസിന്റെ തലവഴി അങ്ങ് ഒഴിച്ചു. വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന സോക്രട്ടീസ് പിന്നെയും ചിരിക്കുക. ചിരിച്ചിട്ട് പ്ലേറ്റോയോട് പറഞ്ഞു, ഇടി അടിഞ്ഞപ്പോഴേ ഞാൻ ഉറപ്പാക്കിയത് ആ മഴ ഉണ്ടാകുമെന്ന്. അതാ അയാൾ പറഞ്ഞത്. അപ്പൊ ഇടിയോടൊപ്പം മഴ ഉണ്ടേ അല്ലെ? ഇടിയും മഴയും ചേർന്ന് വരുന്ന ഒരു സാധനമാണെന്ന് വ്യക്തം. സോക്രട്ടീസിന്റെ പദങ്ങൾ ഞാൻ കടമെടുക്കുകയാണ്. ഇടിമിന്നലും കാർമേഘവും ഉണ്ടോ, മഴ ഉറപ്പാണ്. അപ്പോൾ ഈ വാർത്ത മുഴുവനായി എങ്ങനെ വായിക്കാം? അന്തരീക്ഷത്തിൽ മഴയൊഴിഞ്ഞതായി ഒരൊറ്റ ദിവസങ്ങളുമില്ല. ഭൂമിയുടെ ഏതെങ്കിലും ഭാഗത്തിൽ എല്ലാ ദിവസങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. ഇവിടെ മഴയില്ലെങ്കിൽ കേരളത്തിൽ മഴ, കേരളത്തിൽ മഴയില്ലെങ്കിൽ ആന്ധ്രയിൽ മഴ, ആന്ധ്രയില്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മഴ പെയ്യാത്തതായി ഒറ്റ ദിവസവും ബാക്കിയില്ല എന്ന് ഒരു കൊല്ലത്തിനപ്പുറം ഒരു ഉപഗ്രഹം പഠിപ്പിച്ചതാണ്. ശൂന്യാകാശത്തിൽ നിന്നിട്ട് 24 മണിക്കൂർ 365 ദിവസം അന്തരീക്ഷത്തെ പഠിച്ചിട്ട് സാറ്റലൈറ്റ് ആധികാരികമായി കൊടുത്ത റിപ്പോർട്ടാണ് പത്രത്തിൽ വായിച്ചത്. ഇത് ഒരു കൊല്ലത്തിന് മുമ്പ് പറഞ്ഞതെങ്കിൽ ജാമിഉ സഗീർ എന്ന കിതാബിൽ മീമിന്റെ ബാബിൽ ഒരു ഹദീസ് കാണാം. ആ ഹദീസ് അങ്ങോട്ട് ഉദ്ധരിക്കുന്നതിനേക്കാൾ മലയാളികളായ നമുക്ക് വേഗം മനസ്സിലാകാൻ വളരെ വ്യക്തമായ ലളിതമായ മലയാള ഭാഷയിൽ ഉസ്താദ് ശൈഖുന തഴവ ഉസ്താദ് തൊവലല്ലാഹു ഉംറഹു വമദദില്ലഹു ആമീൻ മഹാനവറുകൾ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. മഴകുല്ലലയിലും പെയ്യുന്നതാ, അത് റബ്ബു വേണ്ട സ്ഥലങ്ങളിൽ തിരിക്കുന്നതാ. എല്ലാ രാത്രിയിലും പകലിലും, കുല്ലലൈലിലും നഹാറിലും, എല്ലാ രാവിലും പകലിലും മഴ പെയ്യുന്നുണ്ട്. അത് വേണ്ടുന്ന സ്ഥലങ്ങളിൽ അല്ലാഹു തിരിച്ചു വിടുന്നുമുണ്ട്. ഇതാര് പറഞ്ഞു?
ഇതുപോലെ തിരുനബി മുസ്തഫ പറയുന്നതാ, ജാമിഉൽ സഗീർ മീമിന്റെ ബാബിൽ വന്നതാ. മഴ പെയ്യാത്തതായി ഒറ്റ രാത്രിയും പകലും ബാക്കിയില്ലാതെ 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരു മരുഭൂമിയിൽ ജീവിച്ച അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരുഭൂമിയിൽ മഴയുണ്ടോ? ആണ്ടിൽ ഒരു മഴ, 2 ആണ്ട് കൂടുമ്പോ ഒരു മഴ, ഒരാണ്ടിൽ 1-2 മഴ. അപൂർവമായി മഴ പെയ്യുന്ന ഒരു വിശാലമായ വാസ്റ്റ് ഡെസർട്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ പറയുകയാണ്, ഭൂമിയിൽ മഴയൊഴിഞ്ഞ് ഒറ്റ ദിവസവും ബാക്കിയില്ല. ഇതെങ്ങനെ പറഞ്ഞു? ഒരു സാധാരണക്കാരന് പറയാൻ പറ്റുമോ? ആരും പറയും പ്രവാചകൻ സാധാരണക്കാരനാ, ചിലർക്ക് അതൊരു സുഖമാണ്. ഒരു സാധാരണക്കാരൻ ഇതെങ്ങനെ പറയും? സാധാരണക്കാരനായ ഞാൻ മനസ്സിലാക്കിയത് പത്രം വായിച്ചപ്പോഴാ, ശാസ്ത്രലോകം ഇത് മനസ്സിലാക്കിയത് സാറ്റലൈറ്റ് പറഞ്ഞപ്പോഴാ. ഒരു മരുഭൂമിയിൽ ജീവിച്ച മഹാൻ എങ്ങനെ പറഞ്ഞു? ലദുന്നിയായ വിജ്ഞാനത്തിൽ നീട്ടിയതൊക്കെ അല്ലേ? ഇങ്ങനെ എത്രയാണ് അറിവ്? ഒരു ചെറുത് മാത്രം ഞാൻ പറഞ്ഞതുള്ളൂ. ഇങ്ങനെ എത്ര 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 കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞു. അങ്ങനത്തെ ലദുന്നിയായ വിജ്ഞാനം കൊടുത്ത അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും റൂഹ് എന്താന്ന് പഠിപ്പിച്ചിട്ടില്ല. അത് പറയാനാ വന്നത്. എത്രയോ ശാസ്ത്രീയ രഹസ്യങ്ങൾ അവിടുന്ന് പറഞ്ഞെങ്കിലും ജീവൻ എന്താണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ടുമില്ല. ഖുർആനിൽ 16 സ്ഥലങ്ങളിൽ അല്ലാഹു തആല ചോദ്യവും ഉത്തരവും പഠിപ്പിക്കുന്നുണ്ട്. കിസ് പ്രോഗ്രാം, ലോകത്തിലെ ആദ്യത്തെ കിസ് മാസ്റ്റർ അല്ലാഹു തന്നെ. അല്ലാഹു ചോദിക്കുന്നു, അല്ലാഹു തന്നെ ഉത്തരം പറയുന്നു. മാസം കാണുന്നതിനെ പറ്റി ചോദിച്ചാൽ ഖുൽ ഹിയ മവാഖീതുൽ ലിന്നാസ്. ചോദ്യവും ഉത്തരവും അല്ലാഹു പറഞ്ഞു. ഹൈൽ എന്താണെന്ന് ചോദിച്ചാൽ ഖുൽ ഹുവ അദൻ. അത് സ്ത്രീകൾക്ക് ഉപദ്രവമുള്ള സമയമാണ്, ശാരീരികമായി ദുർബലമാക്കുന്ന സമയമാണ്, പുരുഷന്മാർ ഒഴിഞ്ഞു നിൽക്കാൻ പറയണം. ഇങ്ങനെ യസ്അലൂനക, ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറയണം, ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറയണം. ചോദ്യവും ഉത്തരവും പഠിപ്പിച്ചിട്ട് അല്ലാഹു ഒരു സ്ഥലത്ത് മാത്രം ഉത്തരം പഠിപ്പിച്ചില്ല. ചോദ്യം ഇന്നും സമസ്യയായി അവശേഷിക്കുക. യസ്അലൂനക അനിർ റൂഹി, റൂഹ് എന്താണെന്ന് ചോദിച്ചാൽ ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. അത് അല്ലാഹുവിന്റെ കാര്യത്തിൽ പെട്ടതാ. റൂഹ് എന്താണെന്ന് എനിക്ക് പഠിപ്പിച്ചിട്ടില്ല, അത് അല്ലാഹു അത്രേ അറിയാവുന്ന മറുപടി. കണ്ടോ? റൂഹ് എന്താണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ല, പിന്നെ ഇയാൻവിൽ മുട്ടിന് പഠിപ്പിക്കുമോ? ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാർക്ക് പഠിപ്പിക്കുമോ? ഖിയാമത്ത് നാൾ വരെ പഠിക്കാൻ കഴിയുമോ? ഓരോരോരോരോ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് ജീവനുള്ള ഒരു കോശത്തിൽ നിന്ന് മാത്രമേ ക്ലോൺ ചെയ്യാൻ കഴിയുകയുള്ളെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു കോശമെടുത്ത് എന്റെ ഒരു സെല്ലെടുത്തിട്ട് ക്ലോൺ ചെയ്യുന്നെങ്കിൽ ആ കോശത്തിന്റെ ഭൗതികമായ ഉടമസ്ഥൻ ഞാനാണ്. ഞാൻ എവിടെയുണ്ടായി? മാതാവിന്റെ ഗർഭാശയത്തിലുണ്ടായി. അവിടെ എവിടെ നിന്ന് വന്നു? പിതാവിന്റെ ഇന്ദ്രിയത്തിൽ നിന്ന് വന്നു. ആ ഇന്ദ്രിയം എവിടെ ഉണ്ടായി? മജ്ജയിലുണ്ടായി. മജ്ജ എവിടെ ഉണ്ടായി? അസ്ഥിയിലുണ്ടായി. അസ്ഥി എവിടെ ഉണ്ടായി? മാംസത്തിൽ നിന്നുണ്ടായി. മാംസം എവിടെ നിന്നുണ്ടായി? മേധസ്സിൽ നിന്നുണ്ടായി. മേധസ് എവിടെ നിന്നുണ്ടായി? രക്തത്തിൽ നിന്നുണ്ടായി. രക്തം എവിടെ നിന്നുണ്ടായി? ആഹാരരസത്തിൽ നിന്നുണ്ടായി. ആഹാരരസം നിനക്ക് എവിടെ നിന്ന് കിട്ടി? കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കിട്ടി. ഈ ഭക്ഷണം എവിടെ നിന്ന് കിട്ടി? കാണുന്ന സസ്യലതാദികൾ, ചെടികൾ, മരങ്ങൾ, അതിൽ നിന്ന് കിട്ടി. ഈ സസ്യലതാദികൾ എവിടെ നിന്നാണ് വളം വലിച്ചെടുത്തത്? ചെടികളും മരങ്ങളും വളം എവിടെ നിന്ന് വലിച്ചെടുത്തു? മണ്ണിന്റെ സത്തയിൽ നിന്ന് വലിച്ചെടുത്തു. അപ്പൊ നീ ജനിച്ചത് മണ്ണിന്റെ സത്തയിൽ നിന്ന് തന്നെ അല്ലേ? മണ്ണിന്റെ സത്തയിൽ നിന്ന് ആഹാരമായി, അത് ആഹാരരസമായി, രക്തമായി, മേധസ്സായി, അസ്ഥിയായി, മാംസമായി, ഇന്ദ്രിയമായി, അങ്ങനെ മാതാവിന്റെ ഗർഭാശയത്തിൽ കടന്നു. അവിടെ നിന്ന് ജനിച്ച് പൂർണ്ണ മനുഷ്യനായി. ഇനി എന്റെ കോശമെടുത്ത് ക്ലോൺ ചെയ്ത് ഇനി ഒരു കുട്ടിയെ പടച്ചാൽ ആ കുട്ടിയും ജനിച്ചത് എന്റെ ശരീരത്തിൽ നിന്നാണെങ്കിൽ ആ കുട്ടിയും അടിസ്ഥാനപരമായി മണ്ണിന്റെ സത്തയിൽ നിന്ന് തന്നെയാ ജനിച്ചത്. അല്ലെങ്കിൽ കൃത്യമായി കോശമുണ്ടാക്കി അത് ക്ലോൺ ചെയ്യണം. അത് നടക്കുമോ? നടക്കൂല. അപ്പൊ മണ്ണിന്റെ സത്തയിൽ നിന്ന് പടച്ചു എന്ന് അള്ളാഹു പറഞ്ഞതിനെ കവച്ചു വെക്കാൻ ഒരു ക്ലോണിക്ക് കാരണം സാധ്യമല്ല. പിന്നെയോ അത് കഴിഞ്ഞ് അവനെ ഇന്ദ്രിയമാക്കി, നുതുഫത്താക്കി. ആ ഇന്ദ്രിയമാക്കിയപ്പോൾ എവിടെയാണ് നിക്ഷേപിച്ചത്? ഖറാരിൻ മകീൻ, സുരക്ഷിതമായ ആവരണത്തിലാണ്. ഇനി പറയാൻ പോകുന്ന ആയത്തുകളിൽ അല്ലാഹു തആല ഓരോരോ മാസത്തിൽ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഭ്രൂണത്തിന് സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ സവിസ്തരം അല്ലാഹു പറയാൻ തുടങ്ങുകയാണ്. അതിന്റെ മുഖദ്ദിമയിൽ, അതിന്റെ പ്രിഫൈസിൽ, അതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഈ ആയത്തിൽ നമ്മൾ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവുക ആ ഇന്ദ്രിയത്തെ നിക്ഷേപിച്ചത് ഗർഭാശയത്തിലാണ് എന്നല്ലേ അല്ലാഹു പറയേണ്ടിയിരുന്നത്. അങ്ങനെ പറയേണ്ടതിന് പകരം അല്ലാഹു പറഞ്ഞത് എങ്ങനെയാ? സുരക്ഷിതമായ ആവരണത്തിലാക്കിയത്. ഇന്ദ്രിയത്തെ ഗർഭാശയത്തിന്റെ ഉള്ളിലാണ് ഈ നുതുഫയെ വെച്ചതെന്ന് അല്ലാഹു പറഞ്ഞിരുന്നെങ്കിൽ 978 ജൂലൈ 25 ഖുർആൻ തിരുത്തി എഴുതണമായിരുന്നു. ക്ലോണിംഗ് വന്നപ്പോ വീണ്ടും ഖുർആൻ തിരുത്തണമായിരുന്നു. എങ്ങനെ? ആ നുതുഫയെ ഗർഭാശയത്തിലാക്കി റഹ്മിൻ മക്കീൻ എന്നെങ്ങാനും അല്ലാഹു പറഞ്ഞിരുന്നെങ്കിൽ ഖുർആൻ തിരുത്തപ്പെടുമായിരുന്നു. 975 ജൂലൈ 28 എന്താ സംഭവിച്ചത്? ലൂയിസ് ബ്രൗൺ എന്ന് പറയുന്ന ടെസ്റ്റ് ട്യൂബ് ശിശു ജനിച്ചു. ടെസ്റ്റ് ട്യൂബ് ശിശു ലോകത്തിൽ ആദ്യം ജനിച്ചത് അന്നാണ്. ലൂയിസ് ബ്രൗൺ ജനിക്കുമ്പോൾ നുതുഫ വെച്ചത് ഗർഭാശയത്തിലല്ല, വിനയോ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ ഉള്ളിലാണ്.
നുതുഫ വെച്ചിരിക്കുന്നത് ഗർഭാശയത്തിലാണെന്ന് അള്ളാഹു പറഞ്ഞു പോയിരുന്നെങ്കിൽ ഈ ടെസ്റ്റ് ട്യൂബ് ശിശു ജനിക്കുമ്പോൾ ഖുർആന്റെ വിരോധികൾ പറയുമായിരുന്നു, എടാ ഖുർആൻ തിരുത്തണ്ടയോ, നിങ്ങളെ ഖുർആനിൽ പറഞ്ഞത് ആ ഇന്ദ്രിയത്തെ ഗർഭാശയത്തിലാക്കിയതല്ലേ, ഇന്ദ്രിയത്തെ ഇപ്പൊ ഞങ്ങൾ ടെസ്റ്റ് ട്യൂബിലാക്കിയത്. അള്ളാഹ് പറഞ്ഞ എന്താ, ഖറാരിൻ മകീൻ, സുരക്ഷിതമായ ആവരണത്തിലാക്കി. അത് ഗർഭാശയമാണെങ്കിലും സുരക്ഷിതമായ ആവരണമാണ്. ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ പടച്ചപ്പോൾ എടുത്ത ടെസ്റ്റ് ട്യൂബും സുരക്ഷിതമായ ആവരണമാണ്. ഇനി ക്ലോണിങ് വന്നപ്പോൾ അതിനുപയോഗിച്ച കോശം നുതുഫയുടെ സ്ഥാനത്താണെങ്കിൽ ആ സാധനം കൊണ്ടുവച്ചത് എവിടെ? കൾച്ചറൽ ഡിഷ് എന്ന് പറയുന്ന ഒരു പാത്രത്തിലാ. ആ കൾച്ചറൽ ഡിഷും ഖറാരിൻ മകീൻ, സുരക്ഷിതമായ ആവരണം തന്നെ. ഇനി വേറെതെങ്കിലും പാത്രത്തിൽ, പിപ്പറ്റിലോ ബ്യൂററ്റിലോ ഏതെങ്കിലും ഒരു പാത്രത്തിലോ ഏതെങ്കിലും ഉപകരണത്തിൽ ആ കോശത്തെയോ ഇന്ദ്രിയത്തെയോ നിങ്ങൾ ശേഖരിച്ചാലും അള്ളാഹു പറഞ്ഞ ഖറാരിൻ മകീൻ എന്ന വാക്യം വിട്ടുകിടക്കാൻ ഒരു ശാസ്ത്രത്തിന് ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. ദാറ്റ് ഈസ് ഖുർആൻ. അതാണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ആ ഇന്ദ്രിയത്തിന്റെ ഉൽപ്പന്നത്തെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് കേട്ടില്ലേ, യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്. മനുഷ്യന്റെ ഇന്ദ്രിയം പുറപ്പെടുവിച്ചത് നെഞ്ചല്, വാരിയെല്ലിനും മുതുകല്ലിനും മധ്യേ നിന്നാണ്. ഡോക്ടർമാർ പലരും സദസ്സിൽ കാണും, വൈദ്യശാസ്ത്രം പഠിച്ചവർ കാണും. ഖുർആൻ ഈ പ്രഖ്യാപനം വൈദ്യശാസ്ത്രവുമായി യോജിക്കുന്നില്ല എന്ന് തോന്നിപ്പോകാം. ഇവിടാണ് അള്ളാഹുവിന്റെ പ്രയോഗം. അതിന്റെ വരികൾക്കുള്ളിൽ വായിക്കണം. ഇന്ദ്രിയത്തെ പുറപ്പെടുവിക്കുന്നത് വാരിയെല്ലിന്റെ മുതുകല്ലിന്റെ മധ്യത്തിൽ നിന്നല്ല. പുരുഷന്മാരെ ടെസ്റ്റിക്കിൾസ് എന്ന് പറയുന്ന ആ മണി, അതിന്റെ ഉള്ളിൽ നിന്നാണ് ഇന്ദ്രിയം പുറപ്പെടുന്നത്. എന്നാൽ അള്ളാഹു പറഞ്ഞത് എന്താണ്? വാരിയെല്ലിന്റെ മുതുകല്ലിന്റെ മധ്യത്തിലാണ്. അതെങ്ങനെ യോജിക്കും? അവിടെ ഒരു വലിയ വൈദ്യശാസ്ത്രം അള്ളാഹു പറയുകയാണ്, നാം ജനിക്കാൻ കാരണക്കാരനായ നമ്മുടെ പിതാവ്, ആ പിതാവിന്റെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ കിടന്ന കഥ അള്ളാഹു പഠിപ്പിക്കുക ഈ ആയത്തിലൂടെ. മനസ്സിലായോ? ഒരു ആൺകുട്ടി ഗർഭാശയത്തിന്റെ ഉള്ളിൽ, മാതാവിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിൽ ഒരു ആൺകുട്ടി ജനിച്ചു വളരുമ്പോൾ ഈ പിൽക്കാലത്ത് ഇന്ദ്രിയം പടയ്ക്കുന്നതിന് ആവശ്യമായ ഈ ടെസ്റ്റിസ് വെച്ചിരിക്കുന്നത് വാരിയലിന്റെ മുതുകല്ലിന്റെ ഉള്ളിലാ, പള്ളയ്ക്കുള്ളിലാ. ഗർഭാശയത്തിന്റെ ഉള്ളിലിരിക്കുമ്പോൾ ആ കുഞ്ഞിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ, ആൺകുട്ടിയാണെങ്കിൽ അത് പുറത്തേക്ക് വരുമ്പോഴാണ് ആ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഈ മണി സഞ്ചിക്കുള്ളിലേക്ക് ഇറങ്ങുന്നത്. അതുവരെ മുതുകല്ലിനും വാരിയലിനും ഉള്ളില്ല. നാം ജനിക്കാൻ കാരണക്കാരനായ പിതാവ്, ആ പിതാവിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ കിടക്കുന്ന കാലത്ത് ഇന്ദ്രിയം പടയ്ക്കാൻ ആവശ്യമായ ടെസ്റ്റിസ് മുതുകല്ലിനും വാരിയലിനും ഉള്ളിലായിരുന്നു അല്ലാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. കേസ് എവിടെ വരെ പോയെന്നുണ്ടോ? യഖ്റുജു മിൻ ബൈനി സുൽബി വതറായിബ്, റഹ്മാനായ തമ്പുരാൻ. എന്നിട്ടോ ഈ ആ ഇന്ദ്രിയത്തെ സംബന്ധിച്ച് പറഞ്ഞു കേട്ടെ, അല്ലതാലൽ ഇൻസാനിഹിനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംസാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഖാല അല്ലാഹു അസ്സ വജല്ല. അല്ലാഹു പറഞ്ഞത് ഇന്ദ്രിയത്തെ സംബന്ധിച്ച് പറഞ്ഞത്, ഓ മനുഷ്യ, നിന്റെ പേര് പോലും എടുത്തു പറയാത്ത, നിന്നെ പരാമർശിക്കപ്പെടാത്ത, നിന്നെ ആരും അറിയപ്പെടാത്ത ഒരു കാലം നിന്നിൽ കടന്നുപോയി എന്ന് നീ എന്താ ചിന്തിക്കാത്തത്? അവിടെ നിന്ന് നിന്നെ ഇന്ദ്രിയമാക്കി. എങ്ങനത്തെ ഇന്ദ്രിയം? നുതുഫത്തിന്റെ അംശാജ്, സങ്കലിതമായ രേതസ്. ഇന്ദ്രിയം സമ്മിശ്രമായ ഒരു സാധനമാണെന്ന് ബിഫോർ 1400 years, 14 നൂറ്റാണ്ടിനപ്പുറം ഖുർആൻ. 19ാം നൂറ്റാണ്ടിലാ മഹത്തുക്കളെ ഇന്ദ്രിയത്തെ പറ്റി പഠിക്കാൻ തുടങ്ങിയത് ശാസ്ത്രം. 20ാം നൂറ്റാണ്ടിലാണ് പറഞ്ഞത്. സെമിനൽ വെസിക്കിൾ, വാസ്റ്റഫറൻസ് തുടങ്ങി നിരവധി ഗ്രന്ഥികൾ, പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാൽ നിയന്ത്രിക്കപ്പെടുന്ന നിരവധി ഗ്രന്ഥികളുടെ ഉൽപ്പന്നങ്ങൾ സങ്കലിതമാണ് ഇന്ദ്രിയമെന്ന് ഈ നൂറ്റാണ്ടിലാ ശാസ്ത്രം പറഞ്ഞത്. ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വിശേഷിപ്പിച്ച കാലത്താ ഖുർആൻ ദുനിയാവ്. ആ ഖുർആനിൽ പറയുന്ന ഇന്ദ്രിയ സങ്കലിതമാണ്. സുബ്ഹാന ജല്ല ജലാല. എന്താണ് ഖുർആൻ? പഠിച്ചാൽ ഒടുങ്ങുമോ? ചിന്തിച്ചാൽ ഒടുങ്ങുമോ വിഷയം? കഴിഞ്ഞില്ല. എന്നിട്ടാ നോക്കണേ, ഇവിടെ അല്ലാഹു പറഞ്ഞത് ശ്രദ്ധിച്ചിരുന്നോണം. ഇനി 3ാമത്തെ മാസത്തെ കഥ പറയുമ്പോൾ ഈ ആയത്തങ്ങ് മാറും. അള്ളാഹു പറഞ്ഞു, ഇവിടെ പറഞ്ഞിരിക്കുന്ന നുതുഫ വെച്ചത് സുരക്ഷിതമായ ആവരണത്തിൽ. 3ാമത്തെ മാസത്തെ ഭ്രൂണത്തിന്റെ കഥ പറയുമ്പോൾ അത് വളർന്നു വരുന്നത് ഗർഭാശയം പറയുമ്പോൾ ഈ ആയത്തങ്ങ് മാറും. അള്ളാഹു പറഞ്ഞു, ഇവിടെ പറഞ്ഞിരിക്കുന്ന നുതുഫ വെച്ചത് സുരക്ഷിതമായ ആവരണത്തിൽ. 3ാമത്തെ മാസത്തെ ഭ്രൂണത്തിന്റെ കഥ പറയുമ്പോൾ അത് വളർന്നു വരുന്നത് ഗർഭാശയത്തിൽ തന്നെയാണെന്ന് അള്ളാഹു അടിവരയിട്ട് പറയും. അതിന് വേറൊരു കഥയുണ്ട്, ശ്രദ്ധിച്ചിരിക്കണത്. ഇവിടെ നുതുഫ വെച്ചത് സുരക്ഷിതമായ ആവരണത്തിൽ എന്ന് അല്ലാഹു പറഞ്ഞിട്ട് ഇനി ഓരോരോ മാസത്തെ ഭ്രൂണത്തിന്റെ വളർച്ച അങ്ങോട്ട് പറയാം. ആ നുതുഫയെ നാം അലക്കത്താക്കി. എന്താണ് അലക്കത്ത്? അലക്ക, പറ്റിപ്പിടിച്ചു, ഒട്ടിപ്പിടിച്ചു, കെട്ടിയിട്ടു എന്നൊക്കെ അർത്ഥം. അലക്കത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒരു ജീവിയുടെ പേരാണ്. ഭ്രൂണം എന്ന് മാത്രമല്ല, ഒരു ജീവിക്കും അലക്കത്ത് എന്ന് പറയും. നമ്മളെ രാജ്യത്തെ അട്ടയെന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അട്ട. ചില നാടുകളിൽ അതിന് വയലട്ട എന്ന് പറയും, കൊളയട്ട എന്ന് പറയും, പോത്തട്ട എന്ന് പറയും, കണ്ണട്ട എന്ന് പറയും. ഇനി പയ്യന്നൂർ ഭാഗത്തുള്ളവരൊക്കെ ഈ സദസ്സിലുണ്ട്. നിങ്ങളുടെ രാജ്യത്ത് അതിനെ പറയുന്നത് നൂലട്ട എന്നാ. അത് പയ്യന്നൂർ മാത്രമേ പറയും.
ഓരോ രാജ്യത്ത് ഓരോ പോരാ. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്ക് 1 മലയാളം, 1 മലയാളിക്ക് മലയാളമില്ല. കുഞ്ഞുണ്ണി മാഷ് പറയും ശരിയാ. മലപ്പുറം ജില്ലയിൽ മരച്ചീനിക്കിഴങ്ങിന് പറയുന്ന പേര് തിരുവനന്തപുരത്ത് എന്ന് പറയാൻ പറ്റുമോ? മരച്ചീനിക്കിഴങ്ങിന് ഒരു പേര് പറയും മലപ്പുറം ജില്ലയിൽ, മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ. ആ പേര് തിരുവനന്തപുരം സിറ്റിച്ചെന്ന് പറഞ്ഞാൽ അടി ഉറപ്പാ. അത്ര ഹൃദയ അവിടെ അല്ലെ. ഓരോ രാജ്യത്ത് ഓരോ സാധനത്തിന് ഓരോ പേരാ. ഈ ജീവി വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണ്. അവന്റെ ശിരസ് കൊണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ പറ്റിപ്പിടിക്കും. പറ്റിപ്പിടിച്ചിട്ട് ചോര ഇങ്ങനെ വലിച്ചു കുടിക്കും. ആ പറ്റിപ്പിടിക്കുന്ന സാധനം റൗണ്ടിലിരിക്കുന്ന ഒരു തല അവനുണ്ട്. ആ തല ഇങ്ങനെ ചേർത്തങ്ങോട്ട് പിടിക്കുക, അതിലൂടെ ചോര ഇങ്ങനെ വലിച്ചു കുടിക്കുക. വെള്ളത്തിലാണ് ഇവൻ ജീവിക്കുന്നത്. ഇവൻ മനുഷ്യ ശരീരത്തിൽ പറ്റിപ്പിടിച്ചു കഴിഞ്ഞാൽ നാം ഇത് പറ്റിപ്പിടിച്ച കാര്യം അറിയാറില്ല. വേദന ഒന്നും ഉണ്ടാവില്ല, ഒരു ഇറിറ്റേഷനുമില്ല. ചോര കുടിക്കാൻ തുടങ്ങുമ്പോൾ ഈ സാധനം നൂല് പോലെ തേമ്പിരിക്കും. അപ്പൊ പയ്യന്നൂരുകാർ പറഞ്ഞത് ശരിയാ, നൂലട്ട. കുടിച്ച് വീകിക്കഴിഞ്ഞാൽ ഈ പേരങ്ങ് മാറും അല്ലെ. അവൻ കുടിച്ച് രക്തം കുടിച്ച് വീർത്തങ്ങ് വലുതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി അവൻ പിടിവിട്ട് രക്തം മതിയായി കഴിഞ്ഞാൽ പിടിവിട്ട് അങ്ങ് താഴെ വീഴും. അവൻ പിടിവിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ അവൻ പിടിച്ചിരുന്ന ഭാഗത്തൂടെ കുറെ സമയം രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരു മരുന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായി കുറെ സമയം കഴിയുമ്പോൾ ആ രക്തം നിലയ്ക്കുകയും ചെയ്യും. ഈ സാധനത്തിന് അട്ട എന്ന് പറയും, വയലട്ട എന്ന് പറയും, കണ്ണട്ട എന്ന് പറയും, പോത്തട്ട എന്ന് പറയും, നൂലട്ട എന്ന് പറയും. ഓരോ രാജ്യത്ത് ഓരോ പേരാ. എന്തായാലും പൊതുവെ സാമാന്യമായി അട്ട എന്ന പേര് പറയും. ഈ സാധനത്തിന്റെ പേര് അറബി ഭാഷയിൽ അലക്കത്തെന്നാണ്. ഈ ഒറ്റ അർത്ഥം കിട്ടിയതാണ് എന്നെ ഈ ഗവേഷണത്തിന് പ്രേരിപ്പിച്ചത്. അത് വെച്ചിട്ടങ്ങ് മുന്നോട്ട് ഗവേഷണം ചെയ്തു പോയപ്പോൾ സുബ്ഹാന ജല്ല ജലാല അല്ലാഹു ഇതിനപ്പുറം ഒരു ഉദാഹരണം പറയാൻ വേറെ സൂര്യന്റെ കീഴിലില്ല. ഇത്ര ആപ്റ്റായ കറക്റ്റായ ഒരു ഉദാഹരണം വേറെ പറയാനില്ല. നോക്കുക, ഏത് അറബി ഭാഷയുടെ ഏത് ഡിക്ഷണറിയോ നിങ്ങൾ എടുത്തു നോക്ക്. നമ്മുടെ മലയാളത്തിൽ കിട്ടുന്ന ഫറായിദായാലും ശരി, അല്ലെങ്കിൽ ലോകപ്രശസ്തമായ അൽ മുഞ്ചിദ്, അല്ലെങ്കിൽ മുഅ്ജമുൽ വസീത്ത്, ഏതോ എടുത്തു നോക്ക്. ഓക്സ്ഫോർഡ് ഡിക്ഷണറി, അറബി ടു ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ടു അറബി, ഏത് ഡിക്ഷണറി നോക്കിയാലും ഈ വാക്കിന് ഭ്രൂണം എന്ന അർത്ഥമുണ്ട്, അലക്കത്തിന് ഒപ്പ അട്ട എന്ന് അർത്ഥമുണ്ട്. ഇംഗ്ലീഷിലേക്ക് ലീച്ച് എന്ന് എഴുതിയേക്കും, അട്ട. സുബ്ഹാനല്ലാഹ്. ഈ അട്ട പറ്റിപ്പിടിക്കുന്നത് അവന്റെ ഉച്ചകൊണ്ടാണ്. ഉച്ചയുടെ മുകൾ ഭാഗത്ത് ഏകദേശം വൃത്താകൃതി ഇരിക്കുന്ന ഒരു സാധനം ഇങ്ങനെ ചേർത്ത് അങ്ങോട്ട് പിടിച്ച് അതിലേക്കൂടെ ചോര ഇങ്ങനെ വലിച്ചെടുക്കല. 2ാമത്തെ മാസത്തെ ഭ്രൂണം മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്കിയാൽ സ്ത്രീകളെയും കുട്ടികളെയും ചികിത്സിക്കുന്ന വിഭാഗത്തിൽ ആ അലമാരക്കുള്ളിൽ ഗ്ലാസ് ഭരണികളിലാക്കി ഫോർമാലിറ്റി തുടങ്ങിയ രാസവസ്തുക്കൾ ഒഴിച്ചിട്ട് ഓരോരോ മാസത്തെ ഭ്രൂണം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. 2ാമത്തെ മാസത്തെ ഭ്രൂണം കിടക്കുന്ന ആ ഗ്ലാസ് പാത്രത്തിലേക്ക് ഒന്ന് നോക്കണം. എന്നിട്ട് ഇതൊന്ന് ചിന്തിച്ചു നോക്കണം. എങ്ങനെ അട്ട പറ്റിപ്പിടിക്കുന്നവന്റെ നെറുക കൊണ്ടാണ് 2ാമത്തെ മാസത്തെ ഭ്രൂണം ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. അതിന്റെ നെറുക കൊണ്ടാണ്. ആ നെറുകയ്ക്ക് പേര് പ്ലാസന്റ. അട്ട പറ്റിപ്പിടിക്കുന്നതിലൂടെയാണ് ചോര വലിച്ചു കുടിക്കുന്നത്. ഈ പ്ലാസന്റയിലൂടെയാണ് ഗർഭത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഭ്രൂണം ചോര വലിച്ചു കുടിക്കുന്നത്. അട്ട ജീവിക്കുന്നത് വെള്ളത്തിൽ, ഭ്രൂണം കിടക്കുന്നത് അമിനോട്ടിക് ഫ്ലൂയിഡ്, അതും ഒരു ദ്രാവകമാണ്. അട്ട പറ്റിപ്പിടിച്ചാൽ മനുഷ്യർ അറിയാറില്ല. ഇപ്പണ് ഗർഭിണിയായ കാര്യം 2ാമത്തെ മാസത്തിൽ അവൾക്ക് പോലും ഉറപ്പില്ല, അവളും അറിയാറില്ല. യാതൊരു ഇറിറ്റേഷനും അപ്പോഴില്ല. സുബ്ഹാനല്ലാഹ്. അട്ട പിടിക്കുമ്പോൾ അത് വളരെ ചെറിയൊരു സാധനമാണ്. അത് രക്തം കുടിച്ച് വീർത്തങ്ങ് വലുതായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി പിടിവിട്ട് താഴെ വീഴും. ഭ്രൂണവും ആദ്യം വളരെ ചെറിയൊരു സാധനമാണ്. അത് രക്തം കുടിച്ച് വീർത്ത് വലിയൊരു ശിശുവായി കഴിയുമ്പോൾ, അവധിയെത്തുമ്പോൾ അതും ഓട്ടോമാറ്റിക്കായി പിടിവിട്ട് താഴെ വീഴും. അതിനാണ് പ്രസവം എന്ന് പറയുക. അട്ട പിടിവിട്ട് താഴെ വീണ് കഴിഞ്ഞാൽ അവൻ പിടിച്ചിരുന്ന ഭാഗത്ത് കൂടെ രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും കുറെ സമയം. ഒരു മരുന്നും ചെയ്യാതെ ഓട്ടോമാറ്റിക്കായി ആ രക്തം നിലയ്ക്കുകയും ചെയ്യും. പ്രസവിച്ചു കഴിഞ്ഞാൽ പ്ലസന്റ പറ്റിപ്പിടിച്ചിരുന്ന ഭാഗത്ത് കൂടെ ചോര ഇങ്ങനെ വാർന്നുകൊണ്ടേയിരിക്കും. അതിനാണ് പ്രസവരക്തം എന്ന് പറയുക. ഒരു മരുന്നും ചെയ്യാതെ നിശ്ചിത സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി പ്രസവത്തിലെ രക്തം നിലയ്ക്കുകയും ചെയ്യും. ഇത്ര നല്ലൊരു ഉദാഹരണം സൂര്യന്റെ കീഴിൽ അള്ളാഹു വേറെ എന്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ കിട്ടും? ഒറ്റ പ്രയോഗമേ അള്ളാഹു. 4 അക്ഷരമേ ഉള്ളൂ. ഈ 4 അക്ഷരത്തെ ഞാൻ ഈ അലക്കത്തിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഓരോന്നിനെയും വ്യാഖ്യാനിച്ചാൽ എത്ര ദിവസം പറയണം? പ്ലസന്റെ എത്ര ദിവസം വർണ്ണിക്കണം? അമിനോട്ടിക് ഫ്ലൂയിഡ് എത്ര ദിവസം വർണ്ണിക്കണം? അംബ്ലിക്കൽ കോഡിനെ എത്ര ദിവസം വർണ്ണിക്കണം? ഗർഭാശയത്തെ എത്ര ദിവസം വർണ്ണിക്കണം? വർണ്ണിച്ചാൽ ഒടുങ്ങുമോ? കുല്ലൗ ഖാലൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിനാ ബിമിസ്ലിഹി മദദാ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു പറയുകയാണ്, എന്റെ കലാമിനെ വ്യാഖ്യാനിക്കാൻ, അല്ലാഹുവിന്റെ കലാമിനെ വ്യാഖ്യാനിക്കാൻ കടലേഴും മഷിയാക്കി, അത് മുഴുവൻ മഷിയാക്കിയിട്ട് അത് മുക്കി ഖുർആന് നീ വ്യാഖ്യാനം എഴുതാൻ തുടങ്ങിയാൽ ലനഫിദൽ ബഹറു, കടൽ വറ്റിപ്പോകും. ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, അള്ളാഹുവിന്റെ കലാമ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കടലിലെ വെള്ളം വറ്റിപ്പോകും. വലൗ ജിനാ ബിമിസ്ലിഹി മദദാ, ഇതുപോലെ 7 കടൽ കൂടി അള്ളാഹു ഇനിയും പടച്ചാലും ശരി, 7 സമുദ്രങ്ങൾ ഈ കാണുന്നത് പോലെ 7 സമുദ്രങ്ങൾ പടച്ചാലും ശരി, അത് മുഴുവൻ മഷിയാക്കി അത് മുഴുവൻ മുക്കി വ്യാഖ്യാനം എഴുതാൻ തുടങ്ങിയാൽ അത് വറ്റിപ്പോകുന്നതല്ലാതെ വ്യാഖ്യാനം പറഞ്ഞു തീരില്ല. ആ സാധനം അലക്കത്തിനെ പറ്റി പറഞ്ഞ എത്ര ദിവസം പറഞ്ഞാൽ തീരും? അതല്ലേ കുറഞ്ഞ വാക്കിൽ കൂടുതൽ പറയുന്ന ഭാഷ അള്ളാഹു അങ്ങോട്ട് ഉപയോഗിച്ചത് അറബി ഭാഷ. ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹു എടുത്ത ഭാഷ അറബി ഭാഷയാണ്.
ലോകത്തിൽ എത്ര ഭാഷയുണ്ട്? ഇപ്പോ 5000 ചില്ലുവാനും ഭാഷയുണ്ടെന്നാണ് ഭാഷാശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത്. എന്നാൽ അസ്സബയ്യാത്ത് എന്ന കിതാബിൽ പറയുന്നത് എന്താണെന്നറിയോ? ലോകാരംഭം മുതൽ ഖിയാമം നാൾ വരെ ദുനിയാവിൽ 7 ലക്ഷം ഭാഷ ഉണ്ടാകുമെന്നാണ്. 7 ലക്ഷം ഭാഷ. ആ ഭാഷ മുഴുവൻ ആദം നബി അലൈഹി സ്വലാമെ അള്ളാഹു പഠിപ്പിച്ചെന്നാണ് സബയ്യാത്തിൽ പറയുന്നത്. അല്ലാഹു അക്ബർ. 7 ലക്ഷം ഭാഷ ആദം നബി അലൈഹി സ്വലാമൊക്കെ അറിയാമായിരുന്നു. പിന്നെ അവർ നരസിംഹറാവിന് 18 ഭാഷ അറിയാമായിരുന്നു. ഏതാ അവന് 18 ഭാഷ അറിയും. ഭാഷാശാസ്ത്ര വിദഗ്ധൻ, ബഹുഭാഷാ പണ്ഡിതൻ. ചിലയിടത്തൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് ബഹുഭാഷാ പണ്ഡിതൻ. അത് ഈ ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഏത് ഒരു സാധാരണക്കാരന് പോലും ബഹുഭാഷാ പണ്ഡിതനാണ്. കാരണം അവൻ 2-3 ഭാഷ പഠിച്ചേ പറ്റത്തില്ല. പിന്നെ പോസ്റ്ററും പേര് എഴുതുമ്പോൾ ബഹുഭാഷാ പണ്ഡിതൻ എന്ന് വെണ്ടയ്ക്കാൽ എഴുതേണ്ട കാര്യമുണ്ട്. അതൊരുമാതിരി കുളിച്ചിട്ടെടുത്ത് തോളയിലിടുന്നത് പോലെ. ഞാൻ പറയുന്നില്ല മലയാളത്തിൽ ബഹുഭാഷാ പണ്ഡിതൻ. ആ പ്രയോഗം തന്നെ അതിന്റെ ആവശ്യമില്ല. ഭാഷ എത്രയോ പറഞ്ഞോട്ടെ, ആർക്കാണ് അങ്ങനെ അഹങ്കാരം തോന്നാൻ പാടില്ല, ഒരു കാരണവശാലും പാടില്ല. ആദം നബി അലൈഹി സ്വലാമയ്ക്ക് 7 ലക്ഷം ഭാഷ അറിയാമെങ്കിൽ എനിക്ക് 7 ഭാഷ അറിയാമെന്ന് പറഞ്ഞ് ഞാൻ കിടന്ന് അഹങ്കരിച്ചിട്ട് കാര്യമുണ്ടോ? 7 ലക്ഷം എവിടെ? 7 എവിടെ? 18 എവിടെ? അല്ലേ? അതിൽ തെളിവി കിതാബിൽ പറയുന്നത് എന്താണെന്നറിയാമോ? അല്ലമ ആദമൽ അസ്മാ കുല്ലഹ എന്നുള്ള പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാമക്ക് എല്ലാ വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചെന്നല്ല അള്ളാഹ് പറഞ്ഞത്, എല്ലാ പേരുകളും പഠിപ്പിച്ചെന്നാണ്. സകല പേരുകളും പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ലോകാരംഭം മുതൽ ഖിയാമം നാൾ വരെ ഈ ലോകത്ത് ഏതെല്ലാം ഭാഷ ഇവിടെ ഉണ്ടാകുമോ ആ എല്ലാ ഭാഷയിലെയും സകല വസ്തുക്കളുടെയും പേരങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ്. റഹ്മാനായ തമ്പുരാന്റെ വെള്ളത്തിന് മലയാളത്തിൽ വെള്ളം എന്ന് പറയും, തമിഴിൽ തണ്ണീർ എന്ന് പറയും, ഹിന്ദിയിലും ഉറുദുവിലും പാനി എന്ന് പറയും, അറബിയിൽ മാ എന്ന് പറയും, ഇംഗ്ലീഷിൽ വാട്ടർ എന്ന് പറയും, സംസ്കൃതത്തിൽ അപ്പെന്ന് പറയും, റഷ്യൻ ഭാഷ റോസി എന്ന് പറയും. അല്ലേ? അപ്പൊ ഓരോരോ ഭാഷയിൽ ഓരോരോ വസ്തുക്കൾക്ക് ഓരോ പേരാ. ആ പേര് മുഴുവൻ ആദം നബി അലൈഹി സ്വലാമെ പഠിപ്പിച്ചപ്പോ 7 ലക്ഷം ഭാഷ ദുനിയാവിൽ ഇറങ്ങണം. ആ 7 ലക്ഷം ഭാഷ ദുനിയാവിലേക്ക് അള്ളാഹു ഇറക്കുമെങ്കിൽ അതിൽ അറബി തന്നെ ഖുർആൻ അവതരിപ്പിക്കാൻ അള്ളാഹു എടുത്തതിന്റെ പിന്നിൽ ഒരുപാട് സിറുകളുണ്ട്. ഒന്നാമത്തെ രഹസ്യം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറബിയാണ്. അതാ ഒന്നാമത്തെ കാര്യം. സ്വർഗവാസികളുടെ ഭാഷ അറബിയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അതിലെ വലിയ മറ്റൊരു രഹസ്യം, കുറഞ്ഞ വാക്കിൽ കൂടുതൽ പറയുന്ന ഭാഷയാണ് അറബി ഭാഷ. അത് അറബി ഭാഷ പോലെ വേറെ ഒരു ഭാഷയ്ക്കും ആ കഴിവില്ല. ഷോർട്ട് ഹാൻഡ് എഴുതി ഉണ്ടാക്കിയിരിക്കുന്ന പിറ്റ്മാനില്ലേ, ടൈപ്പും ഷോർട്ട് ഹാൻഡും. കമ്പനിയുടെ MD പടപടപടാന്ന് ഇംഗ്ലീഷ് അങ്ങോട്ട് പ്രസംഗിക്കും, സ്റ്റെനോഗ്രാഫർ അതിന് വരച്ചെടുക്കും. എങ്ങനെ? ഷോർട്ട് ഹാൻഡിലൂടെ. ഷോർട്ട് ഹാൻഡ് മെത്തേഡ് ഉണ്ടാക്കിയത് ആ പിറ്റ്മാൻ എന്ന് പറയുന്ന അയാൾ എഴുതി വെച്ചിരിക്കുക, അയാളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുക, ഞാൻ ഈ ഷോർട്ട് ഹാൻഡ് ഉണ്ടാക്കിയത് അറബി ഭാഷ എന്നെ ചവിട് പിടിച്ചിട്ടാണ്. ഒരാൾ അറബി പ്രസംഗിച്ചുകൊണ്ട് നമുക്ക് റുക്കയും എഴുതി അപ്പൊ തന്നെ വരച്ചെടുക്കാം. വേറെ ഏത് ഭാഷയ്ക്ക് ആ കഴിവുണ്ട്? കുറഞ്ഞ വാക്കിൽ കൂടുതൽ പറയുന്ന ഭാഷയാണ്. ഇന്ന് ഇംഗ്ലീഷ് ഭാഷ അങ്ങനെയല്ല, ഒരുപാട് പറയണം, നീട്ടി പരത്തി പറഞ്ഞെങ്കിലേ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പറ്റും. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ പറയും ദോശ, 2 അക്ഷരം. ഇംഗ്ലീഷിൽ എഴുതണമെങ്കിലോ റൈസ് പാൻ കേക്ക്. നമ്മൾ വിചാരിക്കും ഇത്രയും വലിയ കേക്ക് ആയിരിക്കും തിന്നുകളയാ. സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്നാൽ ദോശയുടെ പേര് ഇംഗ്ലീഷിലാണ് എഴുതി വെച്ചിട്ടുണ്ട്. സ്റ്റാർ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് റൈസ് പാൻ കേക്ക്. കൊണ്ടുപോകാൻ ഒരു കേക്ക് എന്ന് പറയുമ്പോൾ സാധാ ദോശ കൊണ്ട് നമ്മൾ മുമ്പിൽ വെച്ചേരും. അല്ലേ? അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു കുഴപ്പമാണ്. ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നത്. അറബി ഭാഷയിൽ വളരെ ചുരുക്കി പറഞ്ഞാൽ മതി, കുറഞ്ഞ വാക്കിൽ കൂടുതൽ പറയുന്ന ഭാഷയാണ്. പള്ളി ദർശകളിൽ പഠിക്കാൻ ചേർന്ന് നമ്മൾ ആദ്യം സർവ് ചെയ്യാൻ പഠിക്കും. ഇങ്ങനെ സർവ് ചെയ്ത് നടക്കും. ആ സമയത്താണ് നമ്മുടെ ബ്ലഡ് ചൂടാകുന്നത്. നഹവും സർവും പഠിക്കാൻ ഒന്നും ഇല്ലെന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുക. ചിലർ ഉസ്താദന്മാരെ പറ്റി പറയുമ്പോൾ ചിലർ പറയും മൊയ്ലിയാരെന്ന് പറയും. വളരെ ഈസി ആയിട്ട് മൊയ്ലിയാർ പഠിക്കാനൊന്നും ഇല്ലേ? ഞാൻ പറയും വൈദ്യശാസ്ത്രം പഠിക്കുന്നതിനേക്കാൾ, എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനേക്കാൾ, ലോയ്ക്ക് പഠിക്കുന്നതിനേക്കാൾ ടഫസ്റ്റ് സബ്ജക്റ്റ് ആണ് ഇൽമ പഠിക്കുക എന്നുള്ളത്. അറബി ഭാഷ ഒന്ന് പഠിച്ച് തിരിച്ചെടുത്ത് കിതാബ് നോക്കി മായന അർത്ഥം വയ്ക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭഗീരഥ യത്നം ചെയ്യണം. അറിയുമോ? വളരെ പാടുപെടണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിന് പുറത്തും പല ഭാഗങ്ങളിൽ വയലിന് പോകുമ്പോൾ പകൽ സമയത്ത് ഇങ്ങനെ ദർശക്കുള്ള പള്ളി ഉണ്ടെങ്കിൽ പിന്നെ മുത്താലിമ്യങ്ങളുടെ കൂടെ പകലങ്ങ് കൂടലാന്റെ പരിപാടി കൂടി ഇങ്ങനെ പലതും ഇങ്ങനെ പറഞ്ഞിരിക്കും. അപ്പൊ ഈ മുത്താലിമ്യങ്ങൾ വന്നിട്ട് എന്നോട് പറയും, ഉസ്താദേ ശരീരത്തിലൊക്കെ പുണ്ണ് ചൊറി, മരുന്ന് എടുക്കേണ്ടത് പറയും. അപ്പൊ മുത്താലിമ്യങ്ങൾക്ക് ചൊറി വരിക എന്നത് ഒരു സ്വഭാവമാണ്. അത് ദർസിൽ നമ്മൾ തമാശയ്ക്ക് പാടാറുണ്ട്, മുത്താലിമ്യങ്ങൾ കുല്ലിനും ചൊറിയാണ്, ഇങ്ങനെ പറഞ്ഞ് രസിക്കാൻ. അല്ലേ? എന്താണ് ഇതിന്റെ സിറെന്ന് ഞാൻ ഒത്തിരി പഠിച്ചു. ഒരു സർവേ തന്നെ നടത്തി, വർഷങ്ങളോളം നടത്തി. ഈ സർവേയിൽ സർവ്വം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. നെഹവും സർവ്വം പഠിക്കുമ്പോഴാണ് ഈ ചൊറി കൂടുതൽ വരുന്നത് ഞാൻ മനസ്സിലാക്കി. എന്തായിരിക്കും? വർഷങ്ങൾ നീണ്ട കണക്കാത് സർവേയാണ്. ദർശന്റെ പേരെഴുതും, കുട്ടിയുടെ പേരെഴുതും, അവന്റെ രോഗം എഴുതും, അവൻ ഓതുന്ന കിതാബ് എഴുതും. ഇങ്ങനെ എഴുതി ആയിരക്കണക്കിന്, ഏതാണ്ട് 1000-ലധികം മുത്താലിമ്യങ്ങളുടെ ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ ഓതുന്ന കിതാബ് ഏതാന്ന് നോക്കിയപ്പോൾ നെഹവും സർവ്വം പഠിക്കുമ്പോഴായി ചൊറി വരുന്നത്. അതിന്റെ കാര്യം എന്താണെന്നറിയാമോ? നെഹവും സർവ്വം പഠിക്കാന്ന് പറഞ്ഞാൽ ഗ്രാമർ പഠിക്കുന്ന സമയത്ത് അവന്റെ ബ്ലഡ് ചൂടാകുന്ന പരിപാടിയാണ്. അവന്റെ ശരീരം അങ്ങോട്ട് ചൂടായിട്ട് വിയർത്തിട്ട് ഹിസ്റ്റാമിൻ പ്രൊഡ്യൂസ് ചെയ്ത് അപ്പോഴായി ചൊറി ഉണ്ടാകുന്നത്. അല്ല പലപ്പോ കിതാബ് ഓതാൻ പാടൊന്നുമില്ലേ? ഏത് ഭാഷയ്ക്കാ ഹറക്കത്ത് വേണ്ടുന്നത്? അറബി ഭാഷയ്ക്ക് മാത്രം ഹറക്കത്തില്ലാതെ വായിക്കാൻ സാധാരണ ജനത്തിന് ബുദ്ധിമുട്ടാണ്.
ഇംഗ്ലീഷിന് ഹറക്കത്ത് വേണം, മലയാളത്തിന് ഹറക്കത്ത് വേണം, ഹിന്ദിക്ക് ഹറക്കത്ത് വേണം, ആർക്കും വായിക്കാം. ഏത് പടുജാഹിലിനും ജഹിലും മുറക്കബിനും വായിക്കാം, അല്ലേ? പക്ഷേ അറബി ഭാഷ വായിക്കണമെന്നുണ്ടെങ്കിൽ, ഹറക്കത്തിട്ടാതിരിക്കുന്നത് വായിക്കണമെന്നുണ്ടെങ്കിൽ പഠിച്ചെങ്കിലേ പറ്റും. ശരിക്കും ബ്ലഡ് ചൂടായെങ്കിലേ പറ്റും. അങ്ങനെ ചൂടായി സർവ് ചെയ്ത് പഠിക്കുന്ന ഈ പള്ളി ദർസുകളിൽ സർവ് ചെയ്ത് പഠിക്കുന്ന ഈ പഠനം നടക്കുമ്പോൾ ആദ്യമായി പഠിക്കുന്നത് 3 അക്ഷരമാണ്. ഫ ആ ല, only 3 letters. ഈ 3 അക്ഷരത്തിന് അർത്ഥം വെക്കണമെങ്കിൽ സൂര്യന്റെ കീഴിൽ ഏത് ഭാഷയിൽ പറഞ്ഞാലും ശരി ഒരു നെടുങ്കൻ വാചകം വേണം. അവൻ ഒരു പുരുഷൻ പ്രവർത്തിച്ചു, 3 അക്ഷരത്തിന്റെ അർത്ഥമാണ്, അല്ലേ? ലറബ, അവൻ ഒരു പുരുഷൻ അടിച്ചു. ലറബയൊന്ന് തലാറബയാക്കി. എത്ര അക്ഷരം സായിതയായി? 2 അക്ഷരം. ലാദിന് മുമ്പ് ഒരു തായും ലാദ് കഴിഞ്ഞ ഒരു അലിഫും 2 അക്ഷരം അധികരിച്ചു വന്നു. ലറബ, അവൻ ഒരു പുരുഷൻ അടിച്ചു. തലാറബ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു. 2 അക്ഷരം വന്നപ്പോ അർത്ഥം പോയ പോക്ക് കണ്ടോ? ജനസാമാന്യത്തിന് മനസ്സിലാക്കാനായി പറയുന്നത്. പണ്ഡിതന്മാരെ പഠിപ്പിക്കാതെ തെറ്റിദ്ധരിക്കരുത്. അവർക്കെല്ലാം ഇതും അതിനപ്പുറം അതിനപ്പുറം അറിയാം. എനിക്കത്ര പാണ്ഡിത്യമില്ല, ഞാൻ ഇൽമും അമലും ഒന്നും ഇല്ലാത്തൊരു പാവമാണ്. എന്തെങ്കിലും 2 വാചകം മൈക്കിന്റെ മുമ്പിൽ നിന്ന് പറയാൻ അള്ളാഹു ഒരു അനുവാദം തന്നെന്നുള്ള പണ്ഡിതന്മാരൊക്കെ താഴെയായിരിക്കുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ 3 അക്ഷരത്തിന്റെ അർത്ഥം പറയും. 2 അക്ഷരം മാറി വന്നപ്പോ അർത്ഥം പോയ പോക്കുണ്ടോ? ഒരക്ഷരത്തിനൊരു സമ്പൂർണ്ണ വാചകമുള്ള അറബി ഭാഷയല്ലാതെ ലോകത്തിൽ ഏതെങ്കിലും ഭാഷയുണ്ടോ? ഒരേ ഒരു അക്ഷരം എഴുതിയാൽ ഒരു സമ്പൂർണ്ണ വാചകമാണ്. അതിലെ കർത്താവും കർമ്മവും ക്രിയയും സബ്ജക്റ്റും പ്രെഡിക്കറ്റും എല്ലാം വരും. ഒറ്റ അക്ഷരമേ കാണും. അങ്ങനെ ഒരു ഭാഷ അറബി അല്ലാതെ ഏതെങ്കിലും ഭാഷ പറയാം ഒരക്ഷരത്തിന് ഒരു വാക്യം അർത്ഥമുള്ളത്? അപ്പൊ യുവാക്കൾ പറയും, ഉണ്ട് ഉസ്താദെ ഇംഗ്ലീഷ് ഭാഷയുണ്ട്. അതെന്താണ് ഇംഗ്ലീഷിൽ ഒരു അക്ഷരത്തിന് ഒരർത്ഥം? ഉസ്താദെ ഈ സിനിമാ പോസ്റ്ററൊക്കെ പതിക്കുമ്പോൾ അതിന്റെ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് ഒറ്റ അക്ഷരമേ ഉള്ളൂ. അതിനൊരു വിശാലമായ അർത്ഥമാണ്. എടാ വടുജാഹിലെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അബ്രിവേഷൻ. അടൽ സൊള്ളി എന്നുള്ള വാക്കിന്റെ ചുരുക്കെഴുത്തായേ, അറിയാമോ? അതൊരു സമ്പൂർണ്ണ വാചകമല്ല. എന്നാൽ ഇല്ലത്തിന്റെ ഹർഫ് കൊണ്ട് തുടങ്ങുന്ന അറബി ഭാഷയുടെ ഏത് ക്രിയ എടുത്താലും ശരി, അതിന്റെ അമ്രിന്റെ കോലം വരുമ്പോൾ ഒറ്റ അക്ഷരമേ കാണും. വനാ, എനി, നീ, നീ, നൂനി എന്ന അക്ഷരം ഇട്ട് ഒരു കസരം ഇട്ടാലും സമ്പൂർണ്ണ വാചകമാണ്. നീ തളരുക എന്നർത്ഥം. only one letter, ഒരു അക്ഷരത്തിനൊരർത്ഥം, ഒരു സമ്പൂർണ്ണ വാചകം. അറബി ഭാഷക്കല്ലാതെ വേറൊരു ഭാഷയ്ക്ക് ഗുണമില്ല. എന്ന് മാത്രമല്ല, അള്ളാഹു ദുനിയാവിലേക്ക് ഇറക്കിയ ഏടുകൾ ഉൾപ്പെടെ മനുഷ്യനുണ്ടാക്കിയ വേദപുസ്തകങ്ങൾ ഉൾപ്പെടെ ഏതേത് ഭാഷകൾ ഉപയോഗിച്ച് ഇവിടെ വേദപുസ്തകങ്ങൾ ഉണ്ടാക്കിയോ ആ ഭാഷ മുഴുവൻ മൃതഭാഷയായി. ആ ഒറ്റ ഭാഷയും ഇന്ന് ലോകത്തിൽ ഹയാത്തിലില്ല. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളാണ്. തൗറാത്ത് മൂസ അബറാനി, സബൂർ ദാവൂദ് യൂനാനി, ഇഞ്ചീൽ ഈസാ സുറിയാനി, ഫുർഖാൻ മുഹമ്മദ് അറബാനി. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഴയ കാലത്ത് ഉമ്മമാര് കുഞ്ഞുങ്ങളെ വെച്ച് പാടിച്ചു കൊടുക്കുക. എന്റെ ഉമ്മ എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച പാട്ട്. അത് അവർ മരിച്ചു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അന്ന് പണ്ടൊക്കെ അതാ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ഉമ്മാമാരൊക്കെ മടിയിലെടുത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത് എന്തായിരിക്കും അറിയാമോ? ചിക്ക് പുക്ക് റേലേ, ഇതായിരിക്കും പഠിപ്പിക്കുന്നത്. അല്ലെ ഉപ്പ ഇറങ്ങി പോകുമ്പോൾ ടാറ്റ പറയണമെന്നൊക്കെ ആയിരിക്കും പഠിപ്പിക്കുക. എന്റെ ഉമ്മാമ പഠിപ്പിച്ചത് ഇതാ കണ്ടോ? തൗറാത്ത് മൂസ ബറാനി, സബൂർ ദാവൂദ് യൂനാനി, ഇഞ്ചീൽ ഈസാ സുറിയാനി. മരണം വരെ മറക്കുവോ? പ്രവാചകന്മാരും അവർക്ക് കിട്ടിയ ഏടുകളും അതിന്റെ ഭാഷയെ കൂടെ ചേർത്ത് പഠിപ്പിച്ചിരിക്കാൻ പാട്ട്. ഏതാണ്ട് 2, 4, 5 വയസ്സുള്ളപ്പോൾ കാണാൻ പഠിച്ചത്. മൂസ നബി അലൈഹി ഇസ്ലാമിക്ക് അല്ലാഹു തആല തൗറാത്ത് അയച്ചു കൊടുത്ത ഭാഷ ഹീബ്രു ഭാഷ. അതിന്ന് ലോകത്തിന്റെ സംസാര ഭാഷയല്ല. ഒറ്റയാളും ഇന്ന് ആ ഭാഷ സംസാരിക്കുന്നവരില്ല. അവരൊക്കെ മരിച്ചുപോയി. ആ ഭാഷ മരിച്ചുപോയി, മൃതഭാഷയായി. ഈസ നബി അലൈഹി ഇസ്ലാമിക്ക് ഇഞ്ചീൽ അല്ലാഹു അയച്ചു കൊടുത്ത സുറിയാനി ഭാഷ ലോകത്തിൽ ആരും ഇന്ന് വർത്താനം പറയുന്നില്ല. അതും ഡെഡ് ലാംഗ്വേജ്, മൃതഭാഷയായി. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിക്ക് അല്ലാഹു ഗ്രന്ഥം അയച്ചു കൊടുത്ത യുനാനി ഭാഷ ഇന്ന് ലോകത്തിന്റെ സംസാര ഭാഷയല്ല. ഇറ്റ് ഈസ് ആൾസോ ഡെഡ്, മരിച്ചുപോയി, മൃതഭാഷയായി. അള്ളാഹു ഏടുകൾ അവതരിപ്പിച്ച സകല ഭാഷകളും മൃതഭാഷയായി, മരിച്ചുപോയി എന്ന് പറയാൻ ആ ഭാഷ ലോകത്തിൽ ആരും സംസാരിക്കുന്നില്ല. മനുഷ്യൻ വേദങ്ങൾ എഴുതിയ ഭാഷകളും മൃതഭാഷയായി. ശ്രീബുദ്ധന്റെ അഷ്ടാംഗ മാർഗം എഴുതിയ പാലി ഭാഷ ലോകത്തിൽ ഒരാളും ഇന്ന് ആ ഭാഷയിൽ വർത്താനം പറയുന്നവരില്ല. അത് മൃതഭാഷയായി. ജൈനന്റെ പുസ്തകം എഴുതിയ ഭാഷ ഇന്ന് ലോകത്തിന്റെ സംസാര ഭാഷയല്ല. ആ വേദങ്ങൾ അവതരിച്ചെല്ലാം പോയി. ഭാരതത്തിൽ അഭിമാനിക്കാവുന്ന ഭാഷയാണ് സംസ്കൃത ഭാഷ. അറബി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടം സംസ്കൃത ഭാഷയാണ്. ഞാനിതൊരു മുസ്ലിം രാഷ്ട്രത്തിൽ വന്നു നിന്നിട്ട് മുസ്ലിംകളുടെ മുമ്പിൽ പള്ളിയിൽ വെച്ചാണ് പ്രസംഗിക്കുന്നത്. എങ്കിലും സംസ്കൃതത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ, ഉപമകൾ, ഉൾപ്രേക്ഷകൾ പഠിക്കാനുള്ള 1000 കാവ്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണമല്ലോ. മഹാനായ ഖ്വാജാ മൊയ്നുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഭാരതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ലാഹോറിൽ താമസിച്ച് 6 കൊല്ലക്കാലം സംസ്കൃതം പഠിച്ചതാണ്. കാരണം ഇങ്ങോട്ട് വരുന്നത് ഹിന്ദുക്കളുടെ ഇടയിലേക്കാണ്. അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ സംസ്കൃതം കയ്യിൽ വേണം. 6 കൊല്ലം സംസ്കൃതം അവിടുന്ന് പഠിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ആ ഭാഷ ഭാരതത്തിലെ തനത് ഭാഷയാണ്. ഇർക്ക്, യജുസ്സു, സാമം, അഥർവം എന്ന ചതുർവേദങ്ങൾ എഴുതിയ സംസ്കൃത ഭാഷ. ആ ഭാഷയും മൃതഭാഷയായി. സംസ്കൃതം സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ട്? അപ്പോ ഉണ്ട്. ആകെ കൂടെ ആകാശവാണി സംസാരിക്കും. വൈകുന്നേരം 6-5 ആകുമ്പോൾ കേൾക്കാം. PM ആകാശവാണി സമ്പ്രതി വാർത്താഹ ശ്രൂയന്ത പ്രവാചകോ ലക്ഷ്മി നാരായണ ശർമ്മ. അവിടെ അല്ലേ
അതും മൃതഭാഷയായി. വേദങ്ങൾ അവതരിച്ച സകല ഭാഷയും മൃതഭാഷയായി. ഇല്ലൽ അറബ് വൽ ഖുർആൻ. അവിടാണ് അതിന്റെ രസം. ഖുർആൻ അവതരിച്ച അറബി ഭാഷ മൃതഭാഷയായില്ലെന്ന് മാത്രമല്ല, ഖിയാമം നാൾ വരെ ആ ഭാഷ വിട്ട് മരിക്കുകയുമില്ല. അള്ളാഹു അതിനു വേണ്ടുന്ന സകല സംവിധാനവും ചെയ്തു വെച്ചിരിക്കുക. സകല സംവിധാനവും. എത്ര രാജ്യത്തിന്റെ മാതൃഭാഷയാണ്? നാം ഈ നിൽക്കുന്ന ഈ രാജ്യത്തിന്റെ മാതൃഭാഷ അറബി ഭാഷയാണ്. ദുബായ്, അബുദാബി, ഷാർജ, മാസ്കറ്റ്, ഒമാൻ, സലാല, ടുണീഷ്യ, അൾജീരിയ, സിറിയ, ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, എത്ര രാജ്യങ്ങളുടെ മാതൃഭാഷയാണ്? മരിക്കുമോ ഈ ഭാഷ? മരിക്കില്ലെന്ന് മാത്രമല്ല, ലോകം മുഴുവൻ ഇന്ന് നിലനിൽക്കുന്ന ലോകത്തിന്റെ ചാലക ഭാഷ അറബി ഭാഷയാണ്. ലോകം ചലിക്കണമെങ്കിൽ, അവർക്ക് ഇന്ധനം വേണമെങ്കിൽ അറബി ഭാഷയിൽ ചോദിക്കണം. ഇവിടുത്തെ ശേഖന്മാരെടുത്ത് വേറൊരു ഭാഷയിലും ചോദിച്ചാൽ കിട്ടൂല. ബിൽ ക്ലിന്റനും ഫഹദുമായിട്ട് വലിയ കൂട്ടാ. ക്ലിന്റന്റെ സ്വഭാവമൊന്നും ഇല്ലെന്ന് തോന്നുന്നു, പടച്ചവനാകട്ടെ. അപ്പോ രണ്ടുപേരും തമ്മിൽ വലിയ സുഹൃത്തുക്കളാണ്. ക്ലിന്റൺ ഇങ്ങോട്ട് വന്നിട്ട് ഫഹദിനോട് പറയാം, ഹലോ മിസ്റ്റർ ഫഹദ്, പ്ലീസ് സെറ്റ് സം ക്രൂഡ് ഓയിൽ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ മൂപ്പര് പറയും, യാ അല്ലാഹ് ബർറാ എന്ന് പറയും. അല്ലേ? മൂപ്പർക്ക് ആ ഭാഷ തിരിയില്ല. അറബിയിൽ ചോദിക്കണം. ഇവിടുത്തെ ശൈഖന്മാരോട് അറബിയിൽ ചോദിക്കണം. അറബി ഭാഷ ചോദിച്ചാൽ ഇന്ധനം കിട്ടും. ലോകം ചലിക്കുന്ന ചാലക ഭാഷ അറബി ഭാഷ. അറബി ഭാഷ ചോദിച്ചെങ്കിൽ ഇന്ധനം കിട്ടൂ. ആ ഇന്ധനം കിട്ടിയെങ്കിൽ അമേരിക്കയിലെ ബിൽ ക്ലിന്റന്റെ റോൾസ് റോയ്സ് കാർ റോഡിൽ ഉള്ളണമെന്നുണ്ടെങ്കിൽ അറബി ചോദിച്ച് ഇന്ധനം വാങ്ങിക്കണം. പ്ലെയിനുകൾ, ആകാശത്തെ കീറിമുറിക്കുന്ന പ്ലെയിനുകൾ പറക്കണമെന്ന് ഏവിയേഷൻ സ്പിരിറ്റ് കിട്ടണമെങ്കിൽ അറബി ഭാഷയിൽ ചോദിക്കണം. ലോകത്തിന്റെ ചാലക ഭാഷ അറബി ഭാഷയാക്കി ഒന്നാമത് തല. അതുകൊണ്ടല്ലേ രാമർ പിള്ള ആ മുസീബത്ത് ഉണ്ടാക്കിയപ്പോൾ അള്ളാഹു അത് വളർത്താതെ വെച്ചാൽ അവൻ ഈ പച്ചപ്പുല്ല് മാറ്റി അവൻ ഉണ്ടാക്കിയതായത്. അന്നോ അവനിത് പടച്ചതാന്നുള്ള കാര്യത്തിൽ എനിക്ക് നടക്കില്ല കേട്ടോ. കാരണം ഇതിങ്ങനെ കോലാഹലം ഉണ്ടാക്കി പച്ചപ്പുല്ല് മാറ്റി പെട്രോൾ ഉണ്ടാക്കി അറിഞ്ഞപ്പോ അന്നോ അവിടെ ഇവിടെ നമുക്ക് കേട്ടപ്പോ എന്തായി, അതിനെപ്പറ്റി ഒരു ഫീച്ചർ എഴുതാൻ വേണ്ടി അത് പോകാൻ തയ്യാറായിരിക്കുകയായിരുന്നു പത്രക്കാരൊക്കെ. റഹ്മാനെ, അപ്പൊ എനിക്കും ഇവരെ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. എങ്ങനെ അങ്ങോട്ട് ചെല്ലുക? പത്രത്തിൽ വായിച്ചപ്പോൾ മനസ്സിലായി കരുണാനിധി ഇവന് ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കുന്നിക്കോട് നിന്ന് ചെങ്കോട്ട പോരാണ്ട് 10-45 കിലോമീറ്റർ ഉള്ളൂ. അവിടുന്ന് ഒരു 100-150 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ രാജപാളയമായി. രാജപാളയത്തിൽ ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ പോകുമ്പോൾ മംസാപുരമായി. എല്ലാം കൂടി ഒരു 2 മണിക്കൂറിനുള്ളിൽ മംസാപുരത്തിയില്ല എന്റെ നാട്ടിൽ പോയത്. അപ്പൊ അങ്ങോട്ട് നേരെ ചെന്നാൽ ഇവന്മാർ കയറ്റി വിടൂല. കരുണാനിധിയുടെ പോലീസ് ഉണ്ടെന്ന് അറിഞ്ഞു. എന്താ വഴി എന്നിങ്ങനെ ആലോചിച്ചപ്പോ ഹിന്ദു പുരാണത്തിലൊരു കഥയുണ്ട്. ദേവലോകത്തിലുള്ളവർക്കാർക്കും അസുരലോകത്തിൽ പ്രവേശനമില്ല. അസുരലോകത്തിലുള്ളവർക്കാർക്കും ദേവലോകത്തിലും പ്രവേശനമില്ല. ദേവലോകത്തിലും അസുരലോകത്തിലും ഹിന്ദു പുരാണം അനുസരിച്ച് ഒന്നുപോലെ പ്രവേശനമുള്ള ഒരേ ഒരു കഥാപാത്രമേ ഉള്ളൂ. അത് സാക്ഷാൽ ശ്രീമാൻ നാരദനാകുന്നു. അവൻ എല്ലായിടത്തും കയറിപ്പോ. ദേവലോകത്തിലും പോ, അസുരലോകത്തിലും പോ. അപ്പൊ ഈ ജാതി ഒരു നാരദനെ കിട്ടി അവിടെ പോകാൻ നല്ല വഴിയാ. എവിടെയാണ് ഒരു നാരദനെ കിട്ടാന്ന് ഞാൻ ആലോചിച്ച് വന്നപ്പോ എനിക്ക് തോന്നി, പത്രക്കാരെ കൂട്ടിയാ മതി. അവൻ ഇതിന് പറ്റിയ നാരദരാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ കൊല്ലം ജില്ല മലയാള മനോരമയുടെ കൊല്ലം ജില്ലാ ലേഖകൻ, എന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ, എന്റെ ഒരു രോഗി ഹരി എന്ന് പറയും. അവനെ പോയി മെല്ലെ ചിരണ്ടിയിട്ട് ഞാൻ പറഞ്ഞിടാ, ഈ രാമർപിള്ളയുടെ ഇതൊക്കെ കേൾക്കുന്നല്ലോ, നമുക്ക് പത്രത്തിൽ ഒരു ഫീച്ചർ എഴുതണം. അതൊന്ന് അയാളെ പോയി ഇന്റർവ്യൂ ചെയ്താലോ? ശരിയാ ഡോക്ടറെ, പൊക്കളയാ, എന്നെ കൂടെ കൊണ്ടുപോകണം. ശരി പൊക്കളയാ എന്ന് പറഞ്ഞു. പത്രത്തിന്റെ ചെലവിൽ പോയി. അവിടെ ചെന്നപ്പോ എന്റെ ധാരണ തെറ്റിയില്ല. അല്ലോ പോലീസ് കാവലിൽ തന്നെ. അവന്റെ മംസാപുരം എന്ന് പറയുന്ന ഒരു കുഗ്രാമമാണ്. പനയോല കൊണ്ട് കെട്ടിയ കുറെ കുടിലുകൾ, അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് ബിൽഡിംഗ് ആകെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അവിടെ ചെന്നപ്പോ പോലീസ് വണ്ടിയുടെ കളിയാണ്. പക്ഷെ തമിഴ്നാടിന്റെ പോലീസിനെ കാണാൻ രസമുണ്ട്, അവരുടെ വണ്ടി കാണാൻ രസമുണ്ട്. അതിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? കാവൽ എന്നാണ്. കാവൽ, ജനങ്ങൾക്ക് കാവലാ പോലീസ് എന്നാണ്. നമ്മുടെ നാട്ടിലെ പോലീസ് വണ്ടിയിൽ എഴുതിയിരിക്കുന്നത് പോലീസ്. സൂക്ഷിക്കണം, കേട്ടാലേ പേടിയായിപ്പോ അല്ലേ? പുലിക്കോടനൊക്കെ അതിലുള്ളതല്ലയോ? സൂക്ഷിക്കണം. റഹ്മാനായ തമ്പുരാനെ അവിടെ ചെന്നപ്പോഴോ പോലീസ് വാഹനങ്ങൾ ഇങ്ങനെ നിരന്ന് നടക്കാം. ആ വാഹനങ്ങൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ രാമർപിള്ളയുടെ വീടിന്റെ ഗേറ്റിന്റെ തൊട്ട് മുമ്പിൽ ജീപ്പിൽ അവിടുത്തെ ഒരു സീനിയർ സുപ്പീരിയർ പോലീസ് ഓഫീസർ ഇങ്ങനെ ഇരിക്കുക. മുമ്പിലത്തെ സീറ്റ് അയാൾ ഇരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അയാൾ കിടക്കുക എന്ന് പറയുന്നതായിരിക്കും. കാരണം ഏതാണ്ട് ഒരു ഈ അകലം വരും. എങ്ങനെ ഇരിക്കുന്നറിയാമോ? അതോ വയറെന്ന് പറഞ്ഞാൽ എടുത്തങ്ങ് വടി വെച്ചിരിക്കുക. ഇയാളുടെ വയറ് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ച്, ഇയാൾ മിക്കവാറും ആഫീസിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇയാൾ വാതിലിൽ ഇങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഇയാൾ ഇറങ്ങുന്നതിന് മുമ്പ് ആദ്യം വയറങ്ങ് വരാന്തയിൽ ഇറങ്ങാം. ആ ജാതി വയറ്. അല്ലോ ഇങ്ങനെ കിടക്കുക വരണം. നിറമെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കാന്നറിയാമോ? കരിക്കട്ട. നമ്മൾ ചിരട്ടക്കരി എണ്ണയിൽ ചാലിച്ച് തേച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇരിക്കുക. കർക്കടകാവിന്റെ അർദ്ധരാത്രി ജനിച്ചതുപോലെ ഒരു തന്നെ. അവന്റെ മീശയാതെ പിരിച്ചടി ചെവിക്ക് മുകളിൽ വെച്ചിരിക്കുക. ഇങ്ങനെ പിരിച്ചങ്ങോട്ട് ഇങ്ങനെ ഇരിക്കുക. അവൻ നെഞ്ചത്ത് പേരെഴുതി വെച്ചിട്ടുണ്ട്. അതുകൂടെ കണ്ടപ്പോ എനിക്ക് മതിയായി. അവന്റെ പേരെന്താന്ന് ജംബുലിംഗം. കണ്ടാലും അറിയാം. ആന്നേ ഇരിക്കുക ഒരുത്തൻ ഇങ്ങനെ. ഞങ്ങൾ രണ്ടും കൂടി അങ്ങോട്ട് ചെന്ന് ഞാൻ ഇവന്റെ പുറകെ വായി. അങ്ങോട്ട് ചെന്നപ്പോ ഇവനൊരു ചോദ്യം എങ്ങനെയാണെന്നറിയാമോ? പടച്ചവനെ പാറപ്പുറത്ത് ചിരട്ട വരയ്ക്കുന്ന ശബ്ദം. നീങ്ക യാരി എന്നൊരു ചോദ്യം. ഞാനിഞ്ഞ് പുറകോട്ട് മാറി. ഇവൻ നാരദൻ മുന്നോട്ട് നീങ്ങി, പത്രക്കാരൻ മുന്നോട്ട് നീങ്ങി. ഞങ്ങൾ പത്രക്കാരാണ്. ഐഡന്റിറ്റി കാർഡ് ഇരിക്ക് എങ്ക അവൻ എടുത്ത് കാണിച്ച് നോക്കി. ശരിയാ, നീ വാങ്ങ. ഇവരിയാരേ? എന്നെ. അപ്പൊ ഞാൻ മൗലവിയാണോ ഡോക്ടറോ എന്ന് പറഞ്ഞ ഇവൻ വിടൂല, ഉറപ്പാണ്.
ഞാൻ ഇങ്ങനെ എന്താ ഇവനോട് പറയാ? സത്യം പറയാ ഇവൻ വിടൂല, കളവ് പറയാൻ വയ്യാൻ താനും. ഇങ്ങനെ വിശപ്പിച്ച് ഇവന്റെ പാതായം പറഞ്ഞ പത്രക്കാരൻ നാരദരാണ്. ഉടൻ അവനൊരു ശൃഗാല ബുദ്ധി. അവൻ പറഞ്ഞു അവന് മനോരമയുടെ ഫോട്ടോഗ്രാഫറാന്ന് പറഞ്ഞു. ഞാനേ എന്നിട്ട് അവന്റെ തോളെ കിടന്ന് ഈ കുന്തം എടുത്തിട്ട് എന്റെ കയ്യിൽ തന്ന ക്യാമറ. പടച്ചവനെ പലപ്പോഴും എന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് വരെ ഈ സാധനം പ്രയോഗിച്ചിട്ടില്ല. എങ്ങനാ പടമെടുക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുരങ്ങിന്റെ കയ്യിൽ പുതിയ തേങ്ങ കിട്ടിയതുപോലെ ഇവൻ ഈ സാധനം എന്റെ തന്ന് ഞാൻ ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി, ഈ ക്യാമറയുടെ ലെൻസ് ഇവന്റെ നേരെ പിടിച്ച് കണ്ണിലൊക്കെ വെച്ചൊരു കളി കളിച്ചാൽ ഇവൻ ചിലപ്പോൾ എന്നെ അകത്ത് വിട്ടേക്കും. ഞാൻ ഈ ലെൻസ് നേരെ ജംബുലിംഗത്തിന്റെ നേരെ തന്നെ ഇങ്ങനെ പിടിച്ചു. അപ്പൊ അവൻ വിചാരിച്ച് പടം പത്രത്തിൽ വരുന്ന കാര്യമല്ലേ, അവൻ മീശയൊക്കെ ഒന്നുകൂടെ പിടിച്ച് ക്യാമറയൊക്കെ പിടിച്ചു ഇങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചിട്ട് റെഡി എന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ വിചാരിച്ച് പടം എടുത്ത നീയും പോങ്കേ എന്നെയും കേട്ടുവിട്ടു. രക്ഷപ്പെട്ടെ. ഉള്ളിൽ കടന്നു ചെന്നപ്പോ ഈ രാമർപിള്ള അവന്റെ ലാബിന്റെ ഉള്ളിൽ നമ്മളെ കടത്തി വിടൂല. നമുക്ക് പുറത്ത് ഈ സാധനം കാണാം, ഇവന്റെ പ്രിപ്പറേഷൻ കാണാം. ആ വാതിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇവൻ വന്നൊരു കോണിക്കൽ ഫ്ലാസ്ക് എടുത്ത് വെച്ചു, സ്പിരിറ്റ് ലാമ്പ് കത്തിച്ചു, അതിനകത്ത് വെള്ളം ഒഴിച്ചു, കുറെ രാസവസ്തുക്കൾ ഇട്ടു, കുറെ പുല്ലെല്ലാം കൂടി കൊണ്ടുവന്ന് ഇവൻ ഞങ്ങളുടെ നേരെ മുതുവ് തിരിക്കാനകത്തിട്ട് സാധനം ഏതാണ്ട് കാണാതിരിക്കാം. എന്നിട്ടാ ഇബിലീസ് അതിന് കത്തിച്ച് സ്പിരിറ്റ് ലാമ്പ് അങ്ങോട്ട് കത്തിച്ച് ചൂട് പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് റാഡ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇളക്കി. ഈ ഗ്ലാസ് റാഡിന്റെ ഉള്ളിൽ പെട്രോൾ ഒഴിച്ചു വെച്ചിരുന്നൊക്കെ പിന്നീട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. അന്ന് ഞങ്ങൾക്ക് അത് അറിയില്ലായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അവന്റെ റാഡ് പിടിച്ച് നോക്കിയാൽ ഇവൻ ഇങ്ങനെ കറക്കിക്കൊണ്ട് കുറെ നേരം കറക്കിയപ്പോൾ പെട്രോളിന്റെ ഗന്ധം അടിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പ്രോസസ്സിംഗ് കഴിഞ്ഞ് അവൻ ആ പെട്രോൾ എടുത്തിട്ട് ഒരു കുപ്പിയിൽ പകർന്നു കൊണ്ട് തന്നു. നമ്മുടെ പെട്രോൾ ഒരു സാധാരണ ചുവപ്പ് നിറമാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പെട്രോളിൽ. ഇവന്റെ പെട്രോൾ ഒരു മഞ്ഞ നിറമാണ്. ഇത്രയുള്ള വ്യത്യാസം. മറ്റേ ഗന്ധത്തിലോ പ്രയോജനത്തിലോ ഒന്നും യാതൊരു വ്യത്യാസമില്ല. ആ സാധനം കൊണ്ടുവന്ന് ഞങ്ങൾ സ്കൂട്ടറിൽ ഒഴിച്ച് ഓടിച്ചു നോക്കി. ഒരു മിസ്ഫയറിംഗ് പോലും ഇല്ലാതെ വണ്ടി ഓടുകയും ചെയ്തു. അപ്പൊ ഞാൻ കരുതുന്നത് ഇവൻ കണ്ടുപിടിച്ചു തന്നെ. പക്ഷേ അവിടുത്തെ സയന്റിസ്റ്റുകൾ അവനോട് പറഞ്ഞു അതിന്റെ കെമിക്കൽ കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 8ാം ക്ലാസ് ഫെയിലായി ഇവൻ എങ്ങനെ ഇക്വേഷൻ പറഞ്ഞു കൊടുക്കുന്നത്? അവൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അവൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇല ഏതാന്ന് ഞാൻ പറയാം, എനിക്ക് പേറ്റന്റ് ഇതാണ്. ഇവൻ മരം കൊടുക്കുകയില്ല. അള്ളാഹു ഇങ്ങനൊരു കളി കളിച്ച് വെച്ചിരിക്കുകയാണ്. കാരണം ഇവനൊട്ട് പേറ്റന്റ് കിട്ടത്തുമില്ല, ശാസ്ത്രജ്ഞന്മാരിൽ അംഗീകരിക്കത്തുമില്ല, വ്യാപകമായി ഇന്ധനം വ്യാപരിക്കത്തുമില്ല. കാരണം ആ ഇന്ധനം അവിടെ വ്യാപരിച്ചാൽ ഈ കാണുന്ന ഈ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ ഈ നാടിന് നഷ്ടപ്പെട്ടു പോകും. പച്ചല മാറ്റി ഒരു ഇന്ധനം അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന കോട്ടകൊത്തലകളും ബിൽഡിങ്ങുകളും ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവനോപാധിയും അള്ളാഹുവിന്റെ ഭവനങ്ങൾ, ഇത്ര വിശാലമായ പള്ളികൾ, ഇത്ര എയർ കണ്ടീഷൻ ചെയ്ത പള്ളികൾ, കാർപ്പറ്റുകൾ, കയറിയാൽ ഇറങ്ങാൻ തോന്നാത്ത ഭവനങ്ങൾ, നമ്മുടെ നാടുകളിൽ എന്നല്ല ലോകത്തെമ്പാടുമുള്ള ഭവനങ്ങളും ദീനീ സേവനങ്ങളും നടക്കുന്ന ഈ രാജ്യത്തിന്റെ നിയമത്ത് ഇങ്ങനത്തെ ഒരു ഇന്ധനം കണ്ടുപിടിച്ചെങ്കിൽ അതോടെ പൊട്ടിയില്ലേ? അള്ളാഹു അതുകൊണ്ട് പിള്ളയെ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ ഉടക്കി ഇവിടെ വെച്ചിരിക്കാം. ആണോ? ഇതാണ് പഠിച്ചോന്റെ പരിപാടി. അതുകൊണ്ട് ആ ഇന്ധനത്തിന്റെ കുത്തക അല്ലാഹു ഈ രാജ്യങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് അവർക്ക് അറബി ഭാഷയും അല്ലാഹു അങ്ങോട്ട് കൊടുത്തു. മാത്രമല്ല ലോകത്തിന്റെ മാർക്കറ്റിംഗ് ഭാഷ ഇന്ന് അറബിയല്ലേ? മാർക്കറ്റിംഗ് ഭാഷ അറബിയാണ്. അറബി ഭാഷ ലോകത്തിന്റെ മാർക്കറ്റിംഗ് ഭാഷയാണ്. ഏതൊരു മുന്തിയ ഉൽപ്പന്നത്തിൽ ഇപ്പൊ അറബി ഭാഷയിൽ എഴുതണം. നമ്മൾ തെരുവിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാം ലിപ്ടൺ ചായ നമ്മൾ അവിടുന്ന് കയറ്റി അയക്കുന്ന ലിപ്ടൺ ഇംഗ്ലീഷ് എഴുതിയാൽ പറയാം കോപ്പടാന്ന് പറയും. അതിനകത്ത് എഴുതണം ലിബത്തൂൻ അല്ലെ? മുന്തിയ വാച്ചുകൾക്കുള്ളിൽ ഇംഗ്ലീഷിലാണ് വേണ്ട ഡേറ്റ് സൺ മൺ ടു എന്നൊക്കെ എഴുതി വെക്കുവാൻ. സൺഡേ മൺഡേ ട്യൂസ്ഡേ അല്ലേ? അതിൽ മുഴുവൻ ഇതാ യൗമുൽ അഹദി ഇസ്നൈനി സലാസ അറബിയാണ് എഴുതി. അറബി ഭാഷ ലോകത്തിന്റെ കമ്പോള ഭാഷയാക്കി. അറബി ഭാഷയിൽ എഴുതിയ വാച്ചുള്ള മുസ്ലിങ്ങൾ പോലും തിരിച്ചു വെച്ചിരിക്കുന്നത് സൺഡേ മൺഡേ. പിന്നെ ഇത് ആർക്ക് വെക്കാനായി അറബി? ആർക്ക് വെക്കാനായി അറബി ഭാഷ ലേഖനം ചെയ്തിരിക്കുന്നത്? ഇവിടെ കാഫിര്യങ്ങൾ വെക്കുമോ ഇത്? ഇല്ല. അതുകൊണ്ട് നമ്മുടെ വാച്ചുകൾ സൺഡേ മൺഡേ ട്യൂസ്ഡേ യൗമുൽ അഹദി ഇസ്നൈനി എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ചുമപ്പക്കത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ അറബി തിരിച്ചു വെക്കണ്ടേ? അതുകൊണ്ട് അറബി ഭാഷയുള്ള വാച്ചുകൾ മുഴുവൻ അത് തിരിച്ചു വെച്ചോണം അല്ലേ? ഭാഷയോട് സ്നേഹിക്കണം. നിങ്ങൾ അഹിബ്ബുൽ അറബി ലിസലാത്തിൽ അന്നി അറബിയൻ വൽ ഖുർആനു അറബിയുൻ വൽ കലാമു അഹ്ലുൽ ജന്നത്തി അറബിയുൻ എന്ന് ഖാല റസൂലുള്ളാഹി. അറബി ഭാഷ അല്ലാഹുവിന്റെ റസൂലിന് 3 കാരണങ്ങളാൽ ഇഷ്ടമാണ്. ഒന്ന്, ഞാൻ അറബിയാണ്, ഖുർആൻ അറബിയാണ്, സ്വർഗ്ഗവാസികളുടെ ഭാഷയും അറബിയാണ്. അതുകൊണ്ട് നമ്മൾ അറബി ഭാഷ ഇഷ്ടപ്പെടണം. കണ്ടോ? അങ്ങനത്തെ ഭാഷയാണ് അത്. ഖുർആൻ അവതരിപ്പിച്ച ഭാഷ. അത് എക്കാലവും അല്ലാഹു നിലനിർത്തിയിരിക്കുക. മാത്രമല്ല അത് എഴുതാൻ എന്തൊരു സ്പീഡാണ്. വലത്തു നിന്ന് ഇടത്തേക്ക് എഴുതുന്നത്. വലത്തു നിന്ന് ഇടത്തേക്ക് എഴുതുന്ന സ്പീഡ് കൂട്ടാന് വേഗത്തിൽ എഴുതാം. ഇവിടുന്ന് അങ്ങോട്ട് എഴുതുന്നതിനാണോ സ്പീഡ്, അവിടുന്ന് ഇങ്ങോട്ട് എഴുതുന്നതിനാണോ? അവിടുന്ന് ഇങ്ങോട്ട് എഴുതുന്നതിന് തന്നെ. കാരണം എന്താണെന്നറിയോ? ഇവിടുന്ന് അങ്ങോട്ട് തള്ളുന്നതിനാണോ ശക്തി കൂടുതൽ, അതോ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നതിനാണോ? ഇവിടുന്ന് അങ്ങോട്ട് തള്ളിയ സകല ഭാഷ എഴുതുന്നത്. അറബി ഭാഷ അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചെഴുതുന്നത്. ഇങ്ങോട്ട് പിടിച്ച് വലിക്കുന്നതിനാ പവർ കൂടുതൽ. അതുകൊണ്ടല്ലേ നമ്മുടെ നാടുകളിൽ വടം വലി മത്സരം വെച്ചിരിക്കുന്നത്. എന്തേ കട തള്ളു മത്സരം വെക്കുന്നില്ല? ശക്തി അറിയണം. ഇങ്ങോട്ട് പിടിച്ച് വലിക്കണം, കൂട്ടമായി ഇങ്ങോട്ട് പിടിച്ച് വലിക്കണം. അല്ലാഹു കൊണ്ട് തിരുവനന്തപുരത്ത് പോലീസ് മീറ്റ് നടന്നപ്പോ ഒരു വലിയ പോസ്റ്റർ കണ്ടു. കൊമ്പനാനയും കേരള പോലീസും വടം വലിക്കുന്നു. കൊള്ളാമല്ല പരിപാടി. ഞങ്ങൾ അന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാം കൂടെ കാണാൻ പോയി. കൊമ്പനാനയും പോലീസും കൂടെ വടം വലിയോ? നല്ല രസമായിരിക്കുന്നു. നോക്കിയപ്പോൾ ഒരു കുട്ടി കൊമ്പൻ, 6-7 വയസ്സുള്ള ഒരു ചെറിയ കൊമ്പൻ, 40 പോലീസ് ഒരു സൈഡിലും ഒരു കൊമ്പൻ ഒരു സൈഡിലും. വടം കയ്യിലോട്ട് കൊടുത്തു. വിസിലടിച്ചപ്പോഴത്തേക്ക് പോലീസുകാരെല്ലാം കൂടെ വലിച്ചു. ആന മുന്നോട്ട് നിരങ്ങി. എന്തൊരു കൂവലും ബഹളമായിപ്പോയി. എടാ, കേരള പോലീസ് ആനയെ വലിച്ചിരിക്കുന്നു. സംഭവം എന്താണെന്നറിയാമോ? ഇത് കളിയാണെന്ന് ആനയ്ക്ക് മനസ്സിലായില്ല.
മനുഷ്യന്മാരെല്ലാം കൂടെ വലിച്ച് അവൻ അങ്ങ് നീങ്ങിക്കൊടുത്തതാ. ജനങ്ങളെല്ലാം കൂടെ വിസിലടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയപ്പം ആനയ്ക്ക് മനസ്സിലായി ഇതൊരു കളിയാണല്ലോ, എടാ ഇവന്മാരെന്നെ തോപ്പിച്ചോ. പാപ്പ എന്തൊക്കെ ഉപദേശിച്ചും കൊടുത്തു. ആന നടന്നാലും അങ്ങോട്ട് ഉറപ്പിച്ചാരാറ്റാ പിടി 40 പോലീസ് മത്തി അടുക്കുന്നത് പോലെ. അതാ വാട്ടം വലി, ഇങ്ങോട്ട് പിടിച്ചു വലിക്കലാണ് ശക്തി. അതുകൊണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഇടുന്ന അറബി ഭാഷക്കാ ശക്തി. ആ ഭാഷയിൽ അല്ലാഹു തആല ചുരുക്കി പറഞ്ഞാൽ മതി. അലക എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം ഖിയാമത്ത് നാൾ വരെ പറഞ്ഞ അവസാനിക്കോ? അങ്ങനത്തെ ഭാഷ അല്ലാഹു ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ അലക്കത്തിനെ പിന്നല്ലാഹു എന്തു ചെയ്തു? ഫഹലകിനൽ അലകത മുളുഗ, പിന്നതിനെ മുളുഗത്താക്കി. മലക എന്ന് പറഞ്ഞാൽ ചവച്ചു, മുളിക എന്ന് പറഞ്ഞാൽ മലകയുടെ മജ്ഹൂല്, മുളുഗത്ത് എന്ന് പറഞ്ഞാൽ ചവച്ചെടുത്ത സാധനം അല്ലേ? ചവച്ചെടുത്ത സാധനം പോലെയാണ് ഇരിക്കുന്നത് 3-ാമത്തെ മാസത്തെ ഭ്രൂണം. ബോറിസ് ബുക്കായുടെ പുസ്തകമൊക്കെ പരിശോധിച്ച് നോക്ക്. 3-ാമത്തെ മാസത്തെ ഭ്രൂണത്തെ സംബന്ധിച്ച് എഴുതിയത് ഇറ്റ് ഈസ് സിമിലർ ടു ചൂയിഡ് ഫ്ലഷ്. ചവച്ചെടുത്ത മാംസം പോലെ, ഫൈബേഴ്സ് ആയിട്ട് ഒരുമാതിരി ചവച്ചെടുത്ത മാംസം പോലെയാണ് 3-ാമത്തെ മാസത്തെ ഭ്രൂണത്തിന്റെ അവസ്ഥ എന്ന് ശാസ്ത്ര പുസ്തകങ്ങൾ എഴുതുന്നു. അള്ളാഹു ആ പദമാ പ്രയോഗിച്ചത്. ഈ മുളുഗത്തായിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു പറയുകയാണ്, മുളുഗത്തായിരിക്കുന്ന അവസ്ഥയിൽ മിൻ മുളുഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ, ചില അവയവങ്ങൾ പടക്കപ്പെട്ടതായും ചിലത് പടക്കപ്പെടാത്തതായും 2 കോലത്തിലാണ് ഇരിക്കുന്നത് 3-ാമത്തെ മാസത്തെ ഭ്രൂണം. വൈദ്യശാസ്ത്രം എന്തോ പറഞ്ഞു? ഗ്രേസ് അനാട്ടമി. ഗ്രേസ് അനാട്ടമി എന്ന് പറയുന്നത് മനുഷ്യ ശരീര ശാസ്ത്രത്തിന്റെ ആധികാരിക പുസ്തകം. ഈ അകലം വരും, ഒരു 10 കിലോ ഭാരം വരുന്ന പുസ്തകമാണ് ഗ്രേസ് അനാട്ടമി. ഗ്രേസ് അനാട്ടമിയിൽ 3-ാമത്തെ മാസത്തെ ഭ്രൂണത്തല്ല, ഭ്രൂണശാസ്ത്രം വിശദീകരിച്ചപ്പോൾ എഴുതി, ഡിഫറൻഷ്യൽ ഗ്രോത്ത് റേറ്റ്സ് ഹാസ് ബീൻ ഇന്റിമേറ്റഡ് ആർ an essential feature of different stage of embryonic development. For example, if in an area of loose mesenchymatous tissue a locus with highly proliferated occurs surrounded by progressively lower rate എന്ന് നെടുതാ പറഞ്ഞ് ഈ കാര്യമാണ് അള്ളാഹു പറഞ്ഞത്. മിൻ മുളുഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ പറഞ്ഞപ്പോ കേസൊക്കെ തീർന്നു. കാരണം ഇത് അറബി ഭാഷയാണ്, കുറച്ച് പറഞ്ഞാൽ മതി. കുറഞ്ഞ വാക്കിൽ കൂടുതൽ പറയുന്ന ഭാഷയാണ് അറബി ഭാഷ. അതിൽ ഇത്രയും പറഞ്ഞാൽ മതി. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒരുപാട് നീട്ടിപ്പരത്തി പറയണം. വാലും ജയിലും ഇല്ലാത്ത ഭാഷ ഇംഗ്ലീഷ് ഭാഷ. കോഴിക്കോടെന്ന് എങ്ങനെ എഴുതും? CALICUT. എങ്ങനെ വായിക്കണം? സാലി സൂട്ട്. സാലി സൂട്ട് എന്ന് എഴുതുക, കാലിക്കട്ടെന്ന് വായിക്കുക, കോഴിക്കോടെന്ന് അർത്ഥം വയ്ക്കുക. അത് ആ ഭാഷയുടെ നോക്കടാ. അല്ലോ കേണൽ എങ്ങനെയായിരുന്നു? COLONEL. കൊളോണൽ എന്ന് എഴുതുക, കേണൽ എന്ന് വായിക്കുക. ഇങ്ങനൊക്കെ അതിന്റെ കുഴപ്പം അല്ലേ? അവിടെ എക്സിബിഷൻ, കൊല്ലത്ത് എക്സിബിഷൻ നടന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു, ഹാങ്ങിങ് ബ്രിഡ്ജ്. അല്ലോ ഹാങ്ങിങ് ബ്രിഡ്ജ് അല്ല, എന്നാ സസ്പെൻഷൻ ബ്രിഡ്ജ്. സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു ഏത് പാലമാ സസ്പെൻഡ് ചെയ്തത്. അടുത്ത് നിന്ന് നോക്കിയപ്പോ തൂക്കുപാലത്തിന്റെ പേരാ സസ്പെൻഷൻ ബ്രിഡ്ജ്. തൂക്കുപാലം, സസ്പെൻഷൻ ബ്രിഡ്ജ്. ഇങ്ങനെയല്ലോ പാലക്കാട് ജില്ലയിൽ നമ്മൾ മണ്ണാർക്കാടുകാർക്ക് സദസ്സിക്കാണ്. മണ്ണാർക്കാട് വയറിന് പോയപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ വായിച്ചു, കാർ ഫെസ്റ്റിവൽ സ്റ്റാർട്ടഡ്. പാലക്കാട് ജില്ലയിൽ കാർ ഉത്സവം തുടങ്ങിയിരിക്കുന്നു. അതോ അതെന്തൊരു ഉത്സവമായിരിക്കും? എല്ലാ ജാതി കാറും കാണുമല്ലോ. ടാറ്റ, സീറ, പിന്നെ ബെൻസ്, പിന്നെ അംബാസഡർ, പിന്നെ ഒരുമാതിരി കാറ് അല്ല, ഒരു മാരുതി കാറ് അല്ലേ? ഇതെല്ലാം കാണൂല. പടച്ചോനെ വണ്ടികളുടെ ഉത്സവം കാണന്നെ എന്ന് തീരുമാനിച്ച് കുട്ടികളെ വിളിച്ചിട്ട് ഈ പേപ്പർ കാട്ടിയിട്ട് പറയും ഇത് എവിടെയാണ് ഉത്സവം നടക്കുന്നത് പറയും. അപ്പൊ അവർ വായിച്ചിട്ട് ഉസ്താദ് ഇത് കൽപ്പാത്തിയിലാണ്. ഉസ്താദ് ഇത് കാർ മത്സരമല്ല, പിന്നെയോ രഥോത്സവമാ. കൽപ്പാത്തി രഥോത്സവം. അത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ കാർ ഫെസ്റ്റിവൽ എന്നാ, രഥോത്സവം. എന്തൊരു ഭാഷയാണ് അത്? ആ ഭാഷയെ പറഞ്ഞപ്പോഴാണ് ഇത്രയും നീളത്തിൽ പറയേണ്ടി വന്നത്. ലുഗത്തിൽ ഇംഗ്ലീഷി, ലുഗത്തിൽ ഇബിലിസി എന്ന് മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർത്തുപോയി ഈ തരുണത്തിൽ. അവിടെ ഒരിക്കൽ പറഞ്ഞ വാഴക്കാട് വെച്ച് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാ ലുഗത്തിൽ ഇംഗ്ലീഷി, ലുഗത്തിൽ ഇബിലിസി എന്നാ കേട്ടിരിക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറയാ ഈ നരകത്തിന്റെ ഭാഷ ഇംഗ്ലീഷ് ആണോ എന്ന് എനിക്കൊരു സംശയം. അവിടുന്ന് അത് പറഞ്ഞ കാലം മുതൽ എനിക്കും സംശയമാണ്. കാരണം എന്താണെന്നറിയോ? അവിടുന്ന് ആരാണ് അല്ലേ? നമുക്കറിയത്തില്ല, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യനല്ലേ. അള്ളാഹുക്ക് ഒരാൾ 100 റുപ്യ കൊടുത്ത് എവിടെയോ പോയപ്പോൾ 100 റുപ്യ അവിടത്തേക്ക് കൊടുത്തപ്പോ എന്തിനാണോ 100 റുപ്യ? ഇവിടത്തേക്ക് ചായ കുടിക്കാനാന്ന് പറഞ്ഞു. ചായ അല്ല, ഭൂമി വരണമെന്നല്ല, ഭൂമി ഉണ്ട പോലിരിക്കുകയാണെന്ന് ഹൗസുല്ലാദ മശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആണ് പറഞ്ഞത്. 900 കൊല്ലത്തിന് അപ്പുറം, പിന്നെ 400 കൊല്ലത്തിനപ്പുറം ഗലീലിയോ ടെലസ്കോപ്പ് ഉണ്ടാക്കിയത്. ഹൗസുല്ലാദിന്റെ മുമ്പിൽ എന്തൊരു ടെലസ്കോപ്പാണ് ഉള്ളത്? എന്ത് ടെലസ്കോപ്പാണ് ഉള്ളത്? ശാസ്ത്രം എന്തെങ്കിലും ടെലസ്കോപ്പ് ഉണ്ടോ? സാറ്റലൈറ്റ് ഉണ്ടോ? ബഹിരാകാശത്തിൽ പോയോ? എവിടെയെങ്കിലും പോയോ? ബഗ്ദാദിന്റെ മണ്ണിൽ 4 അടി ഉയരമുള്ള ഈ മനുഷ്യൻ എങ്ങനെയാ ഇത് പറഞ്ഞത്? അതാ അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾക്ക് ചില കണ്ണുണ്ട്, ഹൃദയത്തിന്റെ ചില കണ്ണ്. ആ കണ്ണുകൊണ്ട് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങൾ പലതും കാണും. മനുഷ്യർ കാണാത്തത് പലതും കാണാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കണ്ടിട്ട് പറഞ്ഞതാണ്. ഏതാ സംഭവം? ഇതൊക്കെ തെളിവല്ലേ? അപ്പൊ ചില പറയും എന്തിയ രേഖ? ചില കാര്യം രേഖയില്ലാതെ വിശ്വസിക്കണം, രേഖയില്ലാതെ വിശ്വസിക്കണം. നമ്മുടെ ഉമ്മ പ്രസവിച്ച് എഴുതി നടക്കാറായി നമുക്കൊരു വകതിരിവും ബോധം വന്നപ്പോ ഉമ്മ നമ്മുടെ ഉപ്പായെ കാണിച്ചെന്നിട്ട് പറയാം, മോനെ ഇത് നിന്റെ ഉപ്പയാണ്, ഉമ്മ രേഖ കഴിഞ്ഞതാ എന്ന് പറയാൻ പറ്റുമോ?
അതൊക്കെ രേഖയില്ലാതെ വിശ്വസിക്കണം ചില കാര്യം. ഇത് രേഖയില്ലാതെയും വിശ്വസിക്കുന്ന കാര്യമാണ്. ചിലതിന് ഇതിന് രേഖയുണ്ട് ഇല്ലെന്നല്ല നമ്മുടെ വിഷയം, അതൊന്നുമല്ല. പറഞ്ഞു വന്നത് ഇതൊന്നും പറയാൻ വേണ്ടിയല്ല വന്ന് മാലയെ പറ്റി പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞു കടന്നു പോയതാ. ഞാനിതൊന്നും പറയാതെ ശരിക്കും ശാസ്ത്രീയം മാത്രം സംസാരിച്ചോണ്ട് വരാം. ഇന്നലത്തെ കൂട്ടപ്രാർത്ഥനയും ബഹളവും ആൾക്കൂട്ടം എല്ലാം കൂടെ കണ്ടപ്പോൾ ചിലർക്ക് ചില ഇളക്കം തുടങ്ങി. ഇസ്ലാമിക് സെന്ററിൽ ഫോൺ വിളിച്ചിട്ടൊക്കെ ചിലത് പറയുന്നത് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ രണ്ട് കൊട്ടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചത്. ഇനി ഏതായാലും പറയാ, എന്നാ കൊട്ടി പോട്ടെന്ന് വിചാരിച്ചു. അതെന്റെ കാര്യമല്ല, വേറൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് കയറി പണിയാൻ വന്നെങ്കിലേ ഞാൻ തിരിച്ചു പോരാ, അല്ലേ പണിയൂല. പറഞ്ഞു വന്ന വിഷയം ഇതൊന്നും അല്ല, ഇരിക്കട്ടെ. അങ്ങനത്തെ ന്റെ കറാമത്തുകൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നമ്മളെ ഒരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. അതാണ് വിഷയം. എന്താണ് പാഠം? അവരെങ്ങനെ ഈ നിലയിലെത്തി എന്നുള്ളതാണ് പാഠം. അതാണ് നമ്മൾ പഠിക്കേണ്ട പാഠമല്ല. കറാമത്തുകൾ കേട്ടു, അത്ഭുതപ്പെട്ടു, അങ്ങനെ അങ്ങ് പോയാ പോരാ. അതിന്റെ പിന്നിൽ അവർ പെട്ട പ്രയാസം മനസ്സിലാക്കണം. 40 വരെ പറഞ്ഞോവർ നന്നായി 90 കാലം ഇരുന്നോവർ നലവേറും വിഷാദോ എഴുതോരോതുവാലെ 40 വർഷം സുബഹിതൊഴുതോവർ. 40 കൊല്ലക്കാലം ഇശാനിക്കരിച്ച് ഒന്നുകൊണ്ട് സുബഹിക്കരിച്ചത്. ഇശാനിക്കരിച്ച് ഒന്നുകൊണ്ട് സുബഹിക്കരിക്കണമെങ്കിൽ ഉറങ്ങിയിട്ടില്ല എന്ന് സാരം. രാത്രിയെ ഹയാത്താക്കണം. ഇതാ പറഞ്ഞു വന്നതിന്റെ മുഴുവൻ സാരം ഇത് മാത്രമേ ഉള്ളൂ. രാത്രികളെ ഹയാത്താക്കണം. വിശേഷിച്ചും ഇത് വെള്ളിയാഴ്ച രാവാണ്. അള്ളാഹു ആഴ്ചകളെ അലങ്കരിച്ച വെള്ളിയാഴ്ചയുടെ രാവാണ്. ഈ രാത്രിക്ക് പകലിനേക്കാൾ അള്ളാഹു ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. ആ രാത്രിയെ ഹയാത്താക്കണം. റമദാന്റെ രാവിന് പകലിനേക്കാൾ പ്രാധാന്യം രാവിനാണ്. പകൽ പട്ടിണിയിരിക്കുന്ന നോമ്പ് അത് പ്രാധാന്യമാണ്. അതിനേക്കാൾ പ്രാധാന്യം രാത്രിക്കാണ്. കാരണം ലൈലത്തുൽ ഖദ്ർ ഇറങ്ങുന്നതും ഒരു രാത്രിയിലാണ്. ലൈലത്തുൽ ഖദ്ർ രാവുകളെ അല്ലാഹു അലങ്കരിച്ചത് വെള്ളിയാഴ്ച രാവ് കൊണ്ടാണ്. ഒരുപാട് സവാബ് വെച്ചിരിക്കുന്നത്, ഒരുപാട് കൂലി വെച്ചിരിക്കുന്നത് ലൈലത്തുൽ ഖദ്ർ അതും രാത്രിയാണ്. അതുകൊണ്ട് രാത്രിയിൽ ദീർഘമായി നിസ്കരിക്കാനാണ് രാത്രി തന്നിരിക്കുന്നത്. ആ വെള്ളിയാഴ്ച രാവിലാണ് നമ്മുടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് ദുആക്കുത്തരമുള്ള രാവാണ്. ഈ പകലിനേക്കാൾ ശ്രേഷ്ഠമാണ് രാവ്. ഒരു ദിവസം ആരംഭിക്കുന്നത് രാത്രി മുതലാണ്. ആധുനിക ശാസ്ത്രത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ഒരു പാതിരാ മുതൽ അടുത്ത പാതിരാ വരെയാണ് ഒരു ദിവസം. ഒരു രാത്രി 12 മണിക്ക് എല്ലാ കണക്കുകളും അനുസരിച്ച് പാതിരാത്രി 12 മണിക്ക് കൂരിരുളിൽ ഒരു ദിവസം ആരംഭിക്കുന്നത്. എല്ലാ ശാസ്ത്രക്കാരുടെയും ദിവസം ആരംഭിക്കുന്നത് കൂരിരുട്ടിലാണ്. ഇസ്ലാമിന്റെ ഒരു ദിവസം ആരംഭിക്കുന്നതോ പ്രശോഭമാനമായിരിക്കുന്ന ആകാശം ഏറ്റവും കൂടുതൽ മനോഹരമാകുന്നത് സന്ധ്യാസമയത്താണ്. ആ മഗ്രിബ് മുതലാണ് ഒരു ഇസ്ലാമിന്റെ ദിവസം ആരംഭിക്കുന്നത്. ഇന്ന് മഗ്രിബ് മുതൽ നാളെ മഗ്രിബ് വരെയാണ് ഇസ്ലാമിന്റെ ദിവസം. ഇന്ന് മഗ്രിബായപ്പോൾ വെള്ളിയാഴ്ച ആയി കഴിഞ്ഞു. അടുത്ത മഗ്രിബോട് കൂടി വെള്ളിയാഴ്ച അവസാനിച്ചു. ഒരു മഗ്രിബ് മുതൽ അടുത്ത മഗ്രിബ് വരെയാണ് ഇസ്ലാമിന്റെ ദിവസം പോകുന്നത്. ആയതിനാൽ ഇതിപ്പോ വെള്ളിയാഴ്ച രാത്രി ആയി കഴിഞ്ഞു. ഈ രാത്രി ഹയാത്താക്കണം. എന്തേ? സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ യോഗ്യത കൂടുതൽ പുരുഷന്മാർക്കാ. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅലഹും അലാ ബഅൽ. പുരുഷന്മാർക്കാണ് അല്ലാഹു തആല സ്ത്രീകളെക്കാൾ യോഗ്യത കൂടുതൽ കൊടുത്തത്. അതിന്റെ പ്രധാന കാരണം ഹൈദും നിഫാസും ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് നിസ്കാരവും നോമ്പില്ല. പുരുഷന്മാർക്ക് അങ്ങനെ തടസ്സമില്ല. തടസ്സം ഉണ്ടാകാതെ പടച്ചോൻ കാത്തതാ. എന്താണെന്നറിയാമോ? പഴം ഭക്ഷിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞല്ലോ. ലാ തഖറബാ ഹാദിഹി ശജറ. ഉമ്മാമ എന്നിട്ട് എന്ത് ചെയ്തു? പഴം പറിച്ചിട്ട് ഒരു കഷ്ണം ചവച്ചങ്ങ് വിഴുങ്ങി. ആ സെക്കൻഡിൽ ഹൈലുണ്ടായി. ഞാൻ ഓർത്തു പോവുകയാണ്, അല്ലാഹു ഈ പഴത്തിൽ ചിലപ്പോൾ ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന സ്ത്രൈണ ഹോർമോൺ ആ പഴത്തിൽ ധാരാളം അല്ലാഹു വെച്ചിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കും അത് കഴിക്കട്ടെ അത് പറഞ്ഞത്. ആ ഹോർമോൺ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും മെൻസസ് തടഞ്ഞു പോകുന്ന സ്ത്രീകൾക്ക് മെൻസസ് ആകാൻ വേണ്ടി ആ സൂത്രം കൊടുക്കുന്ന ഈസ്ട്രോജൻ ചേർന്ന മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് ഹൈലുണ്ടാകും. അപ്പൊ ഈ പഴമൊക്കെ കഴിച്ചോട്ടെ ഉമ്മാമക്ക് ആ സെക്കൻഡിൽ ഹൈലുണ്ടായി. ഉപ്പാപ്പായി ഒരു കഷ്ണം എടുത്ത് ചവച്ചിറക്കി. തൊണ്ടക്കുഴി ചെന്നപ്പോഴത്തേക്ക് ഇത് താഴോട്ട് പോയ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഹവ്വാ റളിയല്ലാഹു അൻഹ എന്തെന്നറിയാമോ? പെട്ടെന്ന് ആദം നബി അലൈഹി സ്വലാമിന്റെ കഴുത്തെ കുത്തി അങ്ങ് പിടിച്ചു. കാരണം ഇതങ്ങ് കഴിച്ചു കഴിഞ്ഞ് ആദം നബി അലൈഹി സ്വലാം ചവച്ച് തിന്നോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവർക്ക് ഹൈലുണ്ടായത്. അപ്പൊ ഇനി ഇതങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ മൂപ്പിലാനും ഈ കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് എന്നെ ഉമ്മാമ എന്ന് കഴുത്തെ കയറി കുത്തി പിടിച്ചു. പഴം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ അങ്ങനെ ആദം നബി അസ്സബയ്യാത്ത് എന്ന കിതാബിൽ ഈ രംഗം വർണ്ണിച്ചിട്ടുണ്ട്. ആ പഴം താഴേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഉമ്മാമ കഴുത്തെ കുത്തി പിടിച്ചപ്പോൾ ആദം നബി അലൈഹി സ്വലാമിന്റെ കഴുത്തിൽ ഒരു മുഴയുണ്ടായി. ആ മുഴ പുരുഷന്മാർക്കെല്ലാം ഉണ്ട്. കഴുത്തിൽ മുഴ. ഈ കഴുത്തിലെ മുഴയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേരെന്താണെന്നറിയാമോ? ആദംസ് ആപ്പിൾ എന്നാ. ആദം നബി അലൈഹി സ്വലാം ആപ്പിൾ എന്നപ്പോൾ ഉണ്ടായ മുഴയായിരുന്നാ. അങ്ങനെ ഉണ്ടായ മുഴയായി. പുരുഷന്മാർക്കെല്ലാം ഉണ്ട്. അതുകൊണ്ട് എന്താ ഈ പഴം താഴേക്ക് ഇറങ്ങിയില്ല? പടച്ചോൻ കാത്തെന്ന് പറഞ്ഞാൽ മതി. അല്ലാഹു അക്ബർ. അതെങ്ങാനും ഉപ്പാപ്പ കഴിച്ചപ്പം താഴോട്ട് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ ഗതികേടായി. അയ്യേ, പിന്നെ മാസം തോറും ഈ കെയർ ഫ്രീ ഒക്കെ വാങ്ങിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. പടച്ചോൻ കാത്തെന്ന് പറഞ്ഞാൽ മതി അല്ലേ? അപ്പൊ ഹൈദ് നിഫാസ് തുടങ്ങിയ തടസ്സങ്ങൾ സ്ത്രീകൾക്കുണ്ട്, പുരുഷന്മാർക്കില്ല. ആയതിനാൽ ഹൈദും നിഫാസും വരുമ്പോൾ സ്ത്രീകൾക്ക് നിസ്കാരവും നോമ്പുമില്ല. പുരുഷന്മാർക്ക് ഒരു തടസ്സമില്ലാത്തത് കൊണ്ട് അവർക്ക് എപ്പോഴും നിസ്കരിക്കുക നോമ്പെടുക്കുക ചെയ്യാം. ആയതിനാൽ നിസ്കാരവും നോമ്പും മുടങ്ങാതെ സ്വീകരിക്കാൻ കഴിയുന്ന പുരുഷന്മാർക്ക് അല്ലാഹു തആല സ്ത്രീകളെക്കാൾ യോഗ്യത കൂടുതൽ കൊടുത്തു. രാത്രിയിൽ ഒരു നേരത്തെ നിസ്കാരം കറാഹത്തില്ല. പകലിന്റെ ചില സമയങ്ങളിൽ നിസ്കാരം കറാഹത്താണ്. അതുകൊണ്ട് പകലിനേക്കാൾ യോഗ്യത രാത്രിക്കാണ്.
അങ്ങനത്തെ രാത്രികാലങ്ങളിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് ദീർഘമായി നിസ്കരിക്കണം. ദീർഘമായി നിസ്കരിക്കണം. ഔറാദുകൾ ചൊല്ലണം, അതുക്കാറുകൾ ചൊല്ലണം, ഓതണം. അങ്ങനെ പലതും ചെയ്യണം. അല്ലാതെ ഉറക്കൊഴിക്കണം. റമദാനിൽ ഉറക്കൊഴിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞല്ലോ, ശരി. എന്നാ പിന്നെ മാർക്കറ്റിലൂടെ ഒക്കെ നടന്നു കളയാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അതും ഇതൊക്കെ വായിച്ച് തിന്ന് ഞാൻ ചുറ്റിയാൽ അങ്ങനല്ല. രാത്രിയിൽ ഇബാദത്തുകൾ കൊണ്ട് രാത്രികളെ ഹയാത്താക്കണം. റമദാന്റെ രാവുകൾ സമ്പാദിക്കാൻ വരെ ശ്രമിക്കണം. അത് എത്ര സമ്പാദിച്ചാലും മതിയാകില്ല. അല്ലപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ആണും പെണ്ണും തുല്യമാണെന്നും പറയും മുദ്രാവാക്യം വിളിച്ചവരടക്കം. ഇപ്പം സുഗതകുമാരിയും മറ്റേ മാധവിക്കുട്ടി അവരൊക്കെ പറയുന്നത് എന്താ, ആണും പെണ്ണും തുല്യമാണ്. സ്ത്രീ വിമോചന പ്രസ്ഥാനമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ അവിടെ. ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭാര്യ ചിലപ്പോൾ കൊടിയൊക്കെ അവിടെ റോഡിൽ ഇറങ്ങി നിൽക്കും. ചിലപ്പോൾ ഞാൻ നിങ്ങളും തുല്യമാതൊക്കെ ചിലപ്പോൾ പറയാം. അങ്ങനെ വരെ എത്തിയിരിക്കാം കേസ്. എങ്ങനെ തുല്യമാകും? ഖുർആൻ പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലന്നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. പുരുഷന്മാരെ സകല കാര്യത്തിലും അല്ലാഹു തആല സ്ത്രീകളെക്കാൾ മുൻപന്തിയിലാക്കി. ഒരു വിഷയത്തിലല്ല, സകല വിഷയത്തിലും. ഒരു കാര്യത്തിൽ പോലും പുരുഷന് തുല്യമായിട്ട് സ്ത്രീകൾക്ക് വരാൻ സാധ്യമല്ല. എല്ലാ വിഷയത്തിലും ധൈര്യം, പുരുഷനോളം ധൈര്യം സ്ത്രീകൾക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ രാത്രി ഇവിടൊക്കെ കുഴപ്പമില്ല. കാരണം ഖുർആന്റെ നിയമം വെച്ച് ഭരിക്കുന്ന ഈ നാടുകളിൽ രാത്രി 1 മണിയോ 2 മണിക്കോ ഒക്കെ ഒറ്റയ്ക്ക് ഒരു പെണ്ണിന് ഇതിലെ പോയാൽ ഒരു കുഴപ്പമില്ല. ആരും കമന്റ് ചെയ്യൂല. കമന്റ് ചെയ്താൽ വിവരം അറിയാം. അതാ കാര്യം, അല്ലേ? അതാ കാര്യം. നമ്മുടെ നാട്ടിലോ 1 മണിയൊന്നും ആകണ്ട, പകല് പോലും പെണ്ണുങ്ങൾക്ക് അടക്കാൻ വയ്യ. ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണിനൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. അവർക്ക് ധൈര്യം ഉണ്ടോ തന്നെ ഇറങ്ങാൻ? ഇല്ല. അവളാ വാദപ്പടിയെ വന്നിങ്ങനെ പിടിച്ചുകൊണ്ട് വിളിക്കും, ഭർത്താവിനെ വിളിക്കും. പിന്നെ കണ്ടേ കേട്ടോ വർഗീയോ, ഭർത്താവിന്റെ പേരാ ഇതൊക്കെ, അല്ലേ? ഈ വിളിയൊക്കെ വിളിക്കുക എന്തിനാ? കാരണം ഇവക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഭർത്താവിന്റെ തുണ വേണം. തനിച്ചിറങ്ങാൻ ധൈര്യമില്ല, ഒറ്റയ്ക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല. അതുകൊണ്ട് ഭർത്താവിനെ തുണയ്ക്ക് വിളിക്കുക. തരിച്ചൊന്ന് രാത്രി യാത്ര ചെയ്യാൻ ഒരു പെണ്ണിന് ധൈര്യമില്ല. അങ്ങനെ യാത്ര ചെയ്താലോ പിന്നെ പല സംഭവങ്ങളും ഉണ്ടാകും. പിന്നെ എന്താണ്, സൂര്യനെല്ലി, കോഴിക്കോട്, വളാഞ്ചേരി പോലൊക്കെ പല സംഭവങ്ങളും ഉണ്ടായി. അങ്ങനെയാ കേസ്. എന്നാൽ രാത്രി തനിച്ച് ഒരു യാത്ര ചെയ്യാൻ പെണ്ണിന് ധൈര്യമില്ല. കരിക്ക് ഞുറുക്കിക്കൊണ്ടിരിക്കാതെ വെച്ചോ. അപ്പൊ കത്തി കൊണ്ടിട്ട് അവരെ കൈ ഒന്ന് പൊട്ടി 2 തുള്ളി ചോര വന്നു. ഈ പെണ്ണെന്ത് ചെയ്യും? മാറത്തടിച്ച് നിലവിളിക്കാതെ ഇറങ്ങും. അല്ലോ എന്റെ കൈ മുറിഞ്ഞേ, ഓടി വായോ എന്ന് വിളിക്കും. പെണ്ണിന് ധൈര്യം കുറവാണ്. പുരുഷൻ വിറക് കീറിക്കൊണ്ടിരിക്കുക, കോടാലി തെറ്റി അവന്റെ കാലിൽ കൊണ്ട് ചക്ക വളക്കുന്ന പോലെ അങ്ങോട്ട് പുളർന്നു. അവൻ നിലവിളിക്കോ? അവൻ പറയും പെണ്ണെ ഇങ്ങോട്ട് വന്നേ, എന്റെ കാല് മുറിഞ്ഞൊന്ന് നോക്കാൻ പറയും. അവൾ തുണി എടുത്തോട്ട് വരാൻ പറയും. അവൾ തുണിയും കൊണ്ട് വരുമ്പോ അല്ലോ ഇതാണോ മുറിവ്, കാല് മുറിഞ്ഞ് ഓടി വായോ എന്ന് അവൾ നിലവിളിക്കും. നെഞ്ചത്തിടി തുടങ്ങും. ഇടി അവക്കും, മുറിവ് നമുക്കും. കാരണം പുരുഷനോളം ധൈര്യം സ്ത്രീക്കില്ല. ധൈര്യം പുരുഷനാണ്, ധൈര്യം കൂടുതൽ. തിരക്കുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് വണ്ടിക്ക് കൈ കാണിച്ച് പ്രതികരണം, പുരുഷനോളം പ്രതികരണ ശേഷി സ്ത്രീക്കില്ല. ഒരു വണ്ടി ഓടി വരുന്ന വണ്ടിക്ക് കൈ കാണിച്ച് ബസ് സ്റ്റോപ്പിൽ ആണും പെണ്ണും കൂടെ കൈ കാട്ടി. KSRTC വണ്ടി നിർത്താതെ പോയി. അതിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. നമ്മുടെ നാട്ടിലെ സ്റ്റേറ്റ് വണ്ടിയുടെ സ്വഭാവം അതാണ്, നിർത്താതെ മക്കളെ. അതിനാണല്ലോ പേര് കൊടുത്തിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ്. ഞാൻ അതിന് പേര് കൊടുത്തിരിക്കുന്ന സൂപ്പർ കില്ലർ എന്നാ. ഒരുപാട് പേരെ അത് കൊന്നിട്ടുണ്ട്. സൂപ്പർ ഫാസ്റ്റ് അത് ഇംഗ്ലീഷിൽ ഒരു അപര്യാപ്തമായ ഒരു പ്രയോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫാസ്റ്റ് പാസഞ്ചർ എന്ന് പറഞ്ഞാൽ തന്നെ വേഗത കൂടിയതാ. പിന്നെന്താ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടോ? വേഗത. പണ്ടൊരെണ്ണം ഇറക്കിയില്ല, എന്താണ് നോൺ സ്റ്റോപ്പ്. പിന്നെ അത് പരിഷ്കരിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ആക്കി. ആരോ പറഞ്ഞു കൊടുത്ത് നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ വിവരമില്ലായ്മ എന്ന് പറഞ്ഞ് ലിമിറ്റഡ് സ്റ്റോപ്പ് ആക്കി. നോൺ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിർത്താത്ത വണ്ടി, ഒരിക്കലും നിർത്താത്ത വണ്ടി. ഞാൻ എറണാകുളത്തൊരു വേദന പോകായിരുന്നു ഈ നോൺ സ്റ്റോപ്പിൽ. രാത്രി 9 മണി കഴിച്ചിട്ടുണ്ട്. ആലപ്പുഴയിൽ വണ്ടി ഇങ്ങനെ വിട്ടടിച്ച് പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൊന്ന് മൂത്രം പാത്രം. അല്ലോ അവൻ ചെന്നിട്ട് കണ്ടക്ടറോട് പറഞ്ഞു, എനിക്ക് വല്ലാതെ വയറുവേദന എടുക്കുന്നു, മൂത്രം ഒഴിക്കാൻ പറ്റിയില്ല, കൊല്ലത്തുനിന്നേ കയറിയതാ, എനിക്കൊന്ന് മൂത്രിക്കണമെന്ന് പറഞ്ഞു. പറ്റൂല, ഇത് നോൺ സ്റ്റോപ്പ് ആണത്. അതോ മൂത്രം ഒഴിക്കാൻ അവകാശമില്ലാത്ത നോൺ സ്റ്റോപ്പ് നിർത്തൂല. ഇനി എറണാകുളത്തെ നിർത്തും. അല്ലോ അവൻ ഒരുപാട് വിഷമിച്ചപ്പോ വയറിങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് കണ്ടക്ടറോട് പറഞ്ഞു, വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ മൂത്രം ഒഴിക്കുമെന്ന് പറയും. അവൻ മിടുക്കൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവൻ മൂത്രം ഒഴിക്കുന്നു പറയപ്പോ കണ്ടക്ടറോടെ ബെല്ലടിച്ച് വണ്ടി നിർത്തി അവനങ്ങ് താഴോട്ട് ഇറങ്ങി നിന്ന് ഒരൊറ്റ പരിപാടി അങ്ങോട്ട് തുടങ്ങി. നല്ലോ നിർത്തും. അവനങ്ങനെ നിർത്താതെ മൂത്രം ഒഴിക്കുക. അപ്പൊ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഒരു വികട കേസരി ചോദിക്കുക, സുഹൃത്തേ അതും നോൺ സ്റ്റോപ്പ് ആണ് ഈ പരിപാടി. അവൻ നിർത്താതെ കത്തിക്കുക സംഗതി, അല്ലേ? അങ്ങനെ നോൺ സ്റ്റോപ്പ്, സൂപ്പർ ഫാസ്റ്റ്, ഇങ്ങനെ കുറെ വണ്ടികൾ. എന്ത് കഷ്ടമായതൊക്കെ ഞാൻ ചിന്തിച്ചു പോകാനാണ്. ബസ് ഓപ്പറേഷൻ പരിപാടി നമുക്ക് വിഷയം അതൊന്നുമല്ല. ഈ സൂപ്പർ ഫാസ്റ്റ് നോൺ സ്റ്റോപ്പ് ഒക്കെ ആണെന്ന് വെച്ചോ. വണ്ടി കൈ കാണിച്ചു, ആണും കൈ കാണിച്ചു, പെണ്ണും കൈ കാണിച്ചു, വണ്ടിയിൽ ഇടമുണ്ട്. അവൻ നിർത്താതെ വിട്ടങ്ങ് പോയി. വിട്ടുപോയി കഴിഞ്ഞാൽ ഈ പുരുഷന്മാരെന്ത് ചെയ്യും? ഡ്രൈവർ കേട്ടില്ലെങ്കിലും വേണ്ടില്ല അവനെ പത്ത് തേറി പറയും, അല്ലേ? പ്രതികരിക്കും. നമ്മൾ അപ്പം പ്രതികരിക്കും. അവൻ വണ്ടി നിർത്താതെ പോയതുകൊണ്ടോ വണ്ടിക്കകത്ത് ഇടമുണ്ട് അവന്ന് പറഞ്ഞ് നമ്മൾ കൊടുങ്ങല്ലൂർ പൂരം ഒക്കെ അവിടെ നിന്ന് പാടും, അല്ലേ? അത്ര ദേഷ്യം പുരുഷന്മാർ ഉടനെ പ്രതികരിക്കും. ഈ പെണ്ണിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? വണ്ടി നിർത്തിയില്ലെങ്കിൽ തിരിഞ്ഞിന് ചിരിക്കും, അയ്യോടി ഈ വണ്ടി നിർത്തിയില്ലേടി, അല്ലേ? അപ്പൊ പുരുഷനോളം പ്രതികരണ ശേഷി സ്ത്രീക്കില്ല. ഉണ്ടോ? ഇനി ശാസ്ത്രം പറയുകയാണ് പുരുഷന്റെ തുല്യമല്ല സ്ത്രീകൾ. ഒരിക്കലും സ്ത്രീകൾ പുരുഷന് തുല്യമാകാൻ സാധ്യമല്ല. ഇത് മെഡിക്കൽ സയൻസാണ്.
മാതൃഭൂമി പത്രം 37/97 മാതൃഭൂമി പത്രത്തിൽ പറയുന്നു, തലച്ചോറിലെ കോശങ്ങളുടെ എണ്ണത്തിൽ പുരുഷൻ സ്ത്രീയേക്കാൾ ഏറെ മുമ്പിലാണ്. ശരാശരി വെച്ച് നോക്കുമ്പോൾ പുരുഷന് തലച്ചോറിൽ 400 കോടി കോശങ്ങൾ സ്ത്രീകളെക്കാൾ കൂടുതലുണ്ടെന്ന് ഒരു വനിതാ ശാസ്ത്രജ്ഞയുടെ നേതൃത്വത്തിൽ ഡെൻമാർക്കിലെ ചില ഗവേഷകർ നടത്തിയ പരീക്ഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. സ്ത്രീകളെക്കാൾ 400 കോടി കോശങ്ങൾ പുരുഷന്റെ തലച്ചോറിൽ കൂടുതലാണ്. അർരിജാലു ഖവാമൂന അലൻ നിസാഇ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദൻ ഖുർആനാ പറഞ്ഞത് അല്ലേ? പുരുഷന്മാരെ സകല കാര്യത്തിലും അല്ലാഹു തആല സ്ത്രീകളെക്കാൾ മുൻപന്തിയിലാക്കിയിരിക്കുകയാണ്. തലച്ചോറിലെ കോശങ്ങളുടെ എണ്ണം പുരുഷന്മാർക്ക് കൂടുതലാണ്. RBC റെഡ് ബ്ലഡ് കോർപ്പസൽസ്, ചുവന്ന രക്താണുക്കൾ പുരുഷന്റെ ശരീരത്തിൽ കൂടുതലാണ്. സ്ത്രീയുടെ ഒരു തുള്ളി ചോര എടുക്കുക, പുരുഷന്റെ ഒരു തുള്ളി ചോര എടുക്കുക, രണ്ടും കൂടി ഗ്ലാസ് ലാബിൽ വെച്ച് സ്റ്റെയിൻ ചെയ്തിട്ട് ഒരു മൈക്രോസ്കോപ്പുമായി നന്നാൽ പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം ഇത് ആണിന്റെ ചോര, ഇത് പെണ്ണിന്റെ ചോര. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പറയാൻ കഴിയും. പുരുഷന്മാരുടെ ജോലിയിൽ RBC റെഡ് ബ്ലഡ് കോർപ്പസൽസ് കൂടുതലാണ്, ചുവന്ന അണുക്കൾ കൂടുതലാണ്. കണ്ടോ? അങ്ങനെ പ്രകൃതിപരമായി തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ തന്നെ പുരുഷന്മാരെ അള്ളാഹു യോഗ്യത കൂടുതലാക്കിയാ പടച്ചിരിക്കുന്നത്. ഇനിയോ എല്ലാം പറയുമ്പോൾ ചില യുവാക്കൾ പറയും, ഉസ്താദേ എല്ലാം സമ്മതിച്ചരാം, എല്ലാ കാര്യത്തിലും പുരുഷനാണ് മുമ്പന്തി, പക്ഷേ സൗന്ദര്യത്തിന്റെ കാര്യത്തിലും രുചികരമായി ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിലും സ്ത്രീകൾ തന്നെ മുമ്പിൽ എന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ എന്നോട് തർക്കിച്ചാൽ ഞാൻ പറയും നോ 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 നോ, എല്ലാ കാര്യത്തിലും പുരുഷനാണ് മുൻപന്തിയിൽ എന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അത് അങ്ങനെ വരൂ. സൗന്ദര്യത്തിലും പുരുഷനാ മുമ്പിൽ. സ്ത്രീക്കോ പുരുഷനോ സൗന്ദര്യം പുരുഷന് തന്നെയാണ്. ഒരു തർക്കവ കാര്യത്തിൽ വേണ്ട. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാ പുരുഷനാ മുൻപന്തിയിൽ എന്നല്ലേ? മനുഷ്യരെന്നല്ല, അള്ളാഹുവിന്റെ സൃഷ്ടിജാലത്തിൽ സകല ജീവജാലങ്ങളിലും ആൺവർഗത്തിലാണ് അള്ളാഹു സൗന്ദര്യം കൂടുതൽ കൊടുത്തത്. നിങ്ങൾ നോക്കിയേ, പൂവൻകോഴിക്കോ പെടക്കോഴിക്കോ സൗന്ദര്യം. പെണ്ണുങ്ങൾ പറയല്ലോ പൂവൻകോഴിക്കാ സൗന്ദര്യം. അതിന്റെ അങ്കവാലും പൂവും നിപ്പും നടപ്പും കൂവലും ആഹാ കാണാൻ എന്തൊരു ചേല. പെടക്കോഴിയോ ഒരു കുറ്റി വാലും അതിന്റെ ചവിട്ടി കുറെ അഴുക്കും കിന്നൊരു ശബ്ദവും ഒരു ഗുണമില്ല അല്ലേ? മൂരിക്കാണോ പശുവിനാണോ സൗന്ദര്യം? മൂരിക്ക് തന്നെ. ആ മൂരിയുടെ കൊമ്പും അവന്റെ പൂഞ്ഞയും അവന്റെ നിപ്പും നടപ്പും എല്ലാം കാണാൻ എന്താ ചേല്. നമ്മുടെ തെക്കൻ കേരളത്തിൽ മരമടി മത്സരം എന്ന് പറയുന്ന മത്സരമുണ്ട്. മലബാറുകാർക്ക് അത് പെട്ടെന്ന് തിരിയൂല. എല്ലാവരും കൂടി സമ്മിശ്രമായ സദസ്സായതുകൊണ്ട്, അതായത് നിലം പാടശേഖരം നെല്ലൊക്കെ കൊയ്തൊഴിഞ്ഞു കഴിഞ്ഞാൽ കന്നുകൂട്ടിയതിനു ശേഷം ഉഴുതു മറിച്ചതിന് ശേഷം ആ നിലം നിരത്താൻ വേണ്ടി ഒരു മരപ്പലക വീതിയിലെടുത്തിട്ട് അത് കന്നുകാലികളുടെ മുഖത്തിൽ വെച്ച് കെട്ടിയിട്ട് അതിങ്ങനെ അടിച്ചിട്ട് അത് ഗ്രൗണ്ട് ശരിപ്പെടുത്തും. അതിനാണ് മരമടി എന്ന് തെക്കൻ കേരളത്തിൽ പറയും. അതിന് മത്സരം സംഘടിപ്പിക്കും, മരമടി മത്സരം. ജോഡി കാളകളെ കൊണ്ടാണ് മരമടി മത്സരം സംഘടിപ്പിക്കുന്നത്. കാരണം കാണാൻ നല്ല ചേല. ജോഡി കാളകൾ ഇങ്ങനെ ഓടിയാൽ കാണാൻ നല്ല രസമാ. ജോഡി പശുക്കളെ ഓടിച്ചാൽ എങ്ങനെ ഇരിക്കും? രണ്ട് കാലും ഇങ്ങനെ ചവിട്ടി അതിന്റെ കീഴിൽ കുറെ അകിടും, ഒരു ഗുണവുമില്ല അല്ലേ? കാമധേനുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ പോലും ഉത്സവത്തിന് കെട്ടിയെഴുന്നള്ളിക്കുന്നത് കെട്ടു കാളകളെയാ, കെട്ടു പശുക്കളെയല്ല. കാളയ്ക്കാ സൗന്ദര്യം പശുവിനേക്കാൾ. തർക്കമില്ലാത്ത കാര്യമാണ്. മാൻ, കലമാനിനോ പേടമാനോ സൗന്ദര്യം? കലമാനിനല്ലേ ശിഖരമായി കൊമ്പുള്ളത്? കലമാന, പേടമാനിന് കൊമ്പില്ല. കലമാന സൗന്ദര്യം. മയില്, ആൺമയിലിനോ പെൺമയിലിനോ സൗന്ദര്യം? ആൺമയിലിന് തന്നെയാ. ആൺമയിലിനാണ് പീലിയുള്ളത്. പെൺമയിൽ എന്ന് പറയാൻ എങ്ങനെയിരിക്കും? ഒരുമാതിരി മുട്ടയിടാൻ പോകുന്ന താറാവിനെ പോലെ ഇരിക്കും, ഒരു സൗന്ദര്യവും ഇല്ല. സിംഹം, ആൺസിംഹത്തിനോ പെൺസിംഹത്തിനോ സൗന്ദര്യം? ആൺസിംഹത്തിനാണ്. താഴ്ച ബംഗ്ലാവിൽ ചെന്നാൽ കാണാം ആൺസിംഹവും കിടക്കുന്നു, പെൺസിംഹവും കിടക്കുന്നു. ആൺസിംഹം എങ്ങനെ ഇരിക്കുന്നറിയാമോ? കുഞ്ചിരോമം ഉണ്ടവര്. ആൺസിംഹത്തിനാണ് കുഞ്ചിരോമമുള്ളത്. കുഞ്ചിരോമൊക്കെ എടുത്ത് ഇങ്ങനെ പിടിച്ച് കിടക്കുന്നത് ആൺസിംഹമാണ്. പെൺസിംഹം അതിന്റെ തൊട്ടടുത്ത് കാണും. എങ്ങനെ ഇരിക്കുന്നറിയാമോ? ഒരുമാതിരി ഷേവ് ചെയ്ത പൂച്ചേനെ പോലെ ഇരിക്കും, ഒരു വൃത്തിയില്ല. ആൺസിംഹത്തിന് സൗന്ദര്യം കൊടുക്കുന്നത് അവന്റെ താടി രോമമാണ്, കുഞ്ചിരോമം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പുരുഷ കേസരികളെ നിങ്ങളും നിങ്ങളുടെ കുഞ്ചിരോമം വളർത്തിക്കോന്ന്, താടി രോമം വളർത്തിക്കോന്ന്. പുരുഷന്റെ മുഖത്തിന് സൗന്ദര്യം ഉണ്ടാക്കുന്നത് താടി രോമം. മാത്രമല്ല അത് സുന്നത്ത. റമളാൻ മാസത്തിൽ ഒരു സുന്നത്തെടുത്താൽ ഫർളിന്റെ കൂലി. അപ്പൊ ഇന്ന് രാത്രി മുതൽ ഇനി താടി ഷേവ് ചെയ്യും. ഇന്ന് രാത്രി മുതൽ കേട്ടു, അത് കേട്ടാൽ ഇൽമ പഠിച്ചാൽ അപ്പൊ തന്നെ അമല് ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇന്ന് മുതൽ താടി വളർത്താൻ തുടങ്ങിക്കോണം. അപ്പൊ ചിലർ പറയും, ഉസ്താദെ താടി വളർത്തിയ ഞങ്ങളെ യുവാക്കളാണ്, കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല ഉസ്താദെ. അപ്പൊ ഈ താടിയൊക്കെ വളർത്തെടുത്താൽ വല്ല പെണ്ണുങ്ങളും ഞങ്ങളെ വേണ്ടാന്ന് പറയൂലേ, നിരാശാകാമോനെന്ന് വല്ലതും പറയില്ലേ? അതുകൊണ്ട് മുഖത്ത് താടി രോമം വളർത്തിയ സൗന്ദര്യം കുറയില്ലേ എന്ന് ഒരു യുവാവ് ചിന്തിച്ചാൽ നിങ്ങളെക്കാൾ വിഡ്ഢികൾ വേറെ ആരുമില്ല. എന്തെന്നറിയോ? താടി വളർത്തുന്നതാ പുരുഷന്റെ മുഖത്തിന് സൗന്ദര്യം. ഇതാര് പറഞ്ഞു? പെണ്ണുങ്ങളുടെ കണ്ണിന് അതാ ഇഷ്ടമെന്ന് പെണ്ണുങ്ങൾ പറഞ്ഞതാ. ബഷീറോലയുടെ അഭിപ്രായം മാത്രമല്ലത്. പിന്നെയോ 989 തിരുവനന്തപുരത്തെ ഒരു ക്ലബ്ബുകാര്, തിരുവനന്തപുരത്തെ നിറമൺകര NSS കോളേജിൽ, മാറിവാന്യൂസ് വിമൻസ് കോളേജിൽ, അല്ല മാറിവാന്യൂസ് അല്ല, ഓൾ സയൻസ് വിമൻസ് കോളേജിൽ, 2 കോളേജിലെ പഠിക്കുന്ന പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന വനിതാ കോളേജുകളിലേക്ക് ഗാലപ്പ് പോളിന് 2 ഫോറം വിതരണം ചെയ്തു. ആ ഫോറത്തിന്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട നടനാര്, ഇഷ്ടപ്പെട്ട സിനിമ ഏത്, ഇഷ്ടപ്പെട്ട പാട്ട് ഏത്? ആ ക്വസ്റ്റ്യനുകൾക്കിടയിൽ ഒരു ചോദ്യം അവർ എഴുതിയിരുന്നു. താടി വളർത്തിയ ചെറുപ്പക്കാരനെയാണോ ഇഷ്ടം, താടി വലിച്ചു കളഞ്ഞ ചെറുപ്പക്കാരനെയാണോ ഇഷ്ടം? മഹത്തുക്കളെ 89% പെൺകുട്ടികൾ വോട്ട് ചെയ്തത് താടി വളർത്തിയ ചെറുപ്പക്കാരെയാണ് ഇഷ്ടമെന്ന്.
അപ്പൊ പെണ്ണിന്റെ കണ്ണിന് ഇഷ്ടം താടി വളർത്തിയ ചെറുപ്പക്കാരനെയാണ് അല്ലേ? അതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തിരുവനന്തപുരം സിറ്റിയിലുള്ള സകല പഹയന്മാരും വളർത്താൻ തുടങ്ങിയില്ലേ? അള്ളോ, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും പിന്നെ താടിക്കാരാണ്, എല്ലാവരും താടിക്കാരാ. ഇത്തിബാഉർ റസൂലല്ല. പിന്നെയോ പെണ്ണിന്റെ കണ്ണിന് അതാ ഇഷ്ടമെന്ന് പറഞ്ഞു. ബാർബർമാര് മുഴുവൻ തണ്ടി, കാരണം യുവമാർ അങ്ങോട്ട് പോകുന്നില്ല. എല്ലാവരും താടിയും വളർത്തിക്കൊണ്ട് നടക്കാം. കണ്ടില്ലേ അടുത്ത കാലം എന്തൊക്കെയാ ഫാഷൻ? അടുത്ത കാലം വന്നപ്പോഴത്തേക്ക് കണ്ടില്ലേ, പിന്നെ ഇപ്പൊ നമ്മൾ കേരളത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിരവധി കോളേജിന്റെ വരാതെ ചെന്ന് നോക്കിയാൽ രസകരമായ ഒരു കാഴ്ച കാണാം. നമ്മുടെ കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ ഞാൻ കണ്ടു, തിരുവനന്തപുരത്തെ പല കോളേജിന്റെ വരാന്തകളിലും അതുപോലെ റോഡിൽ നടക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്താണെന്നറിയോ? പാളിഷ് മൊട്ടത്തല അടിച്ചടക്കുക, മൊട്ടയടിച്ചടക്കുക. എവിടുന്ന് കിട്ടിയ ഫാഷൻ? അവര് മൊട്ടയടിച്ചിരിക്കുന്ന ഇത്തിബാഉർ റസൂൽ അല്ല, ഇത്തിബാഉർ റൊണാൾഡോ. ലോക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ റൊണാൾഡോ മത്സരിക്കാൻ ഇറങ്ങിയപ്പോ മൊട്ടത്തല അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അത് ഫാഷനാക്കി പിടിച്ചിരിക്കുക. ശിരോമുണ്ടനം ചെയ്യുക എന്ന ഫാഷൻ ലോകത്തിനെ പഠിപ്പിച്ചത് റൊണാൾഡോ അല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഫാഷനാ തലമൊട്ട അടിച്ചടക്കുക എന്നുള്ളത്. എന്റെ ഉപ്പാക്ക് വയസ്സ് 84 കിടപ്പ് ഇരിപ്പൊക്കെയാണ്. ചെറുപ്പകാലത്ത് ഉപ്പാക്ക് എവിടെയെങ്കിലും കല്യാണത്തിനോ ചടങ്ങുകൾക്കോ പോകേണ്ടി വരുമ്പോ എന്നോട് പറയും, പോയി ഒസാനെ വിളിച്ചോണ്ട് വരാൻ പറയും. ഞാൻ പോയി ഒസാനെ വിളിച്ചോണ്ട് വരും. എന്തിനാന്നറിയാം? എന്റെ ഉപ്പ പറയും, എനിക്കൊന്ന് ഒരുങ്ങണം കല്യാണത്തിന് പോകാൻ. എങ്ങനെ അവർ ഒരുങ്ങുന്നത്? ഒസ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിയെ അങ്ങ് കോൺക്രീറ്റ് പോലെ അങ്ങ് അടിച്ചിറക്കുക. അതാ പഴയ ഒരുക്കം. പഴയ കാലത്തെ ഉസ്താദന്മാരും പ്രായാധിക്യം ഉള്ളവരൊക്കെ പഴയ കാലത്തെ ഒരുക്കം എന്ന് പറയാൻ കംപ്ലീറ്റ് വടിച്ചിറക്കുക, ശിരോമുണ്ടനം ചെയ്യുക, മൊട്ടത്തലെ അടിക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഭാഷന. റൊണാൾഡോ ആ ഭാഷയിലേക്ക് വന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ? ഇസ്ലാമിന്റെ ഭാഷയിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുക. അങ്ങനെയാ പരിപാടി. അപ്പൊ ഈ താടിരോമം വളർത്തുന്നത് പുരുഷന്മാർക്ക് സൗന്ദര്യമാണ്. അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ എബ്രഹാം ലിങ്കന്റെ ചിത്രം കണ്ടിട്ടില്ല? എങ്ങനെ ഇരിക്കും എബ്രഹാം ലിങ്കനെ കണ്ടാൽ? നമ്മുടെ നാട്ടിലെ പഴയ സോഡാക്കുപ്പിന്റെ കഴുത്തു പോലെ ഇരിക്കും, ചെള്ളയൊക്കെ കൂടെ ഒട്ടിയിട്ട് വല്ലാണ്ട് അല്ലേ? എബ്രഹാം ലിങ്കന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് 10 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചതിന്റെ കരി കൊണ്ട് എബ്രഹാം ലിങ്കൻ ഇങ്ങനെ ഒരു താടി വരച്ചു നോക്കി. വരച്ചപ്പോൾ നല്ല ശേലായിട്ടുണ്ട്. ഈ ഫോട്ടോ എബ്രഹാം ലിങ്കൻ അയച്ചു കൊടുത്തു. അയാളുടെ ജീവചരിത്രത്തിൽ എഴുതിയിരിക്കുക ഈ ഫോട്ടോ നോക്കിയപ്പോൾ താടി വളർത്തിയാൽ നന്നായിരിക്കുമെന്ന് മനസ്സിലായി. മരിക്കുന്നത് വരെ പിന്നെ എബ്രഹാം ലിങ്കൻ ഷേവ് ചെയ്തിട്ടില്ല. അയാളുടെ മുഖത്തിന്റെ ഏക സൗന്ദര്യം ഈ താടിയാണ്. താടിരോമങ്ങൾ വളർത്തുന്നത് മുഖത്തിന് സൗന്ദര്യമാണ്, അത് സ്ത്രീകൾക്ക് ഇഷ്ടവുമാണ്. സിംഹത്തിന് ഗാംഭീര്യം കൊടുക്കുന്നത് പുരുഷ കേസരി എന്ന് പറയാൻ സീതാറാം കേസരി അല്ല, അത് കിഴട്ട് കേസരിയാ. ഈ കേസരി എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ് അർത്ഥം. കേസരി എന്ന് പറഞ്ഞാൽ സിംഹം അല്ലേ? സിംഹങ്ങളെ പോലെ നിങ്ങളുടെ മുഖത്തിന് ഗാംഭീര്യം ഉണ്ടാകാൻ നിങ്ങളുടെ കുഞ്ചിരോമം വളർത്തിക്കോളാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സിംഹത്തിന്റെ മുഖത്തിന്റെ രോമത്തിന്റെ നിറം എന്താണ്? ബ്രൗൺ കളറാ. അതുകൊണ്ടായിരിക്കാം മൈലാഞ്ചി തേക്കലൂടെ സുന്നത്താക്കി തന്നത്. സിംഹത്തിന്റെ രോമം പോലെ ബ്രൗൺ ആയിരുന്നോട്ടെ അല്ലേ? റഹ്മാനായ തമ്പുരാനെ, അത് മുഖത്തിന് സൗന്ദര്യം ഉണ്ടാക്കുക, ദാരിരോമ സൗന്ദര്യം വളർത്തുക. ആ സൗന്ദര്യമുള്ള ആൺ സിംഹത്തിനാണ് സൗന്ദര്യം, പെൺസിംഹത്തിനല്ല അല്ലെ? അപ്പോ ആൺ വർഗത്തിനാണ് സൗന്ദര്യം. അള്ളാഹുവിന്റെ സൃഷ്ടിജാലകളിൽ സകല ജീവജാലങ്ങളിലും ആൺ വർഗത്തിന് സൗന്ദര്യം കൊടുത്തപ്പോൾ മനുഷ്യന്മാരിലും പുരുഷനാണ് സൗന്ദര്യം കൂടുതൽ സ്ത്രീകളെക്കാൾ. അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണമെന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് മേക്കപ്പ് ചെയ്യാൻ എത്ര നേരം വേണം? 2 മിനിറ്റ് മതി. ഓടി അങ്ങോട്ട് ചെന്ന് പാൻറ്റെങ്കിൽ പാൻറ് വലിച്ചങ്ങിട്ടു. നാട്ടിലാകുന്ന മുണ്ട്, ഇപ്പൊ മുണ്ട് ഇവിടെ ഞാൻ നോക്കിട്ടെ, ദുബൈയിലും അബുദാബിയിലും എല്ലാം നടന്നു നോക്കിട്ടെ, ഒറ്റ മനുഷ്യന് മുണ്ടെടുക്കുന്നില്ല. എല്ലാവരും ഒന്നീ പാൻറ് അല്ലെങ്കിൽ കന്തൂറ. അതുകൊള്ളാവില്ല പരിപാടി. ഇവിടെ മുണ്ടെടുത്ത് നടക്കുന്നവർ വളരെ ചുരുക്കമാണ് അല്ലെ? അപ്പൊ നമ്മുടെ നാട്ടിലാന്ന് വെച്ചോ, പുരുഷന്മാർക്കൊന്ന് മേക്കപ്പ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒന്നുകിൽ ആ കോട്ട് എടുത്ത് അങ്ങോട്ട് ഇട്ടു, അല്ലെങ്കിൽ പാൻറ് എടുത്ത് ഫിറ്റ് ചെയ്തു. നാട്ടിൽ വെച്ചാണെങ്കിൽ ഷർട്ട് എടുത്തിട്ട് ഒരു കൈ പുരേന്റെ ഉള്ളിൽ നിന്നിട്ടു, മറ്റേ കൈ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടു, റോഡിലൂടെ ബട്ടൺസ് വിട്ടു, നമ്മൾ നമ്മുടെ പാട്ടിന് പോയി. നല്ല മേക്കപ്പ് ഉണ്ട്. ആ കോലത്തിൽ നമ്മൾ പ്ലാറ്റ്ഫോറത്തെ കയറും, 1000-ങ്ങളെ 10,000-ങ്ങളെ അഭിസംബോധന ചെയ്യും, എല്ലാം ചെയ്യും. നമ്മുടെ സൗന്ദര്യത്തിൽ വല്ല കുറവ് സംഭവിക്കുന്നുണ്ടോ? ഒരു കുറവ് സംഭവിക്കുന്നില്ല. അല്ലോ ഈ ബാത്തുമായ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകണം. മേക്കപ്പ് ചെയ്യണമെങ്കിൽ എത്ര നേരം വേണം? 3/4 മണിക്കൂർ വേണം കുറഞ്ഞത് അല്ലേ? ലിപ്സ്റ്റിക് ഇട്ട്, കണ്ണെഴുതി, അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച്, മാച്ചിങ് ഡ്രസ് ഇട്ട്, ബ്ലൗസ് ഇട്ട്, സാരി ഇട്ട്, പിന്നെ അത് മാച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ മാറിയിടാൻ പോയി. അല്ലാഹു അക്ബർ. എന്തൊരു കോലമായി കുട്ടികൾ പറഞ്ഞ് ചിരിക്കുന്ന കേട്ട് യുവാക്കൾ നടന്നതാണല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കീലയാണ് കുട്ടികൾ പറഞ്ഞ് ചിരിക്കുന്ന കേട്ടൊരു കഥയാ. 2ാമത്തെ സിനിമ കാണാൻ പോയ അത്രയും ഭാര്യയും ഭർത്താവ് കൂടി രണ്ടും കൂടെ മേക്കപ്പ് ചെയ്ത് റോഡിലിറങ്ങി വെളിച്ചത്ത് വന്നപ്പോൾ ഭാര്യയ്ക്ക് ഒരു തോന്നില്ല, ബ്ലൗസും സാരിയും കൂടെ മാച്ച് ചെയ്തില്ല. ഇന്നിപ്പോ ഭർത്താവിനോട് നിങ്ങൾ ഇവിടെ നില്ല, ഞാൻ പോയി ബ്ലൗസ് ഒന്ന് മാറിക്കൊണ്ട് വരട്ടെ എന്ന് പറയും. അങ്ങനെ ചെന്നിട്ട് ഇവൾ ചെന്നിട്ട് ആശയിൽ ഇങ്ങനെ വള്ളിയിൽ ഇങ്ങനെ തുണികൾ തൂക്കിയിട്ടിരിക്കുക. ചെന്നിട്ട് ബ്ലൗസ് ഇങ്ങനെ തരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പവർ കട്ട്, കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ അവളുടെ കയ്യിൽ ഇരുട്ടത്ത് ഒരു ബ്ലൗസ് കിട്ടി. ആ ബ്ലൗസ് എടുത്തിട്ട് അവൾ എന്ത് ചെയ്യുന്നറിയാം? ബ്ലൗസ് എടുത്താൽ ആദ്യം ധരിക്കുന്ന ഏത് ഭാഗമാണെന്നറിയാമോ? അറിയാം, പക്ഷെ പറയാൻ പ്രയാസമല്ലേ. ബ്ലൗസ് എടുത്താൽ ആദ്യം 2 കൈകളാണ് ധരിക്കുന്നത്. അപ്പൊ ഈ പെണ്ണെന്ത് ചെയ്ത് ബ്ലൗസ് ഇങ്ങനെ എടുത്ത് പുറയിലൂടെ ഇരുട്ടത്താൽ 2 കൈ ഇങ്ങനെ കയറ്റി അങ്ങ് ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചപ്പോഴത്തെ തലയെ കൂടി ഇത് കടക്കുന്നില്ല. ഇതെന്താ തലയിൽ കൂടി കടക്കാത്ത? ഇതിനെന്ത് മുസീബത്ത് പറ്റി? ഇത് അഴിച്ചെടുത്തിട്ട് ആദ്യം തലയങ്ങ് കടത്തി കഴിഞ്ഞിട്ട് ഒരു കൈ കടത്താനേ സ്ഥലമുള്ളൂ, മറ്റേ കൈയിടാൻ സ്ഥലമില്ല. പിന്നെ ബ്ലൗസിന് എന്താ ഇടങ്ങേറ് പറ്റിയത്? അവൾ നേരെ ബ്ലൗസ് എടുത്തിട്ട് അടുക്കളയെ കൊണ്ടിരുന്ന് വിളക്ക് കത്തിച്ച് നോക്കുമ്പോഴാണ് സംഗതി പൊടിപൂരമായിരിക്കുന്നത്. സംഗതി ഇരുട്ടത്തി എന്ന് തെരഞ്ഞെടുത്തത് ബ്ലൗസ് അല്ല, ഭർത്താവിന്റെ അണ്ടർവെയറാ. എന്ത് ചെയ്യും? ഇരുട്ടത്ത് സാധനം മാറിപ്പോയി. ഇത് മാച്ചിങ് ഡ്രസ് അല്ലേ? അപ്പൊ ആ മാച്ചിങ് ഡ്രസ് ഇതൊക്കെ കൂടെ ഇട്ടിട്ട് അവള് പിന്നെ മേക്കപ്പ് ചെയ്യണം. നോക്കുക,
പുരുഷനാണ് സൗന്ദര്യം, സ്ത്രീക്കല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് പട്ടുവസ്ത്രവും പൊന്നും അനുവദിച്ചത്. പുരുഷൻ സ്വതേ സുന്ദരനാണ്, അതുകൊണ്ട് അവന് വേറെ മേക്കപ്പിന്റെ ആവശ്യമില്ല. സ്ത്രീകൾ സ്വതവേ സുന്ദരികളല്ല, അതുകൊണ്ട് അവർക്ക് പൊന്ന് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും മുന്തിയ പൊന്നെ, ഒരു രാജ്യത്തിന്റെ സ്വത്ത് തീരുമാനിക്കുന്ന രാജ്യത്തിലെ പൊന്നിന്റെ നിക്ഷേപം അനുസരിച്ച ആ ഏറ്റവും വില കൂടിയ ലോഹം അള്ളാഹു കൊടുത്തിരിക്കുന്നത് സ്ത്രീകൾക്കാണ്. പൊന്നണിയണം. പിന്നെയോ വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ, മുന്തിയ പട്ടുവസ്ത്രങ്ങൾക്ക് വില കൂടുതലാണ്. അത് സ്ത്രീകളെ അവഗണിക്കാനാവുന്നു. പൊന്നും പട്ടും പെണ്ണിന് കൊടുത്തു. നമ്മൾ പുരുഷന്മാർക്ക് സാധാ വസ്ത്രം ധരിച്ചോണം, കൂടിപ്പോയ 150 രൂപയുടെ വെള്ളി മോതിരം ധരിച്ചോണം. എന്നാലും പെണ്ണുങ്ങളെ അവഗണിച്ചു എന്നവരെ, അല്ലേ? അപ്പൊ പട്ടുവസ്ത്രങ്ങളും പൊന്നും ധരിച്ചിട്ട് സ്ത്രീകൾ കൃത്രിമമായി സൗന്ദര്യം ഉണ്ടാക്കണം, മേക്കപ്പ് ചെയ്യണം. പറഞ്ഞു വന്നത് സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പുരുഷന്മാരെ കവച്ചു വെക്കാൻ സ്ത്രീകൾക്ക് ഒരിക്കലും സൗന്ദര്യത്തിൽ സാധ്യമല്ല. പിന്നെ പാചകത്തിന്റെ കാര്യം, പാചകത്തിന്റെ കാര്യത്തിൽ രുചികരമായി ഭക്ഷണം ഉണ്ടാക്കുന്നതിന് സ്ത്രീകളാണ് മുൻപന്തിയിലെന്ന് ആര് പറഞ്ഞു? ഒരിക്കലുമല്ല. ദേ, സ്ത്രീകൾ പാചകം ചെയ്ത് കൊടുക്കും. എത്ര ആൾക്ക് പാചകം ചെയ്ത് കൊടുക്കും? പരമാവധി ഒരു 10-25 ആൾ വന്ന പെണ്ണുങ്ങൾ എല്ലാം കൂടി ചേർന്നിട്ട് നോക്കും. അയൽവക്കത്തെ എല്ലാവരും കൂടി ചേർന്നിട്ട് 10-25 ആൾ വന്നാൽ ഒപ്പിച്ചു കൊടുക്കാൻ നോക്കും. ഒരു 100 ആൾ തികച്ചു വന്നാലോ? ഒരു 100 ആൾ തികച്ച് ഭക്ഷണം കഴിക്കാൻ വന്നാൽ പെണ്ണുങ്ങളെ കൊണ്ട് പറ്റുമോ? അപ്പൊ ആണുങ്ങൾ കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പൊ പാത്തന്മാരുടെ ജോലി പരിപ്പിനരക്കല, അല്ലേ? പുരുഷന്മാര് പാചകത്തിലെ മുമ്പന്തിയിലാണ്. നിസ്കാരം കറാഹത്തില്ല. പകൽ ചില നേരം നിസ്കാരം കറാഹത്താണ്. അതുകൊണ്ട് രാത്രിക്ക് യോഗ്യത. അങ്ങനത്തെ റമദാന്റെ രാത്രിയിൽ ആലങ്കാരികമായും തമാശ രൂപയിലും ഞാൻ പറഞ്ഞെങ്കിലും അതിന്റെ ഗൗരവമായ വിഷയം ഇതാണ്: രാത്രിയെ ഹയാത്താക്കണം. എത്ര നേരം കഴിയുമെന്ന് വെച്ചാൽ ഒരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച് 2 പാദങ്ങളിലും നീര് വന്നു വിങ്ങിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനാണ് അത്രയും നിസ്കരിച്ചത്? എന്തിനാണ് നിസ്കരിച്ചത്? നോക്കുക, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പൊന്നുമകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഒരു ദിവസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ഒരു കാലഘട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു: മഹദി അവர்களே, അള്ളാഹുവിന്റെ പ്രവാചകരുമായി നിങ്ങൾ ഒന്നിച്ചു താമസിക്കുന്ന കാലഘട്ടത്തിൽ ആ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വല്ല സംഭവങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു: പൊന്നുമോനെ, ഒരു രാത്രി എനിക്ക് മറക്കാൻ കഴിയില്ല. എന്താണ് ആ രാത്രിയുടെ സവിശേഷത? ആ രാത്രിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ സമീപിച്ചിട്ട് പറയുന്നു: ആയിഷ, ഇന്ന് നിനക്ക് ഓഹരി വെച്ചിരിക്കുന്ന രാത്രിയാണ്. എന്നാൽ ഈ രാത്രി എനിക്ക് നീ ഇബാദത്തിന് വിട്ടുതരണം. ആയിഷ റളിയല്ലാഹു അൻഹ അത് അനുവദിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങി. നിന്ന് നിസ്കരിച്ച് പാദങ്ങളിൽ നീര് വന്ന് വീങ്ങുന്നത് വരെ നിസ്കരിച്ചത് ആ രാത്രിയില്ല. എന്നിട്ട് അവിടുന്ന് കിടക്കാനായി കട്ടിൽ വന്ന് കിടന്നു. വീണ്ടും എഴുന്നേറ്റിരുന്നു. നിന്നും ഇരുന്നും കിടന്നും ഇബാദത്ത് മുടങ്ങാതെ നിന്നും ഇരുന്നും കിടന്നും ഇബാദത്തിലായി. ആ രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെപ്രാളവും ആ പ്രവർത്തനങ്ങളും എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയായി. എന്താണ് ആ രാത്രിയുടെ സംഭവം? ഉടനെ ആയിഷത്ത് തുഹ്റ റളിയല്ലാഹു അൻഹ ചോദിച്ചു: യാ റസൂലല്ലാഹ്, അങ്ങ് മഅസൂമാണ്, പാപരഹിതനാണ്, അങ്ങ് പാപങ്ങൾ ചെയ്യില്ല. അഥവാ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലാഹു തആല അഡ്വാൻസ് ആയി പുറത്തു തന്നിരിക്കാം. പിന്നെ എന്തിനാണ് അങ്ങ് ഇത്ര കഷ്ടപ്പെട്ട് ഇബാദത്ത് എടുക്കുന്നത് ചോദിച്ചു. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: ആയിഷ, അല്ലാഹു എനിക്ക് ഇക്കണ്ട നിഅമത്തൊക്കെ ചെയ്തന്നില്ലേ? അപ്പൊ ആ നിഅമത്തിന് ഞാൻ ശുക്രിയണ്ടേ, നന്ദിയുണ്ടേ? അബ്ദൻ ശകൂറ എന്ന് പറഞ്ഞില്ലേ ഖുർആൻ? നന്ദി ചെയ്യുന്ന അടിമയാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. മാത്രമല്ല, ഈ രാത്രി, ഈ ദിവസം എനിക്ക് ഒരു ആയത്ത് അവതരിച്ചിട്ടുണ്ട്. ആ ആയത്ത്: ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار قال الجليل عز وجل. ഈ ആയത്തിലേക്ക് അല്ലാഹു അവതരിപ്പിച്ച ദിവസമാണിന്ന്. ആകാശഭൂമികളെ പടച്ചതിലും രാത്രിയും പകലും മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്നവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. ചിന്തിക്കുന്നവർക്ക് എന്നാ പറഞ്ഞത്, ചിന്തിക്കാത്ത വല്ല ദൃഷ്ടാന്തമുണ്ടോ? അവനെന്ത് ഇതൊന്നും ദൃഷ്ടാന്തമല്ല. ചിന്തിക്കുന്നവർക്ക് ഇതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്. അവരങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ നിന്നും ഇരുന്നും കിടന്നും അള്ളാഹുവിനെ ചിന്തിക്കും. പടച്ചവനെ, നീ ഈ പ്രപഞ്ചത്തിന് കൃത്യമായ രീതിയിൽ ഈ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കറക്കിക്കൊണ്ടിരിക്കുന്നു. അത് നിശ്ചിതമായ ഭ്രമണപഥത്തിലൂടെ അതിന്റെ സഞ്ചാരം നീ തുടരുകയാണ്. ഓരോന്നിനും അതിൻ്റെതായ ഓർബിറ്റുകളുണ്ട്. അതും ഖുർആനാ പറഞ്ഞത്, കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ.
മാറാതെ തിരിയാതെ ചലിക്കാതെ മാറാതെ കൃത്രിമമായി ഇതിനെ മുഴുവൻ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന റഹ്മാനെ, ഇതൊന്നും നീ ഒരു ലക്ഷ്യമില്ലാതെ വെറുതെ പടച്ചതല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എന്നെ നീ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇബാദത്തിലാകും. അതേ, സൃഷ്ടിജാലങ്ങളെ ചിന്തിക്കണം, ആകാശത്തെ ചിന്തിക്കണം, സമുദ്രത്തെ ചിന്തിക്കണം, നക്ഷത്രജാലങ്ങളെ ചിന്തിക്കണം. ഓ സഹോദരന്മാരെ, സർവോപരി നമ്മുടെ മനുഷ്യ ശരീരത്തെ ചിന്തിക്കണം. ആ ശരീരത്തിന്റെ അപാരമായ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ചിന്തിക്കുന്നവൻ ഒരിക്കലും സുജൂദിൽ നിന്ന് എഴുന്നേക്കാൻ നേരം ഉണ്ടാവില്ല. അതിൽ ചെറിയ ഒന്ന് രണ്ട് കാര്യമായി ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വരയന്ത്രത്തെ പറ്റിയൊക്കെ. അഗാധമായി 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 ശരീരത്തിന്റെ 1000 അത്ഭുതങ്ങൾ ഇനിയും ചിന്തിക്കാൻ ബാക്കി കിടക്കുകയാണ്. ഒത്തിരി ഒത്തിരി ഒത്തിരി. കണ്ണിനെ ചിന്തിക്കണം, നാവിനെ ചിന്തിക്കണം. കണ്ടോ, ആ സ്വരയന്ത്രം സംരക്ഷിക്കുന്ന രീതിയും അതിന്റെ പ്രവർത്തനവും മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ആരൊരാൾ അവന്റെ ശരീരത്തെ അറിഞ്ഞു, അവനവന്റെ റബ്ബിനെ അറിഞ്ഞു എന്നാണ്. അതുകൊണ്ട് ഓരോന്ന് ചിന്തിക്കണം. ഇൻഷാ അല്ലാഹ് അതിന്റെ വ്യാഖ്യാനം മനുഷ്യ ശരീരത്തിൽ നടക്കുന്ന കോടാനുകൂടി അത്ഭുതങ്ങളിൽ ചിലത് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി നാളെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സാധുവിന്റെ UAE പര്യടനം അള്ളാഹുവിന്റെ മഹല് ബദലോടുകൂടി ആദ്യത്തെ പര്യടനമാണ്. അള്ളാഹു അത് പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ 1000 മടങ്ങ് ഗംഭീരമാക്കി അള്ളാഹു വിജയിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിനെ കബൂൽ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. അബുദാബിയിൽ ഇന്നും നാളെയും മാത്രമാണ് എനിക്ക് സംസാരിക്കാൻ സമയമുള്ളത്. മറ്റന്നാൾ എനിക്ക് പോയേ പറ്റുകയുള്ളൂ. 2-ാം തീയതിയിലെ ഫ്ലൈറ്റിലെ തിരിച്ച് ടിക്കറ്റ് ഓക്കെ ആക്കിയിരിക്കുന്നു. കാരണം 2-ാം തീയതി രാത്രി ഇവിടുന്ന് പോയാൽ 3-ാം തീയതി വെളുപ്പിന് അവിടെ എത്തും. 3-ാം തീയതി വെളുപ്പിനല്ല 9 മണിക്ക് അവിടെ എത്തിക്കൊള്ളൂ തിരുവനന്തപുരത്ത്. പിന്നെ നാട്ടിൽ ചെല്ലുമ്പോൾ 10-11 മണിയാകും. അപ്പോ രാവിലെ തന്നെ വണ്ടിയുമായി കടലുണ്ടിക്കാർ വരും. കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടിയിലാണ് 3-ാം തീയതി വയൽ കൊടുത്തിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ഈ അറേഞ്ച്മെന്റിൽ എന്റെ 2 കൊല്ലത്തിന് മുമ്പേ ഡേറ്റ് കൊടുത്ത എന്റെ പരിപാടിയിൽ ഒരു 4-5 വയലുകൾ ഞാൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അവരൊക്കെയും ദുഃഖത്തിലാണ്. എങ്കിലും ആദ്യമായ ഒരു UAE പര്യടനത്തിന് വന്നപ്പോൾ അങ്ങനെ വേണ്ടി വന്നു. 3-ാം തീയതി ഇൻഷാ അല്ലാഹ് കടലുണ്ടി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് പരിപാടി ഏറ്റിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പോയേ മതിയാകും. നാളെ കൊണ്ട് ഇവിടെ സമാപിച്ചേ മതിയാകൂ. 2 മാസത്തെ ഔക്കാഫിന്റെ വിസയാണ്. ഔക്കാഫിന്റെ വിസയിലാണ്. ഔക്കാഫിന്റെ ക്ഷണിക്കപ്പെട്ട അതിഥികളായി 5 രാജ്യത്തിൽ നിന്ന് ഓരോരുത്തരെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും അൽഹംദുലില്ലാ നമ്മുടെ പത്രങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു കാണും. ഖലീജ് ടൈംസിലൊക്കെ ഔക്കാഫിന്റെ പ്രസ് റിലീസ് ഉണ്ടായിരുന്നല്ലോ. ഡോക്ടർ മുഹമ്മദ് ബഷീർ ഫ്രം ഇന്ത്യ തന്നെ ഇന്ത്യ രാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് എന്ന പത്രത്തിൽ കൊടുത്തത്. യുദ്ധമാകട്ടെ ഈ സാധുവിന് കിട്ടിയ ഒരു വലിയ ഒരു റിവാർഡായി ഞാനത് കണക്കാക്കുന്നു. ഔക്കാഫ് ക്ഷണിച്ചതോ പത്രത്തിൽ വന്നതോ ഒന്നുമല്ല. എനിക്ക് അൽഹംദുലില്ലാ സന്തോഷം. പ്രസംഗിച്ച സ്ഥലത്തെല്ലാം നമ്മുടെ മലയാളികൾ ഈ സാധുവിനെ സ്നേഹിക്കുന്നവർ, സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നവർ, എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെല്ലാം സ്നേഹിക്കുന്നവർ അവരൊക്കെയും വളരെ വളരെ ആവേശത്തോടുകൂടി തടിച്ചുകൂടിയത് നാടിന്റെ നാനാഭാഗത്തു നിന്നും. രാത്രി വളരെ വൈകിയിട്ടും ഇന്നലെ ദുബൈയിലെ ആ സമാപന സമ്മേളനം റിക്കാർഡാണ്. റിക്കാർഡ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയർ വയൽ പരിപാടി അവിടെ ആദ്യമാണ്, നടാടെയാണെന്ന് മാത്രമല്ല ഇന്നലെ 1:30 മണിക്കാണ് പരിപാടി അവസാനിക്കുന്നത്. അപ്പോഴും കൂട്ടപ്രാർത്ഥനയ്ക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുന്നു പറഞ്ഞാൽ മൂടൽ മഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൊഴിഞ്ഞു വീഴുന്ന മഞ്ഞിലും ഒരാൾ പിരിഞ്ഞു പോകാതെ സഹസ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് യാതൊരു അതിശയമില്ല. അത് സംഘാടകർ പറയുന്ന ഒരു 10,000-3000 ജനത്തിൽ കുറയിലാണ്. അത്രയും വലിയ ജനക്കൂട്ടം ഒരുക്കി കൂട്ടിക്കൊണ്ട് ആവേശകരമായി ഇവിടെയും വന്നപ്പോൾ പള്ളിയുടെ 2 വശങ്ങൾ ഹാള് ഫുള്ളായിട്ട് നിറച്ചുകൊണ്ട് ആവേശത്തോടുകൂടി സാധുവിന്റെ പ്രസംഗം കേൾക്കാൻ വന്ന നിങ്ങളാണ് എന്റെ ആവേശം. അത് നാട്ടിലായാലും പുറത്തായാലും എന്റെ വേദിയിൽ ഒരുമിച്ച് കൂടുന്ന നിങ്ങളാണ് യഥാർത്ഥത്തിൽ എന്റെ ആവേശം. അതുകൊണ്ട് എനിക്ക് ആവേശം പകർന്നു തന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലാഹു തആല നമുക്കെല്ലാം അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം ഇരുലോകത്തിൽ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുടരെ പരിപാടികൾ ഉള്ളതുകൊണ്ട് നാളെ നമുക്ക് സമാപിച്ച് പോയേ പറ്റുകയുള്ളൂ. UAE-യിലെ നടാടെയുണ്ടായിരുന്ന ഈ പരിപാടിയുടെ താൽക്കാലിക സമാപനം കുറിച്ചുകൊണ്ട് നാളെയും ഇൻഷാ അല്ലാഹ് കൂട്ടപ്രാർത്ഥനയോടെ അദ്കാറുകളും ഔറാദുകളും ചൊല്ലിയ കൂട്ടപ്രാർത്ഥനയോടെ നമ്മുടെ പരിപാടി നാളെ സമാപിക്കുകയാണ്. എല്ലാവരും നേരത്തെ എത്തിച്ചേരുവാൻ പ്രത്യേകം ഉണർത്തുകയാണ്. ഇങ്ങനെ ഞാൻ ഇന്ന് യാത്ര ചെയ്ത് വന്നപ്പോൾ കുറെ താമസിച്ചു പോയി. നോമ്പ് തുറക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ താമസിച്ചു പോയി. അല്പം വിശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് തുടങ്ങാൻ അല്പം താമസിച്ചു പോയത്. നമ്മൾ 10 മണിക്കാണ് വയൽ 9:45 ആരംഭിക്കാൻ കഴിഞ്ഞത്. അത്രയും പിന്തണ്ട കാര്യമില്ല. നമുക്ക് മാക്സിമം എത്ര മണിക്ക് തുടങ്ങാം? 9:30 ഷാർപ്പ് 9:30 ഇൻഷാ അല്ലാഹ് തുടങ്ങണം. നമുക്ക് 11 മണിക്ക് തന്നെ നിർത്താം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് കുറെ ദീർഘിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ പരിപാടിയോടനുബന്ധിച്ച് ഒരുപാട് റിലീഫ് പ്രവർത്തനങ്ങൾ ഈ കൾച്ചറൽ സെന്ററുകാർ കൾച്ചറൽ സെന്റർ നാക്കിൽ വരുന്ന പെട്ടെന്ന് സുന്നി സ്റ്റുഡന്റ് സെന്റർ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒത്തിരി റിലീഫ് പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുന്നു എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് അത് അവരുടെ പ്രവർത്തനങ്ങൾക്ക്
പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതെല്ലാവരും നമുക്ക് അള്ളാഹു തന്ന നിഅമത്ത് നല്ല നല്ല തൊഴിലുകളും വരുമാനങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ വരുമാനത്തിൽ നിന്നും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുവാൻ, അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുവാൻ, പ്രയാസപ്പെടുന്നവരെ സഹായിക്കുവാൻ വേണ്ടി എല്ലാ സഹോദരന്മാരും ആദ്യമായി ഞാൻ വന്നതുമായതുകൊണ്ട് വെള്ളിയാഴ്ച രാവുമാണ്, പള്ളിക്കുള്ളിലാണ്, റമദാന്റെ രാവാണ്, എല്ലാം കൊണ്ടും ഹൈറായ ഈ രാത്രിയിൽ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്നത് കൊണ്ട് എല്ലാ സഹോദരന്മാരും വന്നിട്ട് എന്റെ കൈ ഒന്ന് പിടിച്ച് മുസാഫാത്ത് ചെയ്തിട്ട് തിരിച്ചവിടെ പോയിരിക്കണം. കൈ പിടിക്കാൻ വരുമ്പോൾ എല്ലാവരും നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ കൊണ്ട് തന്നിട്ട് പോകണം. തിക്കും തിരക്കും ഉണ്ടാക്കരുത്, ബഹളം ഉണ്ടാക്കാതെ ഇൻഷാ അല്ലാഹ് എല്ലാവരും വരണം. വന്നിട്ട് കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ തന്നിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ പോയിരിക്കണം. ദുആ കഴിഞ്ഞിട്ടല്ലാതെ ആരും പിരിഞ്ഞു പോകരുത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الله الرحمن الرحيم الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമറാഹിമീനായ തമ്പുരാനെ, ഞങ്ങളുടെ ഒരുമിച്ച് കൊണ്ടവരെ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാൻ. ഇതിന്റെ പ്രതിഫലമായി ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കണേ തമ്പുരാൻ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങൾക്കെല്ലാം മനസ്സിൽ പല ഉദ്ദേശങ്ങളുണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റണേ തമ്പുരാനെ. ഹലാലായ മാർഗത്തിലൂടെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. റാമിലേക്ക് നീങ്ങാതെ ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. പടച്ചവനെ, കർണാടക സ്റ്റേറ്റിന്റെ മംഗലാപുരം എന്ന ഭാഗത്ത് മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായുള്ള പ്രശ്നത്തിൽ വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും പലരും മരിച്ചെന്നും നമുക്ക് അറിയുന്നുണ്ട് തമ്പുരാനെ. പടച്ചവനെ, മുസ്ലിമീങ്ങളെ നീ കാക്കണേ തമ്പുരാൻ. പടച്ചവനെ, സമാധാനമായി നോമ്പ് നോക്കാൻ കഴിയാത്ത സാഹചര്യം അവിടെ ഉണ്ടായതായി അറിയുന്നു തമ്പുരാനെ. പടച്ചവനെ, ശത്രുക്കളെ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. ചിത്രങ്ങളെ വിജയിപ്പിക്കണേ തമ്പുരാനെ. ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്റെ ദീനിനു വേണ്ടി അടരാടി മരിച്ചവരുണ്ടോ അവരെ മുഴുവൻ നീ ശുഹദാക്കളുടെ ലിസ്റ്റിലാക്കണേ തമ്പുരാൻ. പടച്ചവനെ, ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. മിത്രങ്ങളെ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്കെതിരെ നീളുന്ന എല്ലാ തൂലികകളും വാളുകളും എല്ലാ ശത്രുക്കളുടെ സകല തന്ത്രങ്ങളും നീ പരാജയപ്പെടുത്തിക്കളയണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളിൽ പലരും ശാരീരികവും മാനസികവുമായ പല രോഗങ്ങളാൽ വിവശരാണ് തമ്പുരാനെ. പടച്ചവരെ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാനെ. രഹസ്യവും പരസ്യവുമായ ശാരീരികവും മാനസികവുമായ രോഗങ്ങളെല്ലാം ശിഫയാക്കണേ തമ്പുരാനെ. പടച്ചവനെ, കടൽ കടന്ന് വളരെ പ്രയാസപ്പെട്ട് ഇവിടെ വന്ന് ജീവിക്കുന്ന റഹ്മാനെ, ഞങ്ങളുടെ കുടുംബങ്ങൾ പോറ്റാനാണ് തമ്പുരാനെ. പടച്ചവരെ, ഞങ്ങളുടെ കുടുംബങ്ങളെ കാക്കണേ തമ്പുരാനെ. തൊഴിലിൽ പ്രശ്നമുള്ളവരുടെ എല്ലാം തൊഴിലുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ തമ്പുരാൻ. കച്ചവടങ്ങൾ ഉദ്ദേശിക്കുന്നവരെ കച്ചവടത്തിൽ നീ റാഹത്ത് നൽകണേ തമ്പുരാന്. പടച്ചവനെ, ആ പ്രശ്നങ്ങളെല്ലാം സലാമത്തിലാക്കണേ തമ്പുരാൻ. പടച്ചവനെ, ഏറ്റവും കയറും ബറക്കത്തിലെ ഞങ്ങളെ നീ ജീവിപ്പിക്കണേ തമ്പുരാനെ. റഹ്മാനെ, ഞങ്ങളിൽ പലരും കടബാധ്യതകളാൽ വലയുന്നവരാണ് തമ്പുരാന്. പടച്ചവനെ, ഞങ്ങളുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടി സലാമത്തിലാക്കണേ തമ്പുരാൻ. ഈ രാവിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ കടങ്ങൾ വീടണേ തമ്പുരാൻ. പടച്ചവനെ, ഞങ്ങളുടെ പെൺമക്കൾക്കും സഹോദരിമാർക്കും സാരിഹ്യങ്ങളായ ഭർത്താക്കന്മാർ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, സമാധാനവും സന്തോഷമുള്ള കുടുംബജീവിതം അവർക്ക് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളെ നീ സ്വാനുഭവങ്ങളും ആഭിധീയങ്ങളുമാക്കണേ തമ്പുരാനെ. റഹ്മാനെ, ഞങ്ങളുടെ നാടുകളെല്ലാം നിന്റെ തൃപ്തി കരസ്ഥമാക്കുന്ന നാടാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ നാടുകളൊക്കെയും എൽമിന്റെ കൂടാരമാക്കണേ തമ്പുരാനെ. ഹറക്കാത്ത് ശക്കനാത്തുകൾ നിന്റെ പൊരുത്തത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാവിനെ നീ അതറുള്ള നാവാക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ ഉഖറവിയായ പണ്ഡിതന്മാരാക്കണേ തമ്പുരാനെ. എൽമ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. എൽമിനെ വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ, അതിനെ നീ നാഫിയായ എൽമാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് നീ ഹിക്മത്തും ഫഹമും നൽകണേ തമ്പുരാനെ. മുത്താലാ ചെയ്യാൻ റഗബത്ത് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, മുത്താലാ ചെയ്യുമ്പോൾ ഫത്താനത്തുള്ള അക്കലും ഹിക്മത്തും ഫഹമും നൽകണേ തമ്പുരാനെ. നിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ച് മരിക്കുവാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, മരണം വരെ ഇൽമ പഠിക്കുവാനും ഇൽമ പഠിച്ചുകൊണ്ടേ മരിക്കുവാനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതിനേക്കാൾ വലിയൊരു അമലില്ലെന്ന് അറിഞ്ഞിരിക്കുന്നതിനാൽ പടച്ചവനെ, ഇൽമ പഠിച്ചും മരിക്കുവാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഈ രാവിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നിറവേറ്റണേ തമ്പുരാനെ. പടച്ചവനെ, തൊഴിലിൽ ബറക്കത്ത് നൽകണേ തമ്പുരാനെ. കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെയും ബറക്കത്ത് നൽകണേ തമ്പുരാനെ. നിങ്ങളുടെ വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉസ്താദന്മാർക്ക് മശായിഖന്മാർക്ക് പുറത്തു കൊടുക്കണേ ദയ്യാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഉസ്താദന്മാർ ജീവിച്ചിരിക്കുന്നവർ ചിലർ വളരെ പ്രയാസത്തിലാണ് തമ്പുരാനെ. പടച്ചവനെ, അവരെ രോഗങ്ങൾ ശിഫയാക്കണേ തമ്പുരാനെ. അവരുടെ മശക്കത്തുകൾ നീർക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളും അബിദീങ്ങളും മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളും ആക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവരുടെ ജീവിതത്തിൽ ഇരുലോക വിജയം നൽകണേ തമ്പുരാനെ. പടച്ചവനെ, അവർക്ക് ഭൗതികവും ആത്മീയവുമായ വിദ്യാഭ്യാസം നൽകണേ തമ്പുരാനെ. പടച്ചവനെ,
ലക്ഷോപലക്ഷം ജനങ്ങൾക്ക് ഉപജീവന മാർഗമായ ഈ നാടിന്റെ നിഅമത്ത് നീങ്ങാതെ കാക്കണേ തമ്പുരാനെ. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നീ ദീർഘായുസ് നൽകണേ തമ്പുരാനെ. വിശേഷിച്ചും ശൈഖ് സായിദ് നീ ഒരുപാട് ദീർഘായുസ് നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഈ നാടിന്റെ നേരെ കണ്ണുകൾ വെച്ചിരിക്കുന്ന കരുതന്മാരുടെ കണ്ണുകളെ നീ തിരിക്കണേ തമ്പുരാനെ. ശത്രുക്കളെ പരാജയപ്പെടുക്കണേ തമ്പുരാനെ. ചിത്രങ്ങളെ വിജയിപ്പിക്കണേ തമ്പുരാനെ. അറബ് ലോകത്തിനെ ഒന്നിപ്പിക്കണേ തമ്പുരാനെ. സൈനിഷ്ടുകളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് കാക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ നാട്ടിൽ പടച്ചവനെ, ഭാരതത്തിൽ ഞങ്ങൾ ദുർബലരാണ് തമ്പുരാനെ. നിന്റെ മതമല്ലാതെ വേറൊന്നില്ല റഹ്മാനെ. നിന്റെ മതമിറങ്ങണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലിൽ വല്ല ശത്രുക്കളും കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നെങ്കിൽ ആ തൊഴിലില്ലാ പ്രവർത്തനങ്ങളെല്ലാം നീ ഇല്ലായ്മ ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ തൊഴിലിൽ സ്ഥിരത നൽകണേ തമ്പുരാനെ. തൊഴിലിൽ സ്ഥിരത നൽകണേ തമ്പുരാനെ. ഹലാലായ രീതിയിൽ ഞങ്ങൾക്ക് നീ സമ്പാദ്യം നൽകണേ തമ്പുരാനെ. കറക്കാത്ത് സക്കനാത്തുകൾ നിന്റെ പൊരുത്തത്തിലാക്കണേ തമ്പുരാനെ. നിന്റെ അതിർത്തി കരസ്ഥമാക്കുന്നതൊന്നും വരാതെ കാക്കണേ തമ്പുരാനെ. ഞങ്ങളെ നീ ക്ഷമാശീലരാക്കണേ തമ്പുരാനെ. പടച്ചവനെ, അവിവേകം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയാൽ നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. പടച്ചവനെ, അറിവിന്റെ കുറവ് കൊണ്ട് ഞങ്ങളുടെ നിസ്കാരത്തിലും നോമ്പിലും ഖുർആനോദലിലും മഴലിലും എല്ലാം ഒരുപാട് അപാകതകളുണ്ട് തമ്പുരാനെ. പടച്ചവനെ, നീ നിന്റെ മഴ പതിലുകൊണ്ടാണ് കുസാരുകളെല്ലാം പൊരുത്തപ്പെട്ട് വണ്ണ വലിപ്പത്തിൽ സ്വീകരിക്കുന്നേ തമ്പുരാൻ. പടച്ചവനെ, പലതുകൊണ്ടും ശരീരം കൊണ്ടും സ്വത്തുകൊണ്ടും ഏതെല്ലാം തരത്തിൽ ആരെല്ലാം ഞങ്ങളെ സഹായിക്കുന്നോ അവരെ മുഴുവൻ നീയും സഹായിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളോട് ദ്വാ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരെയും സഹായികളെയും നീ സഹായിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങൾ ചെയ്ത ഹജ്ജും ഉംറയും മക്ബൂലും മബ്റൂറുമാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഇനി ഉംറയ്ക്ക് പോകാൻ പലരും ഒരുങ്ങുന്നുണ്ട് തമ്പുരാനെ. വിശിഷ്യ ഞങ്ങളുടെ സംഘടനകൾ പലരും ഉംറയ്ക്കും ഹജ്ജിനും ആളുകളെ കൊണ്ടുപോകാൻ തയ്യാറായിരിക്കുകയാണ് തമ്പുരാനെ. തടസ്സങ്ങൾ കൂടാതെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, സർവോപരി ഞങ്ങളുടെ നാട്ടിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ ഒന്നിപ്പിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഒന്നിപ്പിക്കണേ തമ്പുരാനെ. ഭിന്നതകൾ മറപ്പിക്കണേ തമ്പുരാനെ. അർഹമുർ-റാഹിമീനായ ദയാനെ, സർവോപരി ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. സർവ്വ ഹക്കടപാടുകളും വീട്ടിയിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഖബറുകൾ കുടുസാകാതെ കാക്കണേ തമ്പുരാനെ. ഉദയാസ്തമയം വരെ ഞങ്ങളുടെ ഖബറുകളെ വിശാലമാക്കണേ തമ്പുരാനെ. അതിൽ പ്രകാശം കൊണ്ട് നിറക്കണേ തമ്പുരാനെ. റമളാനിൽ ധാരാളമായ ഖുർആൻ ഓതാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആ ഓതുന്ന ഖുർആൻ തമ്പുരാനെ ഖബറുകൾ ഞങ്ങൾക്ക് ഇനാസാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഖബറുകളെ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ തമ്പുരാനെ. മഹ്ശറുകളുടെ യാത്രയാക്കി കഴിഞ്ഞാൽ അർശിന്റെ തണൽ കിട്ടുന്ന 7 കൂട്ടരാൽ ആക്കണേ തമ്പുരാനെ. പടച്ചവനെ, നരകത്തിന്റെ ഗർജനം കേൾക്കാത്ത ദൂരത്തിൽ ആട്ടി അകറ്റണേ തമ്പുരാനെ. ശിറാത്ത് മിന്നറിയുന്ന വേഗത്തിൽ കടത്തണേ തമ്പുരാനെ. സ്വർഗത്തിന്റെ അവകാശികളാക്കണേ തമ്പുരാനെ. പടച്ചവനെ, പവിത്രമായ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് നിന്റെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങൾ പിടിച്ച് ചുംബിക്കുവാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, അംബിയാ മുർസലീങ്ങൾ ഔലിയാക്കൾ ശുഹദാക്കൾ സ്വാലിഹീങ്ങൾ സുദ്ദീഖീങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യാ സന്താനങ്ങൾ ഞങ്ങളെ പല കാര്യത്തിൽ സഹായിച്ചവർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളുടെ വേദിയിലാകമാനം ഒരുമിച്ച് കൂടിയ ലക്ഷോപലക്ഷം ജനങ്ങൾ, ലോക മുസ്ലിമീങ്ങൾ എല്ലാവരെയും ഈ ദുആയിൽ അവകാശികളാക്കണേ തമ്പുരാനെ. ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് നിന്റെ ലിഖായിനെ കാണുക എന്ന മഹാസൗഭാഗ്യം ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ ലിഖായിനെ ഞങ്ങളുടെ കണ്ണുകൾക്ക് തടഞ്ഞു കളയല്ലേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ ലിഖായിനെ കാട്ടണേ തമ്പുരാനെ. പടച്ചവനെ, വീണ്ടും റഹ്മാനെ, ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ട് തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ ആഗ്രഹങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. മാർഗം ഏതാണെന്ന് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഹലാലായ മാർഗത്തിലൂടെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരണേ തമ്പുരാനെ. പടച്ചവനെ, ഹായിവാക്കല്ലേ അല്ലാഹ്. പ്രശ്നങ്ങളില്ലാതെ സമാധാനവും സന്തോഷമുള്ള ജീവിതം തരണേ തമ്പുരാനെ. ഇരു ലോകത്തിലും സന്തോഷിക്കുന്നവരാക്കണേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ പൊരുത്തം കരസ്ഥമാക്കുന്നവരാക്കണേ തമ്പുരാൻ. നിന്റെ വിരോധികളുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ തമ്പുരാനെ. പടച്ചവനെ, നിന്റെ പുനാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം ഖൈർ കൊണ്ട് ചോദിച്ചോ ഞങ്ങളും ചോദിക്കുന്നു തമ്പുരാനെ. ഞങ്ങൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്. ഏതെല്ലാം ശർറ് കൊണ്ട് അവിടെ നിരുരോഗത്തിലും കാവൽ ചോദിച്ചുവോ ഞങ്ങളും ചോദിക്കുന്നു തമ്പുരാനെ. ഞങ്ങളെ നീ കാക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറുകൾ വിശാലമാക്കണേ തമ്പുരാനെ. അവരുടെ ഖബറുകൾ ഉദയാസ്തമയം വരെ വിശാലമാക്കണേ തമ്പുരാനെ. മാതാപിതാക്കളിലും ഉസ്താദന്മാരിലും സഹോദരങ്ങളിലും പലരും ഖബറിലാണ് തമ്പുരാനെ. പടച്ചവനെ, അവരുടെ ഖബറുകൾ വിശാലമാക്കണേ ദയ്യാനെ. പടച്ചവനെ, ഇവിടെ ലിസ്റ്റ് എഴുതി തന്ന എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. സദഖകൾ നൽകിയ എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ നിറവേറ്റണേ തമ്പുരാനെ. വബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂൽ
رسول الله صلى الله عليه وسلم اللهم اعتق رقابنا ورقاب آبائنا أمهاتنا وجيراننا ومشايخنا وأساتذتنا وإخواننا وأخواتنا وأقربائنا ولمن أحب وأحسن إلينا ولمن له حق علينا ولمن أوصانا بالدعاء ولكل أمة محمد صلى الله عليه وسلم من الدين والمظالم والنار واسقنا من كأس نبيك المختار اللهم قد رفعنا إليك أيدينا داعين راغبين ولا تردنا مع الخائبين نحن عبيدك الضعفاء الفقراء المقصرون اللهم ارحمنا يا راحم المساكين لا تردنا عن بابك خاسرين بسبب ذنوبنا يا رب العالمين ربنا ارحم آباءنا وأمهاتنا رب ارحمهما كما ربونا صغارا صلى الله تعالى وسلم على خير خلقه سيدنا محمد وعليه وصحبه أجمعين آمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله بسم الله الرحمن الرحيم والنازعات غرقا والناشطات نشطا والسابحات سبحا فالسابقات سبقا فالمدبرات أمرا يوم ترجف الراجفة تتبعها الرادفة قلوب يومئذ واجفة أبصارها خاشعة يقولون أئنا لمردودون في الحافرة أئذا كنا عظاما نخرة قالوا تلك إذا كرة خاسرة فإنما هي زجرة واحدة